السلام عليكم. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. نحمده ونستعينه ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلله فلا هادي له. ونشهد أن لا إله إلا الله وحده لا شريك له. ونشهد أن سيدنا ونبينا محمدا صلى الله عليه وسلم عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. أما بعد نريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. وما توفيقي إلا بالله عليه توكلت وإليه أنيب. وما توفيقي إلا بالله عليه توكلت وإليه أنيب. ربنا آتنا من لدنك رحمة وهيئ لنا من أمرنا رشدا. ربنا اغفر لنا ولوالدينا ولمشايخنا ولأساتذتنا ولجميع المسلمين والمسلمات. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. سبحانك لا علم لنا إلا ما علمتنا إنك أنت العليم الحكيم. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وما كان الله ليعذبهم وأنت فيهم. صدق الله مولانا العظيم. من نسي الصلاة علي خطي طريق الجنة أو كما قال رسول الله صلى الله عليه وسلم. ആദരണീയരായ ഉലമാക്കളെ, ബഹുമാനമുള്ള ഡോക്ടർ അബ്ബാസ് ഹാജി അവർകളെ, സ്നേഹമുള്ള സഹോദരന്മാരെ, സഹോദരിമാരെ, റബ്ബുൽ അലീമായ തമ്പുരാൻ ഇനി എത്ര കാലം നമ്മെ ഈ ഭൂമിയിൽ ജീവിപ്പിക്കുന്നുണ്ടോ ആ കാലം മുഴുവൻ നമ്മുടെ ജീവിതം ഒരാൾക്കും ഭാരമാകാത്ത വിധം സ്വന്തമായി സുജൂദ് ചെയ്യാനുള്ള ആരോഗ്യത്തോടെ ജീവിക്കാനും എപ്പോഴാണോ അല്ലാഹു നമ്മുടെ ജീവിതത്തെ അവസാനിപ്പിക്കുന്നത് അപ്പോൾ പരിപൂർണമായ ഈമാനോടെ മരിക്കാനും ജനകോടികളെ സമ്മേളിപ്പിക്കുന്ന മഹാസഭയായ മഹ്ശറയിൽ അല്ലാഹു പൊരുത്തപ്പെട്ട മഹാന്മാരുടെയും മഹദികളുടെയും കൂട്ടത്തിൽ ഒരുമിക്കുവാനും ഈ ഒരുമിച്ചുകൂടലിൽ പങ്കാളികളാകാൻ എത്തിയ നമുക്കും നമ്മുടെ മാതാപിതാക്കൾക്കും ഇണകൾക്കും മക്കൾക്കും കൂട്ടുകുടുംബാദികൾക്കും ഉസ്താദ് മശായിഖന്മാർക്കും നാമുമായി ഖൈറായ ബന്ധങ്ങളുള്ളവർക്കും അല്ലാഹു തആല മഹാഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുവേ, ഞങ്ങളൊക്കെ ഇങ്ങനെ ഈ നല്ല കൂട്ടത്തിൽ കൂടുമ്പോൾ ഞങ്ങളോടൊപ്പം മുമ്പ് കൂടിയിരുന്ന പലരും ഇന്ന് ഞങ്ങളുടെ കൂട്ടത്തിൽ കൂടാനില്ല. അവരെല്ലാം വിവിധ പള്ളിപ്പറമ്പുകളിൽ കുഴിച്ചുമൂടപ്പെട്ട ഖബറാളികളാണ്. അതിൽ ഞങ്ങളുടെ മാതാവുണ്ട്, പിതാവുണ്ട്, ഇണകളുണ്ട്, മക്കളുണ്ട്, ഉസ്താദ് മശായിഖന്മാരുണ്ട്, ഞങ്ങൾക്ക് വേണ്ടപ്പെട്ടവരുണ്ട്. അല്ലാഹുവേ, അവരുടെ എല്ലാം അവസ്ഥ എന്തെന്ന് ഞങ്ങൾക്ക് അറിയില്ല റബ്ബേ. ഏതെങ്കിലും നിലയിൽ അവരിൽ ആരെങ്കിലും ഖബറിൽ അദാബിലാണെങ്കിൽ ഈ മഹത്തായ അമലിൽ അല്ലാഹുവേ ഞങ്ങൾ നിന്നോട് ദുആ ചെയ്യുക. പടച്ചവനെ, അവരുടെയൊക്കെ ഖബറുകളെ നീ സ്വർഗ്ഗതോപ്പാക്കണേ തമ്പുരാനെ. ഇനി ഇങ്ങനെ ഒരു കൂട്ടം അടുത്തിവിടെ കൂടുമ്പോ ഞങ്ങൾക്ക് ആർക്കൊക്കെ ഇതുപോലെ കൂടാൻ കഴിയുമെന്നും അറിയില്ല റബ്ബേ. എപ്പോഴാണോ ഞങ്ങളെയും ഖബറെന്ന് പറയുന്ന ഒറ്റപ്പെട്ട വാസസ്ഥലത്തേക്ക് മാറ്റുന്നത് അപ്പോൾ മുതൽ ദീർഘകാലം ഞങ്ങൾക്ക് കിടക്കേണ്ട ഏകാന്തതയുടെ തടവറ ഞങ്ങൾക്ക് ആർക്കും നരകക്കുഴിയാക്കാതെ കാത്തുരക്ഷിക്കണേ തമ്പുരാനെ. ഇവിടുന്ന് നമ്മ കളമശ്ശേരിയിൽ നിന്ന് ആലുവായിലേക്കോ അല്ലെങ്കിൽ ചാലക്കുടിയിലേക്കോ വണ്ടി കയറുകയാണെങ്കിൽ ഇവിടുന്ന് നേരെ അങ്ങ് പോയാൽ മതി NH കൂടെ. പക്ഷെ NH കൂടെ അങ്ങോട്ട് ചെന്ന് കഴിയുമ്പോൾ ഈ മെട്രോയും അതും ഇതും ഒക്കെ വന്നേക്കൊണ്ട് നമുക്ക് എവിടെയെങ്കിലും ചെല്ലുമ്പോൾ ഒരു സംശയം തോന്നിയാൽ നമ്മ വഴി ഒഴുകി ചാലക്കുടിക്ക് എങ്ങനെയാ പോണേ. അപ്പോ നേരെ കിടക്കണ വഴി നേരെ നമുക്ക് പോകേണ്ടത് തോന്നുന്നെങ്കിലും ഒരു കള്ളുകൂടിയും പറഞ്ഞു അത് ഇങ്ങനെ പോയാൽ മതി. അപ്പൊ നമുക്കും തോന്നി അത് അങ്ങനെ തന്നെയാണ്. നമ്മ നേരെ ഇടത്തോട്ട് തിരിഞ്ഞങ്ങ് പോകും.
അങ്ങനെ പോയാൽ നമ്മൾ ശരിക്കും ചാലക്കുടിക്ക് പോകാനുള്ള വണ്ടികളെ കയറിയിരിക്കുന്നത് ചാലക്കുടിക്കോ പോണത് നെയ്യത്തും അങ്ങനെയൊക്കെ തന്നെയാണ്. പക്ഷെ ചാലക്കുടിയിലെത്തൂല. ഈ ഇടത്തോട്ട് തിരിഞ്ഞു പോയാൽ പറൂർക്കവല കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇടത്തോട്ട് തിരിഞ്ഞാൽ പറൂർക്കോ കൊടുങ്ങല്ലൂർക്കോ അങ്ങനെ ചാവക്കാടിനോ അങ്ങനെ എങ്ങനെയും പോകും. സംഗതി കയറിയ വണ്ടി കറക്റ്റ് ആണെങ്കിലും വഴി തെറ്റിപ്പോയാൽ ലക്ഷ്യസ്ഥാനത്ത് എത്തൂല്ല. ഉമ്മാനെ നമ്മെല്ലാം മുഅ്മിനീങ്ങൾ മുഅ്മിനാത്തുകൾ എന്ന് പറഞ്ഞിവിടെ ജീവിക്കുന്നവരാണ്. ലോകാനുഗ്രഹി അഷ്റഫുൽ ഖൽഖ് നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയാ, എന്റെ പേരിലുള്ള സലാത്തിന്റെ കാര്യത്തിൽ നിങ്ങൾ വിസ്മരിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് അങ്ങോട്ടുള്ള വഴി തെറ്റിപ്പോകും. സ്വർഗത്തിലേക്ക് ഞങ്ങൾ പോണേ, സ്വർഗത്തിലേക്കാന്നും പറഞ്ഞാൽ പോണതും, പക്ഷെ അങ്ങോട്ട് എത്തൂല, വേറെ വഴിക്ക് തെറ്റിപ്പോകും. ഖുത്തിയ തരീഖൽ ജന്ന നബിയുനാ റസൂലുള്ളാഹി. സലാത്തിനെ വിസ്മരിക്കുന്ന മറക്കുന്ന ആളുകൾക്ക് സ്വർഗത്തിലേക്കുള്ള വഴി തെറ്റിപ്പോകുന്നതാണെന്ന് അല്ലാഹുവിന്റെ റസൂല് പഠിപ്പിച്ചെങ്കിൽ ഇവിടെ ഒരു വലിയൊരു അമലായി ഈ സ്ഥാപനത്തിൽ ഇപ്പോൾ നിങ്ങളുടെ വാർഷികം നടത്തുന്നു. ഇതിന്റെ ഏതോ ഒരു വാർഷികത്തിന് ഞാൻ ബഹുമാനപ്പെട്ട കോഴിക്കോട് വലിയ ഖാദിയുടെ കൂടെയാണെന്ന് എനിക്ക് തോന്നുന്നു, ഇവിടെ വന്നിട്ടുണ്ടായി. അന്നും ഉണ്ടായിരുന്നു ബഹുമാനപ്പെട്ട ഡോക്ടർ. അല്ലാഹു തആല ആഫിയത്തോടെയുള്ള ദീർഘായുസ്സോടെ അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പോ 5ാമത്തെ വാർഷികമാണ് ഇപ്പൊ നടക്കുന്നത്. എന്തായാലും ഇവിടെ കൃത്യമായിട്ട് ഇങ്ങനെ ഒരു അമല് ഇതിനിങ്ങനെ സലാത്തിന് അങ്ങനെ വാർഷികമുണ്ടോ എന്ന് വെച്ചാൽ അങ്ങനെ വാർഷികം നോക്കിക്കഴിഞ്ഞാൽ അങ്ങ് അറ്റത്തേക്ക് പോകും. അങ്ങനെയുള്ള വാർഷികമല്ല. നിങ്ങളെല്ലാവരും കൂടെ വട്ടം കൂടിയിരുന്ന് ഏതെങ്കിലും ഒരു മഹാന്മാരുടെ നിർദ്ദേശപ്രകാരം തുടങ്ങിയതിന്റെ വാർഷികം, അതാണ് ഇപ്പൊ ഇത് 5ാമത്തെ. ഇപ്പൊ ഇതെന്തിനാ ഇങ്ങനെ തുടങ്ങിയത്? നമ്മുടെ ജീവിതത്തിൽ സ്ഥിരമായിട്ട് നിലനിർത്തണം. അല്ലാതെ ഇവിടെ ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ ചുമ്മാ ഒന്ന് ചൊല്ലിക്കൊണ്ടുപോകാൻ വേണ്ടി മാത്രമല്ല. നമ്മുടെ ജീവിതത്തിൽ നിലനിർത്തുന്നത് നമ്മുടെ നിർണയിക്കപ്പെട്ട സമയത്ത് അല്ലാഹുവിന്റെ സ്ഥാപനത്തിൽ ഒരുമിച്ചുകൂടി ചൊല്ലി, അങ്ങനെ ചൊല്ലിക്കൊണ്ടിരിക്കുന്നത് ഒരു വർഷത്തിൽ ഒരു വാർഷികം എന്ന നിലയ്ക്ക് ദുആക്ക് ഉത്തരം കിട്ടുന്ന വലിയ മഹാന്മാരെയോ സയ്യിദന്മാരെയോ ഒക്കെ കൊണ്ട് ദുആ ചെയ്യിപ്പിക്കുന്ന ഒരു ശൈലി. ഇത് ഈ സ്വലാത്തിനെ ഹയാത്താക്കുക എന്ന ലക്ഷ്യത്തോടുകൂടിയാണ്. ബഹുമാനികളെ, ഈ അമലൊക്കെ നമ്മുടെ ജീവിതത്തിൽ നിന്നും നമ്മുടെയൊക്കെ നാട്ടിൽ നിന്നും സ്ഥാപനങ്ങളിൽ നിന്നുമൊക്കെ മറഞ്ഞതുകൊണ്ടാണ് യഥാർത്ഥത്തിൽ ഇന്ന് കാണുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും കാരണമെന്ന് അല്ലാഹുവിന്റെ റസൂലിന്റെ പാഠത്തിൽ നമുക്ക് മനസ്സിലാവും. ഞാന് ഒരു അഹങ്കാരത്തിന്റെ വർത്താനം പറയുന്ന നിങ്ങൾ ആ രീതിയിൽ നിങ്ങൾ വിലയിരുത്തരുത്. ഞാൻ 18ാമത്തെ വയസ്സിൽ ഈ വഴല് പറയുക എന്നുള്ള നിലയ്ക്ക് സ്റ്റേജിൽ, ഞാൻ ഇങ്ങനെ വലിയേറിയതൊന്നുമല്ല. എന്റെ മഹാനായ ഉസ്താദ് കക്കടിപ്പുറം അബ്ദുറഹ്മാൻ മുസ്ലിയാർ അവர்கள் അല്ലാഹു സുബ്ഹാനഹു വ തആല ബഹുമാനപ്പെട്ടവർക്ക് ആഫിയത്തും ദീർഘായുസ്സും മൗത്തായ നമ്മുടെയൊക്കെ ഉസ്താദന്മാർക്ക് മഹാന്മാർക്ക് മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ ഇടുക്കി ജില്ലയാണ് അന്ന് കുറ്റിയാഞ്ചാൽ, ഇന്നത് എറണാകുളം ജില്ലയാണ്. കുറ്റിയാഞ്ചാലിലെ മഹല്ല് കമ്മിറ്റിക്കാര് വയലിന് ക്ഷണിക്കാൻ വേണ്ടി മുദരിസായ ഉസ്താദിനെ ക്ഷണിക്കാൻ വേണ്ടി വന്നപ്പോ എന്റെ ഉസ്താദ് പറഞ്ഞു, ഞാനിപ്പോ അങ്ങനെ 2 ദിവസത്തേക്ക് അങ്ങനെ വയലിന് വരാൻ ഇപ്പൊ എന്നെ കൊണ്ട് കഴിയില്ല, നിങ്ങൾക്ക് അവിടെ വയല് പറയാൻ ഞാനൊരാളെ പറഞ്ഞ് ഇവിടുന്ന് ഏർപ്പെടുത്തി തരാം. അങ്ങനെ ആ മഹാനായ മനുഷ്യന്റെ നാവിൽ വന്നത് ഈ വിവരം കേട്ടവന്റെ പേരാണ്. ബാവ ഇറങ്ങി വന്നുകൊണ്ട് ഇവരെ ചൂണ്ടിട്ട് വന്ന് ഇവർക്ക് 2 ദിവസം പോയി വയല് പറഞ്ഞു കൊടുക്കണമെന്ന് പറഞ്ഞു. എന്റെ അവസ്ഥ ആ സന്ദർഭത്തില് വെള്ളിയാഴ്ച ആനിക്കാട് ജുമാഅത്ത് പള്ളിയിൽ ബുനിയൽ ഇസ്ലാം എന്നുള്ള ഹദീസ് കാണാതെ പഠിച്ചുകൊണ്ടുപോയിട്ട്, അന്ന് ദർശീന്ന് കാണാതെ പഠിച്ചുകൊണ്ടുപോയില്ല. ബുനിയൽ ഇസ്ലാം അലാ ഖംസിൻ ഷഹാദത്തു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് കാണാതെ പഠിച്ചുകൊണ്ടുപോയി. അവിടെ ചെന്ന് ഇമാമിനെയൊക്കെ കണ്ടു. വയല് പറയാനുള്ള സാൻസറൊക്കെ മേടിച്ചിട്ട് ഫസ്റ്റിലെ ചോദിച്ചത് കക്കൂസ് കൂട്ടിയിട്ടുണ്ടോന്നാണ്. കാരണം എന്താ, അനുവാദം കിട്ടിയ പിന്നെ ഒരു അസ്വസ്ഥത ഈ പൊക്കിളിന്റെ ഇവിടുന്ന് ഇങ്ങോട്ട് ഹൽക്കിലേക്ക് തീ കത്തി വന്നോല, അപ്പൊ തന്നെ വയറ്റിന്ന് പോകാൻ മുട്ടും. അപ്പൊ ഉസ്താദ് പറഞ്ഞു, ഇല്ല കക്കൂസ് കൂട്ടിയിട്ടില്ല, നിങ്ങളെ പോലുള്ള ഒരു വരും നമുക്കറിയാം. അങ്ങനെ എല്ലാം കഴിഞ്ഞൊക്കെ ഒരുങ്ങി ഈ ഇമാമ് സുബ്ഹാന റബ്ബിക റബ്ബിൽ ഇസ്സത്തി അമ്മാ യസിഫൂൻ വസലാമുൻ അലൽ മുർസലീന വൽഹംദുലില്ലാഹ് ഇതങ്ങ് അപ്പൊ ഇവിടുന്ന് തീ കത്തി തുടങ്ങി. ചാടി അങ്ങോട്ട് എഴുന്നേറ്റ്, അന്ന് അങ്ങനെ പറഞ്ഞാലേ ആളിരിക്കുന്ന വിശ്വാസം. ചാടി അസ്സലാമു അലൈക്കും. ഈ അസ്സലാമു അലൈക്കും പറഞ്ഞിട്ട് നോക്കുമ്പോ നിറയെ ആൾക്കാരാണ്. ബുനിയൽ ഇസ്ലാമും കിട്ടണില്ല, കുനിയൽ ഇസ്ലാമും കിട്ടണില്ല. ഞാൻ വേഗം പടിഞ്ഞാട്ടി എറിഞ്ഞ് കയ്യാൻ കൊണ്ടിട്ട് നിസ്കാരം കഴിഞ്ഞിട്ട് ഞാൻ കിഴക്കോട്ട് നോക്കിയില്ല. ഇമാമിന്റെ ഈ ആനിക്കാട് ചെറുപ്പടിക്കുള്ള പള്ളിയിൽ സംഭവിച്ചതാ. ആ ഇമാമിന്റെ അടുത്തൊരു വാതിക്കക്കൂടെ ഇറങ്ങി
നേരെ സ്റ്റോപ്പിൽ വന്നേക്കുമ്പോൾ ആ ഷർട്ട് ഇടാത്ത ഒരു കാക്ക ഒരു തോർത്തൊക്കെ തോളത്തിട്ടുകൊണ്ട് ഓടി വരികയാണ്. അല്ല മുത്താലിമേ, നിങ്ങളെന്താ വെക്കന്നും കൂടെ ഇറങ്ങിപ്പോന്നത്? നിങ്ങൾക്ക് അവിടെ ഒരു തുണി വിരിച്ചിട്ടുണ്ടായില്ലോ പൈസ വിരിക്കാൻ വേണ്ടി. ഞാനിത്തിരി തിരക്കുള്ള കാരണം പോകുന്നതാണ്. 4 രൂപയുണ്ടായി അന്ന് എന്റെ കൈ കൊണ്ടുവന്നത്. ഇങ്ങനെ ഓടിപ്പോന്നതിന്റെ തൊട്ടടുത്ത ദിവസമാണ് ഉസ്താദ് വിളിച്ചിട്ട് പറഞ്ഞത് കുറ്റാഞ്ചാലിൽ വെള്ളം പറയാൻ പോകണം. അപ്പൊ എന്റെ അവസ്ഥ എങ്ങനെ ഇരിക്കും കൂടി ചിന്തിച്ചു നോക്കി. എന്നിട്ട് പറഞ്ഞു ഇപ്പൊ പോകാനല്ല, പോകേണ്ട സമയമാകുമ്പോ പറയാം. എങ്ങനെയാ സമയമായപ്പോ പറഞ്ഞു ഒരു ജോഡി ഡ്രസ്സൊക്കെ ആ കവറിനകത്ത് പോയി എടുത്തോണ്ട് പോവാ. അപ്പൊ കൈ നീട്ടി തന്നു. ഞാൻ ആ കവർ താഴത്തേക്ക് ഇട്ടിട്ട് ആ കയ്യെ കയറി പിടിച്ചു. ഇത് 18ാമത്തെ വയസ്സിലാ സംഭവം. ഇന്നിപ്പോ 57ാമത്തെ വയസ്സാണ്. ഞാനിത് പറഞ്ഞിട്ടുണ്ടെന്നറിയോ? നിങ്ങൾക്കൊരു പാഠം പഠിപ്പിച്ചു തരാൻ വേണ്ടി പറഞ്ഞതാ. എന്റെ ബഹുമാനികളെ, ഞാൻ പല നാടുകളിലും ഈ അമലിന്റെ പേരിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഒരു സ്ഥലത്തൊന്നും വയല് കഴിയുമ്പോ ഇനി മേലാൽ ഇയാൾ ഈ പള്ളിപ്പറമ്പിലേക്ക് വരണ്ട കേട്ടോ, അങ്ങനെ ഇതേവരെയും പറയാറില്ല. ഒരു സ്ഥലത്തേക്ക് വിളിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇങ്ങനെ വിളിച്ചോണ്ടിരിക്കുകയാണ്. പക്ഷെ എനിക്കൊരു അനുഭവം ഉണ്ട്. ഇപ്പൊ എന്താ അത്, ഒരു സ്ഥലത്ത് നമ്മൾ വയല് പറഞ്ഞു വന്നിട്ട് കുറെ കൊല്ലം കഴിഞ്ഞ് അവിടെ ചെല്ലുമ്പോഴേ ആളുകൾ ഇങ്ങനെ അടുത്തേക്ക് വരും. അസ്സലാമു അലൈക്കും, സൈനിന്റെ മുമ്പ് കൂടെ വന്ന വയല് വന്നിട്ട് എത്ര കൊല്ലായി? ഞാൻ പറഞ്ഞു അത് ഞാനിപ്പോ കറക്റ്റായിട്ട് ഓർക്കണില്ലോ. എന്നാ 25 കൊല്ലായി. അന്ന് വന്നപ്പോ ഉസ്താദ് താമസത്തിന് എവിടെയാന്ന് ഓർക്കണ്ടോ? അപ്പൊ ഞാൻ ഈ കാക്കാനെ ഇങ്ങനെ സൂക്ഷിച്ചു നോക്കും. നിങ്ങളുടെ വീട്ടിലല്ലേ താമസിച്ചത്? അങ്ങനെ വതാറ് ഓർമ്മയുണ്ടോ എന്ന് അറിയാൻ വേണ്ടി ചോദിക്കണേ. എന്റെ വീട്ടിലാ താമസിച്ചത്. അല്ലോ ഞാനത് മറന്നുപോവില്ല. അതെന്താ മറന്നത്? എന്നെ ആ മുറിയിലേക്ക് കയറ്റിയപ്പോ ആ മോളില് തല ഒരു ഇടി ഇടിച്ചത്. അല്ലോ ഇപ്പോഴും ആ വേദന മാറിയിട്ടില്ല. ഉടനെ കാക്ക പറയേ, എന്റെ വാവുസിലാരെ ആ വീടൊക്കെ ഇടിച്ചു പൊളിച്ച് കളഞ്ഞു. അതെ, ഇപ്പൊ നല്ല 1ാം നമ്പർ ടെറസ് വീട് AC. അൽഹംദുലില്ലാഹ്. അപ്പൊ ഉസ്താദ് അന്ന് ഇവിടെ താമസിക്കുമ്പോ ഞങ്ങളുടെ സിയാറത്തിന് പോകണമെന്ന് പറഞ്ഞ നമ്മുടെ കാറെ കയറി തുറക്കണ്ടോ? ഞാൻ ഓർക്കണ്ട്. ഞാനോട് കൂടി അത് സ്റ്റാർട്ടാവാണ്ടപ്പോ ഉന്തിപ്പോ പെട്ടെന്ന് സ്റ്റാർട്ടായിപ്പോ എന്റെ മുട്ടുകൊണ്ടൊന്ന് നിലത്ത് കുത്തിയത്. ആ കാറൊക്കെ കളഞ്ഞു പോയില്ലേ. അൽഹംദുലില്ലാഹ്. ഇപ്പൊ സ്വിച്ച് ഇട്ട എഞ്ചിനും AC ഒപ്പമാണ് അവിടെ കാറാണ്. അപ്പോഴും ഞാൻ പറയും അൽഹംദുലില്ലാഹ്. വംശീകാരെ അന്ന് ഇവിടെ ഭക്ഷണം കഴിച്ചപ്പോ നമ്മുടെ 2 പിള്ളേരുള്ളത് ഓർക്കുണ്ടോ? വള്ളിയിലേക്കിട്ട 2 ചെറുക്കന്മാര്. അവന്മാര് പിന്നെ നന്നായിട്ട് ഓർക്കണ്ടോ? ഒരു ഒറ്റ പപ്പടം എനിക്കന്മാര് മുഴുവൻ കണ്ടിട്ടില്ലല്ലോ, മറന്നുപോവില്ല. അവന്മാര് 2 പേരും ഇപ്പൊ ദുബായിലെ സൂപ്പർ മാർക്കറ്റിന്റെ ഉടമകളാണ്. അൽഹംദുലില്ലാഹ്. നമ്മുടെ പെണ്ണുമ്പിള്ളേനെ ഓർക്കണ്ട, ഒരു മാങ്ങാത്തുലിയിൽ ഉണങ്ങിയിരുന്ന ഞാൻ ഓർക്കണ്ട്. മൂപ്പച്ചാരിപ്പോ അങ്ങനെയൊന്നുമല്ല, നല്ല 1ാം നമ്പർ താത്തായാണ്. അൽഹംദുലില്ലാഹ്. വാശിലേറെ അന്ന് എനിക്ക് പിന്നെ വീടിന്റെ ഉമ്മറത്ത് ഒരു ചെറിയ മുറുക്കാങ്ങട ഉണ്ടായിരുന്ന ഞാൻ ഓർക്കുന്നുണ്ട്. അതൊക്കെ കളഞ്ഞു വാശിലേറെ. അതെ, ഇപ്പൊ റോഡിന് സ്ഥലം എടുത്തപ്പോ അവിടെ ഫ്രണ്ട് ഏരിയ നല്ല കൂടുതൽ കിട്ടിയപ്പോ ഒരു മാർജിൻ ഫ്രീ മാർക്കറ്റ് ഒരു വലിയ കടയിട്ടിരിക്കുകയാണ്. അൽഹംദുലില്ലാഹ്. ഇതെല്ലാം ഞാൻ കേൾക്കണേനൊക്കെ അൽഹംദുലില്ലാഹ് എന്ന് പറയും. ഇതൊക്കെ ഉണ്ടായേക്കണ സംഭവങ്ങളാണ്. അല്ലാതെ ചുമ്മാ പറഞ്ഞല്ല. നിങ്ങൾ ശ്രദ്ധിച്ചോ? ഇത് ഞാൻ നിങ്ങളെ ആരെയും എന്തെങ്കിലും പറയാനോ അല്ലെങ്കിൽ ഞാൻ ഒരു കിബറിന് വേണ്ടി പറഞ്ഞല്ല. ഇതെല്ലാം പറഞ്ഞു കഴിഞ്ഞിട്ട് ഈ കാക്ക പറയേ, ഇപ്പൊ എന്താ പിന്നെ വിശേഷങ്ങളൊക്കെ? സമാധാനമില്ലോ ഇല്ലേ? ഈ കാക്കാടെ മുറുക്കാങ്ങടെ സൂപ്പർ മാർക്കറ്റായി. വള്ളിനിക്കിട്ട ചെറുക്കന്മാര് ദുബായിൽ കച്ചവടക്കാരായി. പെണ്ണുമുള്ള നല്ല 1ാം നമ്പറായി. പൊട്ടക്കാർ AC-ക്കാരായി. ചെറ്റപ്പുര നല്ല 1ാം നമ്പർ വീടായി. ഇയാൾ അവസാനം പറഞ്ഞതറിയോ? സമാധാനമില്ല. ഇനി ഇയാൾക്ക് സമാധാനം നമ്മുടെ കൊച്ചിയിൽ മാർക്കറ്റിൽ പോയി ചാക്കിനകത്ത് കെട്ടി കൊണ്ടു കൊടുക്കുമോ? എന്താ ഇയാൾക്ക് ഈ സമാധാനക്കേട് വന്നത്? ബഹുമാനികളെ, മദീന പള്ളിയില് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും തെക്കോട്ടും വടക്കോട്ടൊക്കെ നടക്കുന്ന ഒരു മനുഷ്യൻ, മഹാനായ ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു തആല അൻഹു അല്ലാഹുവിന്റെ റസൂൽ ഒരു പ്രസംഗങ്ങൾ നടത്തി. അല്ലാഹുവിനെ നിങ്ങൾ ഓർക്കുക മനുഷ്യനെ, അല്ലാഹുവിനെ ഓർക്കാതെ ഖിയാമത്ത് നാൾ അടുക്കാൻ പോകുന്നു, നിങ്ങളിതാ പെട്ടെന്ന് മരണപ്പെടാൻ പോകുന്നു. ഓടിങ്ങോട്ട് വന്നിട്ട് പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂലേ, ഞാൻ തങ്ങളുടെ പേരിൽ സലാത്തിനെ അധികരിപ്പിക്കാൻ റസൂലുള്ളാഹ്, ഞാനത് എന്തോരം ചെല്ലേണ്ടി വരും? മഹാനായ നബി തങ്ങളോട് ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇൻ സിദ്ദ ബഹുവ ഖൈറുൻ ലക, നീ സലാത്ത് കൂടുതൽ ചൊല്ലിക്കോ. ഞാൻ രാത്രിയുടെ 4-1 ഭാഗം സലാത്ത് ചെല്ലട്ടെ നബിയെ, കൂടുതൽ ചൊല്ലിക്കോ, നിനക്കത് ഖൈറാണ്. അല്ലാഹുവിന്റെ റസൂലേ, രാത്രിയുടെ പകുതി ഭാഗം ഞാൻ ഉറങ്ങിക്കൊണ്ട് പകുതി
ഭാഗം സലാത്തിന് വേണ്ടി ഉപയോഗിക്കട്ടെ റസൂലുള്ളാഹ്. നീ കൂടുതൽ ചൊല്ലിക്കോ, നിനക്കത് ഖൈറാണ്. 1/3 ഭാഗം ഉറങ്ങിയിട്ട് 2 ഭാഗം സലാത്തിന് ഉപയോഗിക്കട്ടെ നബിയേ. നീ കൂടുതൽ ചൊല്ലിക്കോ, ഇൻ സില്ലാ ഫഹുവ ഖൈറുൻ ലക. കൂടുതൽ ചൊല്ലിക്കോ, ഞാൻ രാത്രി മൊത്തം സലാത്ത് ചൊല്ലട്ടെ. ഇദാ യുക്ഫ ഹമ്മുക വയഗ്ഫിർ ലക ദംബുക. സലാത്തിനെ നീ എത്രമാത്രം അധികരിപ്പിക്കുന്നു അത്രമാത്രം നിന്റെ അസ്വസ്ഥതകൾ അല്ലാഹു നീക്കിത്തരും. നിന്റെ പാപങ്ങൾ പടച്ചോൻ വരാൻ പൊറിച്ചു തരുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. അസ്വസ്ഥതകൾ നീങ്ങാൻ. ബഹുമാനികളെ, കാശുണ്ടായി, കൊട്ടാരമുണ്ടായി, സൗകര്യങ്ങളുണ്ടായി, എല്ലാം ഉണ്ടായിട്ടും ഈ കാക്ക പറയുന്നത് എനിക്ക് സമാധാനമില്ല. ബഹുമാനികളെ, ഇത് കാക്കാടെ മാത്രം കഥയാണോ അതെയോ ഈ ഇരിക്കുന്ന നമ്മളുടെ പലരുടെയും കഥയാണോ? വാമശികാർ പറഞ്ഞു. ചുമ്മാ മനസാക്ഷിയോട് ചോദിക്കുക. 25 കൊല്ലം മുമ്പുള്ള സൗകര്യങ്ങളാണ് ഇപ്പോൾ ഉള്ളത്. അന്നൊരു സൈക്കിൾ പോലും ഇല്ലല്ലോ. ഇന്നത്തെ സൗകര്യം 25 കൊല്ലം മുമ്പ് ഉണ്ടായിരുന്നോ സഹോദരന്മാരെ? ഉണ്ടായില്ല വാമശികാര്. എന്നിട്ടോ 25 കൊല്ലത്തിന് മുമ്പുണ്ടായിരുന്ന സ്വസ്ഥതയും സമാധാനവും ഇന്നത്തെ ജീവിതത്തിൽ ഞങ്ങൾക്ക് കാണുന്നില്ല വാമശികാര്. കാരണം ബഹുമാനികളെ, നമ്മുടെ എല്ലാം ജീവിതത്തിൽ നിന്നും പോയി കഴിഞ്ഞു ഒരു അമൂല്യമായ സമ്പത്ത്. എന്തെന്നാ? മഹാനായ നബിത്തങ്ങളുടെ മേലുള്ള സലാത്ത്. അതങ്ങ് നഷ്ടപ്പെട്ടു. എല്ലാ ഭാഗങ്ങളിൽ നിന്നും ചെല്ലുന്നവരെ കൊണ്ട് ചെല്ലിപ്പിക്കൂല. ചെല്ലുന്നതിന് മനുഷ്യർക്ക് സമയമില്ല, അതിനാളുകൾക്ക് താല്പര്യമില്ല. ഇങ്ങനെയുള്ളൊരു അവസ്ഥയിലേക്ക് സമുദായം എത്തിച്ചേരുമ്പോൾ സമുദായത്തിന് വരാനിരിക്കുന്ന വിപത്തിനെ പറ്റിയാണ് അഷ്റഫുൽ ഖൽഖ് നബിയുനാ റസൂലുള്ളാഹി തങ്ങൾ വലിയ താക്കീത് നമുക്ക് തന്നെ. ചുമ്മാ ചിന്തിക്കും, അത് വിലയിരുത്ത്. ലോകം അതിന്റെ അവസാനത്തിലേക്ക് അടുക്കുകയാണ്. നമുക്കൊക്കെ ഈ ഒരു അസുഖം ഉണ്ടെങ്കിൽ പരിഹാരമാർഗം സലാത്തുള്ളൂ. തങ്ങൾ പറയാ, ഒരു സലാത്ത് നിങ്ങൾ ഒരു റസൂലുള്ളാഹി തങ്ങളുടെ സന്നിധിയിലേക്ക് സമർപ്പിച്ചാൽ നിങ്ങൾക്ക് കിട്ടാനിരിക്കുന്നത് 10 പാപം അതിന്റെ മേൽ പൊറുക്കപ്പെടുന്നു. 10 പാപങ്ങൾ ഒരു സലാത്ത് കൊണ്ടിട്ട് അവർക്ക് പൊറുക്കപ്പെടുന്നു. 10 അസ്വസ്ഥതകൾ അസ്വസ്ഥതകൾ അവരിൽ നിന്ന് നീക്കപ്പെടുന്നു. 10 പദവികൾ ഒരു സലാത്ത് കൊണ്ടിട്ട് ഉയർത്തപ്പെടുന്നു. ലോകത്ത് തുല്യതയില്ലാത്ത അമല നിങ്ങളോട് നടത്തിക്കൊണ്ടിരിക്കുന്നു. തുല്യതയില്ലാത്ത അമല്. ബഹുമാനികളെ പോടുന്നു. അക്കത്തേക്കൊക്കെ നമ്മൾ കൊണ്ടല്ലോ. മസ്ജിദുൽ ഹറാമിൽ കയറിയാൽ കഅബാലയത്തിനെ കണ്ടുകൊണ്ടൊരു മനുഷ്യൻ ഒരു അസ്തഗ്ഫിറുല്ലാഹ് പറഞ്ഞാൽ 1 ലക്ഷം കൂലി. അങ്ങനെയല്ലേ? എന്താണ്? 1 ലക്ഷം മലക്കുകൾ നമ്മളോടൊപ്പം ഇബാദത്തിൽ പങ്കെടുക്കുകയാണ്. ആ മലക്കുകളുടെ ഇബാദത്തിന്റെ കൂലി നമുക്ക് അതിയച്ച്. ഇത് ഹറമിന്റെ പവറാണ്. ജമാഅത്തിൽ നമ്മളിവിടെ ഒരു പള്ളിയിൽ പങ്കെടുക്കുമ്പോൾ അല്ലെങ്കിൽ എവിടെയെങ്കിലും പങ്കെടുക്കുമ്പോൾ നമ്മളോടൊപ്പം 27 മലക്ക് നിസ്കാരത്തിൽ പങ്കെടുക്കുകയാണ്. 27 ഇരട്ടി കൂലി നമുക്ക് കിട്ടുകയാണ്. ഈ കൂലിയൊന്നുമല്ല ഒരു സലാത്തിനുള്ളത്. ഒരു സലാത്ത് പരിശുദ്ധ റൗളയിലേക്ക് ഒരു മനുഷ്യൻ സമർപ്പിക്കുമ്പോൾ മഹാനായ നബി തങ്ങളുടെ മറ്റൊരു പ്രവചനത്തിൽ കാണാം, കിഴക്ക് പടിഞ്ഞാറ് നിറഞ്ഞു നിൽക്കുന്ന ചിറകുകളുള്ള ഒരു പക്ഷി. ആ പക്ഷിയുടെ കാല് 7-ാം ഭൂമിയുടെ അടിയിൽ, അതിന്റെ ശിരസ് അല്ലാഹുവിന്റെ അർശിന്റെ താഴെ. ഒരു മനുഷ്യൻ ഒരു സലാത്ത് ചെല്ലുമ്പോൾ പക്ഷി ബഹ്റുന്നൂറിനകത്തേക്ക് മുങ്ങി അതിന്റെ ചിറക് കുടയുമ്പോൾ ഓരോ ചിറകിലുള്ള ഓരോ തൂവലുകളുടെയും എണ്ണം ലോകത്തുള്ള സൃഷ്ടികളുടെ എണ്ണം. ഇത്രയും തുള്ളികളെ കൊണ്ടിട്ട് പടച്ചോൻ വരാൻ മലക്കുകളെ സൃഷ്ടിക്കുകയും ആ മലക്കുകൾ സലാത്ത് ചെല്ലിയ വ്യക്തിക്ക് വേണ്ടി റബ്ബിനോട് പൊറുക്കലിനെ തേടുകയും ചെയ്യുന്നു. ഒരു സലാത്ത് കൊണ്ടിട്ട് എന്തോരം പൗറാട്ടണേ നോക്ക്. ഒരു പ്രാവശ്യം സലാത്ത് ചെല്ലുമ്പോൾ ഈ മലക്ക് മുങ്ങി പൊങ്ങുന്നു. മലക്കിന്റെ ചിറകാണ്. മലക്കിന്റെ ഒരു ചിറക് ലോകത്തിന്റെ കിഴക്ക്, ഒരു ചിറക് ലോകത്തിന്റെ പടിഞ്ഞാറ്. ഇങ്ങനെയുള്ള ഈ മലക്ക് ഈ ഒരു സലാത്ത് ഒരാൾ ചെല്ലുമ്പോൾ ഈ ബഹ്റുന്നൂറിലേക്ക് അങ്ങോട്ട് മുങ്ങിക്കൊണ്ട് ഇതിന്റെ ചിറക് അങ്ങോട്ട് കുടഞ്ഞാൽ ഓരോ തൂവലും, അതായത് ലോകത്തുള്ള മുഴുവൻ സൃഷ്ടികളുടെ എണ്ണമാണ് ഈ തൂവലുകളുടെ എണ്ണം. അപ്പൊ ഒരു സലാത്ത് ചെല്ലുമ്പോൾ എത്ര മലക്കുകളാ ആ സലാത്ത് ചെല്ലുന്ന വ്യക്തിക്ക് വേണ്ടിയിട്ട് സൃഷ്ടിക്കും കണക്കാക്കാൻ പറ്റില്ല. നമ്മുടെ നിസ്കാരം കൊണ്ടോ നോമ്പ് കൊണ്ടോ സക്കാത്ത് കൊണ്ടോ ഹജ്ജ് കൊണ്ടോ മറ്റു അഅ്മാലുകളെ കൊണ്ടല്ല നമ്മളെ പദവി വരുന്നത്. അങ്ങനെയാണെങ്കിൽ ഉമ്മാനികളെ അല്ലാഹു തആല നമുക്ക് ചെയ്തിരിക്കുന്ന അനുഗ്രഹങ്ങളൊക്കെ നിന്നൊക്കെ ഈ കണ്ണല്ല എന്നല്ലേ ഇനി നമ്മൾ എന്താ പകരം കൊടുത്തത്? ഓരോന്നിനും പകരം വെക്ക്. അല്ലാഹുവേ, കണ്ണിന് പകരം ഞാൻ നിസ്കരിക്കുകയാണ്, കാതിന് പകരം ഞാൻ നിനക്ക് നോമ്പെടുക്കുകയാണ്, ചുണ്ടിന് പകരം ഞാൻ നിനക്ക് സക്കാത്ത് കൊടുക്കുകയാണ്, കണ്ണ് പിന്നെ നാക്കിന് പകരം ഞാൻ നിനക്ക് ഹജ്ജ് ചെയ്യാൻ. ഇവിടെ ഉള്ളത് തീർന്നു, 5 തീർന്നു. ഇനി ഹാർട്ടിന് എന്ത് കൊടുക്കും? തലച്ചോറിന് എന്ത് കൊടുക്കും? വൃക്കയ്ക്ക് എന്ത് കൊടുക്കും? ശരീരത്തിൽ 1 ലക്ഷം കിലോമീറ്റർ ഞരമ്പാന്ന വൈദ്യശാസ്ത്രം വേണം. ഞരമ്പിന് എന്ത് കൊടുക്കും? ഓരോ ജോയിന്റുകൾക്ക് എന്ത് കൊടുക്കും? ഇതൊക്കെ പകരം കൊടുക്കണ്ടേ?
അല്ലാഹു തആലക്ക് എന്ത് കൊടുക്കും നമുക്ക് പകരം? ഒന്നും കൊടുക്കാനില്ല. വിലമതിക്കപ്പെടാൻ കഴിയാത്ത അല്ലാഹുവിന്റെ ലിഖായിനും സ്വർഗത്തിന് നമുക്ക് അവസരം കിട്ടുകയും ചെയ്യണം. ഇതെങ്ങനെ കിട്ടും ബഹുമാനികളെ? ഇത് കിട്ടുന്നത് പടച്ചതമ്പുരാൻ പടപ്പുകളാവുന്ന ഈ മനുഷ്യരെ സൃഷ്ടിക്കുമ്പോൾ ആ സൃഷ്ടിപ്പിനോട് എതിരഭിപ്രായം പ്രകടിപ്പിച്ച മലക്കുകളിൽപ്പെട്ട വിഭാഗത്തിനെ കൊണ്ട് ഈ മനുഷ്യർക്ക് അല്ലാഹു തആല ഇബാദത്ത് എടുപ്പിച്ച് ഹദിയ ചെയ്യിപ്പിക്കുക. നമ്മളെ സൃഷ്ടിച്ചപ്പോ എതിരഭിപ്രായം പറഞ്ഞാലേ മലക്കുകൾ ഈ കുഴപ്പമുണ്ടാക്കുന്ന മനുഷ്യനെ ഭൂമിയിലേക്ക് ഉണ്ടാക്കണമെന്നാണ് ചോദിച്ചത്. അതാ എതിരഭിപ്രായം. ആ മലക്കുകളുടെ വിഭാഗത്തിൽപ്പെട്ട വർഗത്തിനെ കൊണ്ട് മനുഷ്യർക്ക് അല്ലാഹു തആല ഇബാദത്ത് ചെയ്യിപ്പിക്കുക. അത് ഏറ്റവും കൂടുതൽ ഈ മലക്കുകളെ കൊണ്ട് ഈ സലാത്തിനാ. ഈ മലക്കുകളെ കൊണ്ട് ഇബാദത്ത് എടുപ്പിക്കുന്നത് ഏറ്റവും കൂടുതൽ സലാത്തിനാണ്. ഒരു സലാത്തിന് ഈ രീതിയിലുണ്ടെന്ന് ബഹുമാനപ്പെട്ട നബിമാർ റഹ്മത്തുള്ളാഹി തആല എഴുതി വെച്ചിട്ടുണ്ട്. അപ്പൊ നമ്മൾ 10 സലാത്തിൽ കഴിഞ്ഞാൽ നമുക്ക് വേണ്ടി സൃഷ്ടിക്കുന്ന മലക്കുകളുടെ എണ്ണം എത്രയാണെന്ന് കണക്കൂട്ടി വയ്ക്കും. ചിലരിപ്പോ കണക്കൂട്ടുന്ന അതല്ല, എനിക്കറിയാം, അതല്ല അവിടെ ചിലർ കണക്കൂട്ടുണ്ട്. മാവിലിയാരെ ഈ ഒരു സലാത്ത് ചെല്ലുമ്പോ ഈ മലക്ക് ഒരു പ്രാവശ്യം മുങ്ങിയിട്ട് ചെറു കൊടയുന്നല്ലോ പറഞ്ഞു. അതെ, അത് ഞങ്ങളിങ്ങനെ പുടുപുടു നമ്മുടെ സലാത്തിലേക്ക് തന്നെ ഈ മലക്ക് എങ്ങനെയാ മുങ്ങണേ അതെന്ന് പറഞ്ഞു. അതിന് മുങ്ങുക അവ മലക്ക് ചത്തുവും അല്ല പൊങ്ങാൻ പറ്റൂല, ഇവരെ ചത്തുവില്ലേ. ബഹുമാനികളെ, ഈ മലക്ക് ഈ സലാത്ത് കൊണ്ട് മലക്കുകളെ സൃഷ്ടിക്കുന്നതിന്റെ ഒരു ഉപമ പറഞ്ഞു പഠിപ്പിച്ചതേ കണ്ടത്. ഉളുഹിയ നമ്മൾ അർത്ഥം കൊടുക്കണ്ട. ഉളുഹിയ അർത്ഥം കൊടുക്കുന്ന ഒരു മനുഷ്യന് അയാൾക്ക് കിട്ടുന്ന മഹത്വം എന്താണെന്നറിയോ? സലാത്തിന്റെ പവർ നോക്കിക്കോ. ഉളുഹിയ അറക്കുന്ന മൃഗത്തിന്റെ ശരീരത്തിൽ നിന്നും തെറിച്ചു വീഴുന്ന ഈ ഇമാമ്യങ്ങൾ വെള്ളിയാഴ്ച ചുമ്മാ ആഹ്വാനം ചെയ്യണതല്ല. നിങ്ങൾ ഉളുഹിയ അറക്കുന്ന മൃഗം കൊഴുപ്പുള്ളതായിരിക്കണം. അതിന്റെ കൊഴുപ്പില്ലാത്തതിന് അർത്ഥം മുറിയില്ലേ? കൊഴുപ്പുള്ളതായിരിക്കണം, കേടുപാടുകളില്ലാത്തതായിരിക്കണം. ഈ രീതിയിലെല്ലാം മൃഗത്തിനെ സംബന്ധിച്ച് ഇമാമികൾ ആഹ്വാനം ചെയ്യുന്നുണ്ടെങ്കിൽ എന്തിനാണ് കൂടുതൽ രക്തം ഈ ഭൂമിയിൽ വീഴണം? ഓരോ തുള്ളി രക്തം കൊണ്ടും ഓരോ മലക്കുകൾ സൃഷ്ടിക്കുകയാണ്. ഈ മലക്കുകൾ ഖിയാമത്ത് നാൾ വരെ ഉളുഹിയ അറക്കുന്ന വ്യക്തിക്ക് വേണ്ടി അല്ലാഹുവോട് പൊറുക്കലിനെ തേടുകയാണ്. നോക്കിക്കേ, ഇതെല്ലാം ബഹുമാനികളെ അല്ലാഹു സുബ്ഹാനഹു വ തആല മലക്കുകളെ കൊണ്ടിട്ട് നമുക്ക് പണിയെടുപ്പിക്കുന്നതാണ്. ഇങ്ങനെ ഉളുഹിയ അറക്കുന്ന ഒരു മൃഗത്തിന്റെ ചോരയുടെ തുള്ളിയുടെ കണക്കനുസരിച്ച് മലക്കുകളെ സൃഷ്ടിക്കുകയാണെങ്കിൽ സലാത്തിന്റെ മലക്കുകളെ സൃഷ്ടിക്കുന്നതിന്റെ എണ്ണം നോക്കിയിട്ട് അതേ പറഞ്ഞേ. മസ്ജിദുൽ ഹറാമിൽ കയറുന്നതിന്റെയും അതുപോലെ ലൈലത്തുൽ ഖദറിന്റെയും ഉളുഹിയ അറക്കുന്നതിന്റെ ഇതിന്റെ ഒന്നും ഈ സലാത്തിന്റെ ഒരറ്റത്തേക്ക് എത്തൂല. ഇതിന്റെ ഒന്നും പവർ. ഇതാണ് സലാത്തിന്റെ മഹത്വം. ബഹുമാനികളെ, ഈ നിലയ്ക്ക് മഹത്വവൽക്കരിക്കപ്പെട്ട തുല്യതയില്ലാത്ത ഈ അമല് സമുദായത്തിന്റെ ഇടയിൽ നിന്നും പോകുന്ന ഒരു കാലഘട്ടം വരുമെന്ന് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് നേരത്തെ മുന്നറിയിപ്പുകൾ കേട്ടിട്ടുണ്ട്. എങ്ങനെയാണെന്നറിയോ? ഇന്ന് നമ്മുടെ ഇടയിൽ അതൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. യതഖാറബുൽ സമാൻ, ലോകം അതിന്റെ അവസാനത്തിലേക്ക് എത്തുകയാണ്. കണ്ടോണ്ടിരിക്കുകയല്ലോ ബഹുമാനികളെ. എല്ലാ ഭാഗത്തും അസ്വസ്ഥത. കുടുംബത്തിൽ മാത്രമല്ലല്ലോ അസ്വസ്ഥത. ചിന്തിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം ദുനിയാവിൽ അസ്വസ്ഥതയല്ലേ? ആഗോള തലത്തിൽ മുസ്ലിം ഉമ്മത്ത് വല്ലാത്ത ദുരിതത്തിലേക്ക് അകപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. പരിഹാരമാർഗം നമ്മൾ തന്നെ ഉണ്ടാക്കണം ബഹുമാനികൾ. ട്രിമ്പിന്റെ ഇതിൽ നമ്മളിവിടെ കണ്ടു മുദ്രാവാക്യം വിളിച്ചിട്ടൊന്നും കാര്യമില്ല. അല്ലെങ്കിൽ ഇന്ത്യ ഭരിക്കുന്ന ഒരു ധിക്കാരിയായ ഭരണാധികാരിയാണ്, അയാളുടെ പേരിൽ നമ്മൾ ഒച്ചപ്പാണ്ടാക്കിയിട്ട് കാര്യമില്ല. നമ്മൾ പരിഹാരത്തിന്റെ മാർഗം എന്താണെന്ന് നോക്കിയിട്ട് അത് ചെയ്യണം. രോഗം വന്ന് എന്താ ചെയ്യാ? രോഗം വന്നാൽ ചികിത്സിക്കണം, അല്ലാണ്ട് ഒച്ചപ്പാടുണ്ടാക്കിയ രോഗം മാറുമോ? നമ്മൾ ഏത് ചികിത്സ കൊടുക്കേണ്ടത്? ലോകം അതിന്റെ അവസാനത്തിലേക്ക് എത്തുന്നത് എവിടെ ശ്രദ്ധിച്ച്? ആകെ കൊലപാതകങ്ങളും കുട്ടീശ്വരങ്ങളും പ്രശ്നങ്ങളുമാണെങ്കിൽ ഇതിന്റെ എല്ലാം ഉത്ഭവം ഇടുന്ന നബി നിങ്ങളിലുണ്ടെങ്കിൽ അല്ലാഹു തആല നിങ്ങളെ കൈകാര്യം ചെയ്യൂല കേട്ടോ, നിങ്ങൾ ശിക്ഷിക്കില്ല. നബിത്തങ്ങൾ നമ്മുടെ കൂട്ടത്തിൽ ഉണ്ടാകണം. എങ്ങനെയാണ് നബി നമ്മുടെ കൂട്ടത്തിൽ ഉണ്ടാവണം? ബഹുമാനികളെ, നമ്മളോടൊപ്പം ഇന്ന് അല്ലാഹുവിന്റെ റസൂലുണ്ടോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉണ്ടെങ്കിൽ ഏറ്റവും പ്രധാനമായിട്ട് നമ്മുടെ ജീവിതത്തിൽ വരുന്ന ഒന്നാമത്തെ ഘടകപ്പേര്. കാരണം ഖൈറിന്റെ എല്ലാ കവാടങ്ങളും തുറക്കുന്നത് സലാത്ത് കൊണ്ടിട്ടാണ്. സലാത്ത് കൊണ്ടിട്ടാണ് എല്ലാ ഖൈറുകളും കടന്നു വരുന്നത്. അങ്ങനെ വരുമ്പോഴാണ് നമുക്ക് സുന്നത്ത നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരാൻ പറ്റുള്ളൂ. അപ്പോഴാണ് നബിത്തങ്ങൾ പരിപൂർണമായിട്ട് നമ്മളിലേക്ക് കടന്നു വരിക. ലോകം അതിന്റെ അവസാനത്തിലേക്ക് എത്തുമ്പോൾ ഉണ്ടാകുന്ന ചില ദുഷിച്ച അടയാളങ്ങളെ പറ്റി നബിത്തങ്ങൾ എണ്ണിട്ട് വരുന്നു എന്ന് ശ്രദ്ധിച്ചു നോക്കി. യതഖാറബു സമാൻ, ലോകം അതിന്റെ അവസാനത്തിലേക്ക് എത്തുകയാണ്. അങ്ങനെ ആയി ഉമ്മകളെ ഏറെക്കുറെ എല്ലാ അടയാളങ്ങളും ഒക്കെ കണ്ടു തുടങ്ങിക്കഴിഞ്ഞു. ഇനി വലിയ ചില അടയാളങ്ങൾ, അതായത് പടിഞ്ഞാറ് നിന്ന് സൂര്യൻ ഉദിക്കുക, അതുപോലെ യഅജൂജ് മഅജൂജ് പുറപ്പെടുക, ദജ്ജാൽ ഇറങ്ങുക, ഇങ്ങനെയുള്ള വലിയ അടയാളങ്ങളല്ലാതെ ചെറിയ അടയാളങ്ങൾ ഏറെക്കുറെ കണ്ടു കഴിഞ്ഞു. ഇതാണ് ലോകം അതിന്റെ അവസാനത്തിലേക്ക് എത്തുന്നു. യൻഖുസുൽ ഇൽമ്,
ഇതൊന്ന് ശ്രദ്ധിച്ചോട്ടോ, ഇതിന്റെ ക്രമാനുസരിച്ച് നിങ്ങളൊന്ന് മനസ്സിലാക്കിക്കോ. സലാത്ത് നമ്മളിൽ നിന്ന് പോയാൽ നമുക്ക് വരാനിരിക്കുന്ന വിപത്തുകളും നാശങ്ങളും എണ്ണി എണ്ണി പറയുകയാണ്. എണ്ണി ബഹുമാനികളെ, അന്ത്യശ്വാസം വലിക്കുമ്പോൾ അല്ലാഹുവിന്റെ റസൂലിനെ കണ്ടുകൊണ്ട് മരിക്കണം. നമ്മൾ അതിനുവേണ്ടി ജീവിക്കുന്നവരാ. സലാത്താണ് അതിന് വേണ്ടിയുള്ള പരിഹാരമാർഗം. സലാത്ത് പരിഹാരം. സലാത്ത് കയറി വരുമ്പോൾ ജീവിതത്തിന്റെ ശൈലി മൊത്തം മാറുകയെ. അതുകൊണ്ടിട്ടാണ് ഇല്ല ബഹുമാനികൾ, എവിടെ ശ്രദ്ധിച്ചോ, ലോകം അതിന്റെ അവസാനത്തിലേക്ക് എത്തുന്നു, വിജ്ഞാനം കുറയുന്നു. നബി തങ്ങൾ പറയുന്നു യൻഖുസുൽ ഇൽമു, വിജ്ഞാനം കുറയുകയാണ്. ചിലപ്പോ ഇത് നിങ്ങള് ഒറ്റയടിക്ക് അർത്ഥം പറഞ്ഞാൽ നിങ്ങളിതിപ്പോ അംഗീകരിക്കില്ല. എന്റെ ഭാഷയിലേറെ വിജ്ഞാനം കുറയുന്നു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോ എവിടെയാണ് മനുഷ്യർക്ക് വിജ്ഞാനം കുറവ്? പണ്ടൊക്കെ വരെ പിന്നെ MBBS എടുക്കണമെങ്കിൽ ഇവിടുന്ന് ഹയർ സ്റ്റേജിലേക്ക് പോകണം, എഞ്ചിനീയർ ആവണമെങ്കിൽ വേറെ രാജ്യത്തേക്ക് പോകണം. ഇപ്പൊ നമ്മുടെ ഇടവും വലവും തെക്കും വടക്കും എല്ലാം എങ്ങോട്ട് തിരിഞ്ഞു വെക്കാനും ഇഷ്ടം പോലെ എഞ്ചിനീയറിംഗ് കോളേജ്, ഇഷ്ടം പോലെ MBBS പഠിക്കാനും ഡോക്ടറാകാനുള്ള എല്ലാ സൗകര്യങ്ങളും. പിന്നെ എവിടെയാണ് ഇൽമു കുറഞ്ഞത്? എല്ലാ ഭാഗത്തും ഇൽമുണ്ടല്ലോ. അതുപോലെ ഒരു 10-50 കൊല്ലം മുമ്പൊക്കെ ഖുർആൻ പഠിക്കണമെങ്കിൽ പൊന്നാനി പോണായിരുന്നു. ഇപ്പൊ നമ്മുടെ ഇവിടെ നിന്നിട്ട് തെക്കോട്ട് വയ്ക്കാനും വടക്കോട്ട് വയ്ക്കാനും പടിഞ്ഞാട്ട് വയ്ക്കാനും കിഴക്കോട്ട് വയ്ക്കാനും ആകെ അറബി കോളേജുകളും പള്ളി ദർസുകളും സ്ഥാപനങ്ങളും വ്യാപകമായിട്ട്. പിന്നെ എവിടെയാണ് വിജ്ഞാനം കുറഞ്ഞേക്കുന്നത്? നബി തങ്ങൾ പറഞ്ഞു ലോകം അതിന്റെ അവസാനത്തിലേക്ക് എത്തുമ്പോൾ വിജ്ഞാനം കുറയും. ഇതെങ്ങനെയാ ബഹുമാനികളെ തങ്ങളിൽ കുറയൂന്ന് പറഞ്ഞത്? ഒരു 50 കൊല്ലം മുമ്പ് വെല്ലൂർ ബാഖിയാത്തുസ്സാലിഹാത്തിൽ നിന്നും MFP എടുത്തു വന്ന ഒരു ആലിമിനെ നമ്മുടെ മുമ്പിൽ കൊണ്ടുവന്നിരുത്താം. ഈ കഴിഞ്ഞ വർഷം അതേ MFP സനതെടുത്ത ഒരു ആലിമിനെ കൊണ്ടുവന്ന് മുമ്പിലിരുത്തുക. രണ്ടുപേരുടെ മുമ്പിലേക്ക് ഒരു കിതാബ് വെച്ചു കൊടുക്കുക. ഈ ഇരിക്കുന്ന 50 കൊല്ലം മുമ്പ് സനതെടുത്ത ആലിമിന്റെ മുമ്പിൽ ഈ ഇരിക്കുന്ന ആലിമിനോട് കിതാബ് ഒന്ന് ഒരു പുറത്തുനിന്ന് വായിക്കാൻ പറയാം, ഒരു പേജൊന്ന് വായിക്കാൻ പറയാം. ഇൽമിന്റെ മൂല്യം കുറയുക. പഠിക്കുന്നുണ്ട്, പക്ഷെ പഠിക്കുന്നത് ദീനിന് വേണ്ടിയിട്ടല്ലാത്തൊരു കാലഘട്ടം വരിക. വ്യാപകമായി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. മതപരമാകുന്ന വിജ്ഞാനത്തിന് പരിഗണനയേ ഇല്ല. അത് വേറെ കാര്യം. 10ാം ക്ലാസ്സിൽ പരീക്ഷ എഴുതുമ്പോൾ കൊച്ചിനെ ഭീഷണിപ്പെടുത്തുന്നത് അങ്ങനെയാണ്. നീ എങ്ങാനും തോറ്റുപോയാൽ പഠിച്ചവനാണ് നിന്നെ കൊണ്ടുവന്ന് പള്ളി എറിച്ചു കൊണ്ടുവന്നാക്കും. ഭീഷണിപ്പെടുത്തുന്നത് അങ്ങനെയാണ്. ബഹുമാനികളെ, അങ്ങനെയൊക്കെ ഉള്ള ഒരു ശൈലിയിലേക്ക് ഇത് കാര്യങ്ങൾ എത്തിയെങ്കിൽ എവിടെയാ മുൻതൂക്കം? പറ. ഇപ്പൊ തന്നെ നമ്മുടെ മക്കളെയൊക്കെ നോക്കിക്ക, ഒരു കുഞ്ഞ് മാറിൽ നിന്ന്, ഒരു മാതാവിന്റെ മാറിൽ നിന്ന് പിടിവിട്ടാൽ പിന്നെ ആ കുഞ്ഞിനെ കൊണ്ടുവന്ന് ചേർക്കുന്നത് എവിടെയാ? നമ്മളൊക്കെ അൽഹംദുലില്ലാ അതിനൊക്കെ പരിഹാരമാർഗമായിട്ട് അതിന് സൗകര്യപ്പെട്ടതിനൊക്കെ സൗകര്യപ്പെടുത്തുന്നുണ്ട് പല ഭാഗത്തൊക്കെ, ഇല്ലാന്നല്ല പറയുന്നത്. പക്ഷെ ഇന്ന് കൊണ്ടുവന്ന് ഏൽപ്പിക്കുന്നത് എവിടെയാ? മാറിടത്തിൽ നിന്നും വിട്ട കുഞ്ഞിനെ കൊണ്ടുവന്ന് നേരെ കൊണ്ടുവന്ന് ഏതെങ്കിലും ഒരു സ്ത്രീയോയോ ഏതെങ്കിലും ഒരു സ്ഥാപനത്തിന് ഏൽപ്പിക്കുക. വൈകുന്നേരം ആകുമ്പോഴാണ് വിളിച്ചുകൊണ്ടുവന്നത്. മാതാവിന്റെ മടിത്തട്ടിൽ നിന്നും തർബീയത്ത് കിട്ടേണ്ട ഒരു കുട്ടി മാതാവിനെ കാണാത്ത അവസ്ഥയിൽ ജീവിക്കുകയാണ്. പല പേരുകൾ നമ്മളൊക്കെ ഇടുന്നത് കണ്ടില്ലേ? വർണ്ണത്തിനെ തല്ലി വല്ലാതെ അപകടമാക്കി എന്നൊക്കെ പറഞ്ഞ് കഴിഞ്ഞ ദിവസം പത്രത്തിലുണ്ടായല്ലോ. അത് മാത്രമല്ല മകളെ, പല റിപ്പോർട്ടുകളും പല ഭാഗത്തൊക്കെ ഉണ്ട്. 10-25 കുട്ടികളുണ്ടെങ്കിൽ 1-2 ആയിക്കോ അല്ലെങ്കിൽ ടീച്ചറിനോ നോക്കാൻ പറ്റൂല. അപ്പൊ എന്ത് ചെയ്യും? മിഠായി കൊടുക്കുന്നു. ഈ മിഠായി എപ്പിക്കഴിഞ്ഞാൽ കൊച്ചു പിന്നെ അവിടെ ശാന്തമായിട്ട് അനങ്ങാതെ കിടന്നോളും, ഒരു കുഴപ്പമുണ്ടാവില്ല. വീട്ടിലേക്ക് എടുത്തോണ്ട് ചെല്ലുമ്പോ കെട്ടിയോ പറയും കെട്ടിയോട്, ഈ കൊച്ചിപ്പോ നല്ല അനുസരണയിലാട്ടോ, ഒരു ചിത്താന്തോ ഇല്ല, ഒരു വാശിയില്ല, ഒരു തൊളോളിയില്ല, ഒരു കുഴപ്പമില്ല. കാരണം എന്താ? മിഠായി കൊടുത്തേക്കോൺ. എന്ത് മിഠായി കുട്ടിക്ക് കൊടുക്കുന്നത്? പല ഭാഗത്തും ഇത് സംഭവിക്കുന്നുണ്ട് എന്നുള്ളതാ പരമാർത്ഥം. കറുപ്പാണ് ഈ കുട്ടിക്ക് കൊടുക്കണ മിഠായി. ഈ കുഞ്ഞത് കഴിഞ്ഞാൽ എന്ന് പറഞ്ഞാൽ കുഞ്ഞിനെ മുതൽ ലഹരി ഉപയോഗിപ്പിച്ച് ശീലിപ്പിക്കുന്ന ഒരവസ്ഥയിലേക്ക് കാലഘട്ടം പോവുകയാണ്. ഇതെല്ലാം ഇങ്ങനെ മാറുമോ ബഹുമാനികളെ? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് ഒരു കുഞ്ഞിനെ പഠിപ്പിച്ചതിന്റെ പേരിൽ ഉപ്പാടെ ഖബർ അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്തു കൊടുത്തു. ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം പഠിപ്പിച്ചില്ല. ഖബറിന്റെ അരികൂടെ ഇങ്ങനെ പോകുമ്പോഴേ ഖബറാളി അദാബില് കുറെ കഴിഞ്ഞാൽ വന്നിരുന്നപ്പോ കാണാം ഈ ഖബറാളി വലിയ അനുഗ്രഹത്തില് അത്ഭുതപ്പെട്ടേക്കുന്ന റൂഹുല്ലാഹി നബീന ഈസാ അലൈഹി സ്വലാത്തു വസ്സലാമിനോട് ജിബ്രീൽ അലൈഹിസ്സലാം, നബിയെ എന്താ അത്ഭുതപ്പെട്ടിരിക്കുന്നത്? അല്ലെ പെട്ടെന്ന് ഇങ്ങനെ മാറ്റം. ഈ മനുഷ്യൻ മരണപ്പെടുമ്പോൾ ഭാര്യ ഗർഭവതിയാണ്. പ്രസവിച്ച കുഞ്ഞിനെ കൊണ്ടുവന്ന് ഖുർആൻ പഠിക്കുന്ന സ്ഥലത്തുകൊണ്ടുനാക്കി. ഇതിന് പവർ ചെറുതൊന്നുമല്ല, വലിയ പവറുണ്ട്, പക്ഷെ പരിഗണന കുറവാ. ഖുർആൻ പഠിക്കുന്ന സ്ഥാപനത്തിൽ കൊണ്ടുവന്നാക്കി. ഉസ്താദിന്റെ മുമ്പിൽ വന്ന കുഞ്ഞിനോട് ഗുരുനാഥൻ പറഞ്ഞു കൊടുത്തു, മോനെ ഞാൻ പറയുന്നത് പോലെ എന്റെ കുഞ്ഞ് പറയണം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, പരമകാരുണ്യകനും കരുണാനിധിയുമായ അല്ലാഹുവിന്റെ നാമത്തിൽ അവന്റെ കലാമിനെ ഞാൻ വായിക്കാൻ തുടങ്ങുകയാണ്. ഇത്
ഇതിങ്ങനെ ആ ഉസ്താദ് പറഞ്ഞു കൊടുത്തപ്പോൾ ആ കുരുന്നുമോൻ അവന്റെ കിളുന്ത് നാവ് കൊണ്ടിട്ട് അത് ഏറ്റുചൊല്ലി, ബഹുമാനപ്പെട്ട നബിയെ, ആ കുരുന്നുമോൻ അല്ലാഹുവിനെ പരമകാരുണ്യകനും കരുണാനിധിയുമെന്ന് വിശേഷിപ്പിച്ചെങ്കിൽ ആ കാരുണ്യം അല്ലാഹു തആല കാണിക്കണ്ടേ? ആ മോന്റെ ഉപ്പ ചെയ്ത എല്ലാ പാവങ്ങളും ആ മോന്റെ ബിസ്മിയുടെ ബർക്കത്ത് കൊണ്ട് അല്ലാഹു തആല മാപ്പ് കൊടുത്തു നബിയെ എന്ന് മുഖറബായ മലക്ക് ജിബ്രീൽ. ആർക്കാമാനികളെ ഇപ്പൊ ഇതിനൊക്കെ പരിഗണന? എന്റെ കുഞ്ഞുണ്ടായി വളർന്നു കഴിഞ്ഞാൽ ആദ്യമായിട്ട് കൊണ്ടുവന്ന് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം പഠിപ്പിക്കണം. ആർക്കൊക്കെ ഇത് താല്പര്യമുള്ള നിങ്ങൾ സ്വയം ഒന്ന് ചിന്തിക്കുന്നേ. നമ്മക്കൊക്കെ ആർക്കൊക്കെ ഇത് താല്പര്യമുണ്ട്? മദ്രസ പോയിട്ട് ഒരു കുട്ടി കൂടെ വന്നിട്ട് അസ്സലാമു അലൈക്കും പറഞ്ഞു കഴിഞ്ഞാൽ സലാം അടക്കാത്ത തള്ളമാറ എന്ന് പല കുടുംബത്തിലുള്ളത്. ആ കൊച്ചിങ്ങനെ കയറി വരുമ്പോഴേ അസ്സലാമു അലൈക്കും തള്ള ചൂലും കെട്ടിങ്ങനെ പൊക്കി പിടിച്ച്, എന്താടാ പള്ളിയിലെ മൈലാക്കട്ടെ പറഞ്ഞു എന്നോട് പറഞ്ഞത്? അതിന് പരിഗണനയില്ല. നേരെ മറിച്ച് പിന്നെ CBSE പഠിക്കുന്ന സ്കൂളിൽ നിന്ന് ആ ബസ്സിൽ വന്നിട്ട് ആ കൊച്ചു കൂടെ ഇറങ്ങിയിട്ട് മമ്മി ബാഷി സുന്നി എന്ന് പറഞ്ഞ തള്ളയ്ക്ക് പിന്നെ യാതൊരു ഒഴിവില്ല. ബാഗും മേടിക്കണില്ല, ഒരൊറ്റ ഓട്ട എന്നിട്ട് വിളിക്കും, അടി നബീസോ എന്റെ കൊച്ചി ഇംഗ്ലീഷ് പറഞ്ഞൂടി, എന്തെന്നാടി പറഞ്ഞേ? പാട്ടി സുന്നി. അല്ലാഹു അക്ബർ എന്നാൽ ഈ ഉപചാരിക്കും അറിയില്ല പറയാൻ. അതെ കൊച്ചു പറഞ്ഞ കേട്ടിട്ട് ഇങ്ങനെ ഏറ്റു പറയാണ്. അതെന്തെന്നാ അതിന്റെ പേരെന്ന് വെച്ചാൽ നിന്റെ പേരെന്തെന്നാണ് ഇന്ന് ടീച്ചർ പഠിപ്പിച്ചതാണ്. എന്തൊരു സന്തോഷാന്നേക്ക്, മറ്റേന് സന്തോഷമില്ല. ഞാൻ ചോദിക്കട്ടെടാവേ, നമുക്കൊക്കെ ആർക്കാണ് ഇപ്പൊ ഇതിനകത്തൊക്കെ ഉള്ള താല്പര്യം? അപ്പൊ ആ നിലയ്ക്കും മറിഞ്ഞു പോയില്ലേ? പറ, ആ നിലയ്ക്കും മറിഞ്ഞു, മൂല്യവും തകർന്നു. ഇതാണ് നബിത്തങ്ങൾ പറഞ്ഞത്. ഇൽമ കുറയും, വിജ്ഞാനം ഇഷ്ടം പോലെ, ലക്ഷക്കണക്കിന് രൂപ ഞാൻ തരാൻ തയ്യാറാണ് വാപ്പാ ഉമ്മ, നിങ്ങൾ സ്വസ്ഥമായ വൃദ്ധസദനത്തിൽ താമസിച്ചോ, ഞാൻ അവിടുന്ന് പണം കൂടെ അയച്ചു കൊടുത്തോളാം. ഇങ്ങനെയല്ല. ഗൾഫിൽ നിൽക്കുന്ന അറബിയുടെ അടുക്കല് എന്റെ ഉപ്പാക്ക് സുഖമില്ല ഉമ്മാക്ക് സുഖമില്ല എന്നുള്ളൊരു മെസ്സേജ് കിട്ടിയാൽ നിങ്ങളുടെ ലക്ഷങ്ങൾ എനിക്ക് ആവശ്യമില്ല, എന്റെ ഉപ്പാക്ക് ഹിദമത്തെടുക്കലാണ്, എന്റെ ഉമ്മാനെ സംരക്ഷിക്കലാണ് ഇപ്പോൾ ആവശ്യം, അതുകൊണ്ട് ഞാൻ ജോലി രാജിവെക്കുകയാണ്. ഇത് പറഞ്ഞു പോരുന്ന തലമുറ ഇന്നില്ലാത്ത അവസ്ഥയായി പോയി. അതാ വിജ്ഞാനം തകർന്നു. ശ്രദ്ധിച്ചോട്ടോ. ഖിയാമ ഞങ്ങളൊരു കണ്ടത് ലോകത്തിടക്ക് വിജ്ഞാനം കുറയുന്നു. എല്ലാ രംഗത്തും അങ്ങനെയാ, എല്ലാ രംഗത്തും. 50 കൊല്ലം മുമ്പ് ഞാലാം പള്ളിയിൽ ഇരുന്ന ഉസ്താദിന്റെ ഇൽമ ഇപ്പൊ ഇരിക്കുന്ന ഉസ്താദിന് ഉണ്ടാവില്ല. ഇനി ഒരു 25 കൊല്ലം കഴിഞ്ഞ് വരുന്ന ഉസ്താദിന് ഇപ്പൊ ഇരിക്കുന്ന ഉസ്താദിന്റെ ഇൽമ ഉണ്ടാവില്ല. ഇങ്ങനെ താഴത്തേക്ക് പോണേ, കുറഞ്ഞു പോരുകയാണ്. രണ്ടാമത്തെ അടയാളം എന്താ? പിശുക്കന്മാർ അധികരിക്കുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. എവിടെ ബഹുമാനികളെ നമ്മുടെ ജീവിതത്തിലേക്ക് നിങ്ങളൊന്ന് പറ, നമുക്ക് ആർക്കാണ് ഇപ്പൊ പിശുക്കുള്ളത്? പറ. 25 ഒരു 50 25 കൊല്ലം മുമ്പ് പോവാണെങ്കിൽ, ഈ 35 കൊല്ലം മുമ്പ് പോവാണെങ്കിൽ ഈ റോഡിന്റെ വലത്തെ സൈഡിൽ കൂടെ നമ്മൾ യാസീനോദിയൊക്കെ പോകും മാർക്കറ്റിലേക്ക്. അവിടെ ചെന്ന് സാധനമൊക്കെ മേടിച്ച് തോളത്തും തലയിലും ഒക്കെ വെച്ച് തിരിച്ച് യാസീനോദി കൊണ്ടിട്ട് ഇങ്ങോട്ട് വരും. നിങ്ങൾ പറയാം, അപ്പൊ ആലോചനയിലേക്ക് നടന്നു പോണ ആരാ ഉള്ളത് ഇവിടെ? ഈ ഇവിടെ നിന്ന് ജംഗ്ഷനിലേക്ക് നടന്നു പോണ ആരാ ഉള്ളത് ബഹുമാനികളെ? വീട്ടിൽ നിന്ന് ഇറങ്ങിയാൽ AC കാറേ കയറി അവിടെ ചെന്നു AC. ഞാൻ ചോദിക്കട്ടെ, പിശുക്കുണ്ട് അധികരിക്കും എന്ന് പറഞ്ഞാൽ ഈ സമുദായത്തിന് എവിടെയാണ് പിശുക്ക്? എവിടെയാ പിശുക്ക്? കഴിഞ്ഞ ദിവസം പിള്ളേർ മൊബൈൽ കൊണ്ടുവന്ന് എന്നെ പടം കാണിച്ചു തരുവാണ്. കാസർകോട്ടൊരു കാക്ക മോളെ കെട്ടിച്ചങ്ങനുണ്ടോന്ന് ചോദിച്ചു. എന്തേ എല്ലാ കാക്കാരും കെട്ടിക്കേണ്ട ഈ കാക്കാക്കന്റെ പ്രത്യേകത. എന്നിട്ട് പെണ്ണിന്റെ പടം കാണിച്ചു തരുവാണ്. ആകെ സ്വർണ്ണത്തെ അവളെ പൊതിഞ്ഞേക്കുവാണ്. അത് കഴിഞ്ഞിട്ട് അവിടെ നിന്ന് പിള്ളേർ നിർത്തല്ല, 2 ചെരുപ്പ് കാണിച്ചോ. ഉസ്താദേ ആ പെണ്ണിന്റെ ചെരുപ്പായത്, ചെരുപ്പും സ്വർണം. ആരാടാ അങ്ങനെയൊക്കെ നിയന്ത്രിക്കണേ? മോഡി പറഞ്ഞപ്പോ ആൾക്കാർക്ക് ഭയങ്കര പരാതി. എത്ര 50 പോനോ 60 പോനോ അതിന് കൂടുതൽ എടുക്കാൻ പാടില്ല. ഇതൊക്കെ 1500 കൊല്ലം മുമ്പ് പറഞ്ഞിട്ട് എടുക്കണേന്റെ കണക്കെത്രയാണ്? ആ കണക്കനുസരിച്ച് എടുക്കാവുള്ളൂ. അതിന്റെ കൂടുതൽ വന്നു കഴിഞ്ഞാൽ സാധുക്കളുടെ അവകാശം ഉണ്ടാവും, കൊടുത്തോളൂന്ന്. 80 ഗ്രാം അതിന്റെ മുകളിലേക്ക് വരുന്നതിനൊക്കെ കൊടുത്തോളാം. അന്ന് കണക്കിട്ടിട്ടുണ്ട്. ഇന്നിപ്പോ മോഡി കണക്ക് പറഞ്ഞപ്പോ ആൾക്കാർക്ക് വലിയ വിഷമാണ്. എല്ലാത്തിനും ഉണ്ട്. ഇതൊക്കെ ഞങ്ങളിങ്ങനെ സ്റ്റേജിൽ പറയാണ്ട് ഈ കയ്യാറിന് ചെയ്യണൊക്കെ ചോദ്യപ്പാട് ഒരു കേട്ടോ. അപ്പോഴൊക്കെ പല കാക്കാൻ പറയും, പോണ വൈകുന്നേരം പിന്നെ ഞാൻ ഉണ്ടാക്കണ കാശിന് ആര് ചോദ്യപ്പാട്, ഞാനെന്നെ കൈകാര്യം ചെയ്യണേ. ഇപ്പൊ ലക്ഷങ്ങൾ കൊണ്ടുവന്ന് കോടികൾ കൊണ്ടുവന്നിട്ടിട്ട് ചുമ്മാ ഇങ്ങനെ കൈ കെട്ടിയിരിക്കുകയാണ്. ബോധം കെട്ട് അടി മരിച്ചു. പല വാർത്തകളൊക്കെ കേൾക്കുന്നത്. എങ്ങോടാ പോയെ? എക്കേത്തിന് കണക്ക് കൊടുക്കാണ്ട് നിർത്തിയില്ല. ഇതൊക്കെ നേരത്തെ പോലെ ഞങ്ങൾ പറയുന്നതാ. കണക്കുണ്ടാവട്ടോ, ചോദ്യപ്പാടുണ്ടാവും. ഇതൊക്കെ ചോദ്യപ്പാടുണ്ടാവും എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോ ആരും അനുസരിച്ചില്ല. ഇപ്പൊ മോഡി ചോദ്യം ചെയ്യാൻ വന്നപ്പോ തന്റെ ബഹുമാനികളെ ഇതിലും വലിയ ചോദ്യം വരാൻ പോവാ. നിങ്ങൾ വിചാരണ ചെയ്യപ്പെടാൻ പോവുകയാണ്. അതിനു മുമ്പ് നിങ്ങൾ സ്വയം ഒന്ന് വിചാരണ നടത്തൂ മനുഷ്യന്മാരെ. നമ്മൾ വിചാരണ കോടതിയിലേക്ക് എത്താൻ ബഹുമാനികൾ. ആർക്കപ്പൊ ഇതിനെപ്പറ്റിയൊക്കെ ആലോചന? അത്താർ റളിയല്ലാഹു തആല വലിയ തുണിനെയ്ത്തുകാരനാണ്.
ആ മനുഷ്യന്റെ അത്രയും തുണി നെയ്യാൻ പറ്റിയ ഒരാളില്ലാതെ മനസ്സിലാക്കിയിട്ട് ഒരാളെ ഒരു തുണി നെയ്യാൻ വേണ്ടി ഏൽപ്പിച്ചു. കൊണ്ടുവന്നിങ്ങനെ വച്ചു കൊടുത്തു കഴിഞ്ഞപ്പോ ആ വാങ്ങാൻ പോണ ആളിങ്ങനെ തുറന്നു നോക്കിയിട്ട് പറഞ്ഞു, ഇതിങ്ങനെ ഇവിടെ ഉണ്ടാക്കണേനേക്കാളും നല്ലത് ഇങ്ങനെ ഉണ്ടാക്കിയിരുന്നെങ്കിൽ നിങ്ങൾക്ക് പണി എളുപ്പം കിട്ടിയാലേ കാശും കുറഞ്ഞ് കിട്ടിയാലേ ഭംഗിയായെന്നു. മിണ്ടാൻ പറ്റണില്ലാത്തതാണ്. ഇവിടെ പറഞ്ഞത് ഇവിടെ എന്തായാലും ഇത്രയും പാഠങ്ങൾ പെട്ടല്ലോ, ഇവിടെ ഇങ്ങനെ ഒരു ഇത് ചെയ്തിരുന്നെങ്കിൽ വളരെ നോട്ടമായാലേ നിങ്ങൾക്ക് പണി എളുപ്പമായാലേ നൂലും കുറച്ച് മതിയായിരുന്നു. ഈ മനുഷ്യനങ്ങ് പൊട്ടിക്കരയാൻ തുടങ്ങി. അപ്പൊ ഈ മേടിക്കാൻ പറഞ്ഞാൽ ഞാൻ ഇത് നിങ്ങൾ തൊഴിലിക്കണ്ടാകാൻ ഞാൻ ഇതിന്റെ കാര്യം പറഞ്ഞു മാത്രമേ ഉള്ളൂ. നിങ്ങളോട് പറഞ്ഞ കാശ് ഞാൻ തന്നേക്കാം, ഞാൻ ഈ സാധനം എടുത്തോളാം. ഞാൻ ഇതിന്റെ നിങ്ങൾക്ക് ഭാവിയിലേക്ക് നന്നായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞു, ഞാനിത് തള്ളുവല്ല, ഇത് ഞാൻ എടുത്തോളാം. അപ്പോഴാണ് മഹാനായ സയ്യിദുനാ റളിയല്ലാഹു തആല എന്ന് പറയാൻ, ഏ മനുഷ്യനെ, നിങ്ങൾ എടുക്കാത്തതിന്റെ പേരിലോ ഇത് വിൽപ്പന നടക്കാത്തതിന്റെ പേരിലോ ഒന്നും ഞാൻ ചിന്തിച്ചിട്ടില്ല. ഞാൻ ഏറ്റവും നല്ല തുണിനെയ്ത്തുകാരനാണെന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. തുണിനെയ്ത്തിനെ സംബന്ധിച്ച് വിവരമുള്ളവന്റെ മുമ്പിൽ വന്നപ്പോ എന്റെ ഈ തുണിനെയ്ത്ത് വളരെയധികം അപാധകൾ ചൂണ്ടിക്കാണിച്ചപ്പോൾ എനിക്ക് മറുപടിയില്ലാതെയായെങ്കിൽ ഈ ഭൂമുഖത്ത് ചെയ്യുന്ന എല്ലാം നല്ലതാണെന്നുള്ള ധാരണ ഞാൻ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ചീത്തകളെല്ലാം തുറന്നു കാണിക്കാൻ തന്റെ ഇടമുള്ള രാജാതിരാജനായ റബ്ബിന്റെ മുമ്പിലേക്ക് എന്റെ അഴിമാദികൾ നിരത്തുമ്പോൾ അതിന്റെ ചീത്തകളെല്ലാം ചൂണ്ടിക്കാണിക്കുമ്പോൾ എന്റെ അവസ്ഥ എന്തായിരിക്കും റബ്ബ് എന്ന് ചിന്തിച്ചപ്പോൾ ഞാൻ പൊട്ടിക്കറിഞ്ഞതാ സഹോദര. ആരാ ബഹുമാനികളെ ഇപ്പൊ നമ്മളിലൊക്കെ എങ്ങനെ ചിന്തിക്കണവരുള്ളത്? ഇപ്പൊ ഞങ്ങൾ പോണോടത്തോളം അവിടെ പോക്ക് തന്നെ. ആരാ ചിന്തിക്കണത് വിചാരണയെ സംബന്ധിച്ച്? നമ്മളൊക്കെ അതിലേക്ക് എത്തും ബഹുമാനികളെ. നമ്മുടെ ഇന്നത്തെ ദിവസം നേരത്തെ അവിടെ സൂചിപ്പിച്ചതുപോലെ ഇന്നത്തെ ദിവസം ഇത് ലാസ്റ്റ് ദിവസം ആരും മനസ്സിലാക്കിക്കോ. നമ്മുടെയൊക്കെ മുമ്പ് ഇതുപോലെ ഈ മജ്ലിസിലൊക്കെ കൂടിയ ആൾക്കാരൊക്കെ എത്ര ആൾക്കാരുണ്ടായി, ഒക്കെ പോയില്ലേ ബഹുമാനികളെ? എല്ലാം പോയില്ലേ? നമ്മളിനിവിടെ ശേഷിക്കേണ്ടവരാണോ? അതുകൊണ്ട് ഒരുങ്ങോ ബഹുമാനികളെ. എന്താ ഞാൻ പറഞ്ഞു വന്നത്? പിശുക്കന്മാർ അധികരിക്കുന്നതാണ്. ലോക അവസാനത്തിലേക്ക് എത്തുന്നു, വിജ്ഞാനത്തിന് കുറവ് സംഭവിക്കുന്നു. രണ്ടാമത്തേത് പിശുക്കന്മാർ അധികരിക്കുന്നു. എവിടെയാണ് പിശുക്ക് നിങ്ങൾ പറ? അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അങ്ങനെയൊക്കെ തന്നെയല്ലേ നമ്മളെ കൊണ്ടൊക്കെ കഴിവിന്റെ പരമാവധി അങ്ങോട്ട് ഇട്ട് കൈകാര്യം ചെയ്യലല്ലാതെ എവിടെ പിശുക്കല്? ചെരുപ്പ് സ്വർണ്ണത്തിലാക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ തന്നെ, ഇനി അതിന്റെ അപ്പുറത്തേക്കൊന്നും ചെയ്യാൻ പറ്റുക അതും അങ്ങനെ തന്നെ. വല്ല പിശുക്കുണ്ടോ? ഞാനൊക്കെ ഓർക്കണ്ട്, ഞാൻ കൊച്ചുനാളിൽ ഒരു കുറച്ചാൾ പള്ളിക്കൂടത്തിലൊക്കെ പോയിട്ടുണ്ട്. അങ്ങനെ പോകുമ്പോഴേ ഒരു ജോഡി ഡ്രസ്സാ, തിങ്കൾ ചൊവ്വ ബുധൻ വ്യാഴം വെള്ളി 5 ദിവസവും ഒറ്റ ജോഡി ഡ്രസ്സാ. അതിന് വേറെ മാറ്റാനൊന്നുമില്ല. കുറെ നടന്നിട്ടാണ് ഈ പള്ളിക്കൂടത്തിലേക്ക് പോണത്. അപ്പൊ പോകുമ്പോ ഇങ്ങനെ കൂട്ടുകാരുണ്ടാവും. മിനുസമുള്ള റൊട്ടി കൂടെ അല്ല പോണേ, കല്ലിന്റെ മുകളിൽ നിന്ന് കല്ലിലേക്കാണ് ചവിട്ടുന്നത്. അങ്ങനെയൊക്കെ പോകുമ്പോ ഈ നടക്കണ കൂട്ടുകാർക്ക് എളുപ്പം കിട്ടാൻ വേണ്ടി എന്ത് ചെയ്യുന്നോ, അടുത്ത തോളത്ത് പിടിച്ചോണ്ട് കൊടുക്കും. ഞാനിപ്പോഴും ഓർക്കണ്ട, അന്നൊക്കെ ആദ്യമായിട്ട് ഷർട്ട് കീറുന്നത് എവിടെയാണെന്നോ, ഇവിടെ കീറുന്നത് ലക്ഷമില്ലാതെ ഇങ്ങനെ ഉണ്ടിന്ന് കുത്തും. കാരണം അത് ഈ കൈ പിടിച്ച് ഇവിടെ അങ്ങോട്ട് കീറും. ഞാൻ ചോദിക്കട്ടെ, 5 ദിവസവും ഒറ്റ ജോഡി ഡ്രസ്സ് ഇട്ടുകൊണ്ട് പള്ളിക്കൂടത്തിൽ പോയ നിങ്ങളുടെ മക്കള് ഇപ്പൊ പോണത് എങ്ങനെയാ? ഇന്ന് ഇട്ടുകൊണ്ട് പോയത് നാളെ ഇട്ടുണ്ടോ എന്ന് പറഞ്ഞാൽ മക്കള് പോകും. ഞാൻ ചോദിക്കാം, പിന്നെ പിശുക്ക് എവിടെയാണ്? നമ്മുടെ ഏത് ജീവിതത്തിലാണ് പിശുക്കുള്ളത്? എങ്ങുമില്ല ബഹുമാനികൾ, എങ്ങുമില്ല. 1 കിലോ ചാള മേടിച്ചാൽ ഒരാഴ്ച കൂട്ടിക്കൊണ്ടിരുന്ന കാലം ഉണ്ടായി. നല്ല കുടപ്പുളിയൊക്കെ ഇട്ട് വെച്ച് ഒരാഴ്ച ആദ്യം തിരിച്ച് ചാറെടുക്കും, പിന്നെ ഒരു കഷ്ണം എടുക്കും, പിന്നെ ഇച്ചിരി വെള്ളം കൂടെ ഇട്ടിട്ട് ഉപ്പും കൂടെ ഇട്ട് ഒന്നും കൂടെ തിളപ്പിച്ചിട്ട് പിന്നെ ഒന്ന് ഇളക്കിയെടുക്കും. അങ്ങനെയാ ഒരാഴ്ച. ഞാൻ ചോദിക്കട്ടെ, ഇന്ന് 600 രൂപ വിലയുള്ള നെയ്മീൻ ഒരു 2 കിലോ മേടിച്ച് വീട്ടിലേക്കൊന്ന് കൊടുത്ത് രാവിലെ, എന്നിട്ട് രാത്രി ചോറ് ഞാൻ നേരത്തെ പെണ്ണുമ്പിളിട്ട് ചോദിച്ചേടി ഈ ഇത് തൊട്ടേ തേങ്ങാ ചമ്മന്തിയോടെ ചാടാൻ നെയ്മീനെന്ത്? നെയ്മീൻ എല്ലാവരും കൂടെ ഉച്ചയ്ക്ക് വായിട്ടില്ലേ, പിന്നെ ഇനി വൈകുന്നേരത്തേക്ക് അവിടെ വേണ്ട. ഇത് ശരിയാണോ ഞാൻ ചോദിക്കുക? ഇത് ഇപ്പൊ ഇന്നുണ്ടോ? 1200 രൂപയുടെ നെയ്മീൻ മേടിച്ചവൾ കൊടുത്തിട്ട് വൈകുന്നേരത്തേക്കില്ല. എവിടെയാണ് പിശുക്ക്? പിന്നെ എന്താ നബിത്തങ്ങൾ പറഞ്ഞത്? ഈ സമുദായത്തിന് ലോകം അതിന്റെ അവസാനത്തിലേക്ക് എത്തുമ്പോൾ പിശുക്ക് കൂടുന്നതാണ്. എന്താണ് പിശുക്ക് ജനങ്ങളെ? നിങ്ങളെ ഉദ്ദേശിച്ച പിശുക്കല്ല ബന്നാർ നബിത്തങ്ങൾ മനസ്സിലാക്കി തരുന്നത്. ആ പിശുക്കല്ല. നബിത്തങ്ങൾ നിങ്ങൾക്ക് പഠിപ്പിച്ച ലോകത്തെ ഏറ്റവും വലിയ പിശുക്കനെ ഞങ്ങൾക്ക് പഠിപ്പിച്ചേർച്ചേ. ഇത് ചോദിച്ചിട്ടാണ് നബിത്തങ്ങൾ എന്ന് പറയുന്നത്. നമ്മൾ ഉദ്ദേശിച്ച പിശുക്കല്ല ബഹുമാനികൾ. ചിലപ്പോ ദീനീ കാര്യങ്ങളിലും ചിലർക്കൊക്കെ പിശുക്കുണ്ട്. ഇതൊക്കെ നമ്മുടെ കുടുംബത്തിന്റെ കാര്യങ്ങളാണ് ഈ പറഞ്ഞത്. ദീനീ കാര്യത്തിലുണ്ട്. 1 ഏക്കർ പന്തലിട്ടിട്ട കല്യാണം നടത്തണമെങ്കിലും പിന്നെ 1 കോടിയുടെ കാറാ പെണ്ണിന് കൊടുക്കണമെങ്കിലും
500 ആടിനെ അറുത്തേക്കണെങ്കിലും അവിടെ നിക്കാഹൊക്കെ ചൊല്ലിക്കൊടുക്കുന്ന ആൾക്കാരുണ്ടാവില്ലോ, സിയ പറഞ്ഞു കൊടുക്കുന്ന ആൾക്കാർ. ഇപ്പോഴത്തെ കാര്യമല്ലേ പറഞ്ഞ. പണ്ടൊക്കെ ഈ ഖത്തീബ് ഉസ്താദിനെ ഏതെങ്കിലും ആൾക്കാർ കാണുമ്പോ, അല്ല ബൗസ്താവ് പോയില്ലേ, എന്റെ കാര്യം ഉണ്ടാവുന്നത് വേറെ ഖത്തീബ് ഉസ്താദിന്റെ കാര്യം, ബൗസ്താവ് പോയില്ലേ, ഇല്ല പോയില്ല, കൈ കൊടുത്ത് കിട്ടിയില്ലല്ലേ. അപ്പൊ ഒരു ചിരിയിരിക്കും. അപ്പൊ കിട്ടിയിട്ടില്ലാതെ കാക്കാക്ക് മനസ്സിലായി. കാക്ക വേഗം വീട്ടുകാരനെ വിളിക്കും, ഇന്നോമാരി ഇതേ ഖത്തീബ് ഉസ്താവ് പോയിട്ടില്ലല്ലോ. അല്ലോ ഞാനത് മറന്നുപോയി, പറഞ്ഞൂടാ നോക്ക്. എല്ലാവരും ഒരു വിളിക്കല ബഹുമാനികളെ. എടാ നിന്റെ മച്ചനെ വിളിച്ചിട്ട് അളിയനെ വിളിക്കും, കൊച്ചാപ്പാനെ വിളിക്കും, എളാപ്പാനെ വിളിക്കും. ഇവരെല്ലാവരും അന്തം വിട്ടിക്കണം. പഠിച്ചോനെ ഈ കല്യാണ പന്തലിൽ ഇയാളിപ്പോ അടിയന്തരമായിട്ട് മീറ്റിംഗ് വിളിക്കണെന്താ? വിളിച്ചു കഴിഞ്ഞപ്പോ എല്ലാവരോടും ചോദിക്കണതറിയോ, എന്തിനാ വിളിച്ചെന്നറിയോ? ഇല്ല, ഖത്തീബനും മുല്ലാക്കാക്കും എന്റെ കൈ കൊടുക്കണ്ടെന്ന് ഇരിക്കാൻ വിളിച്ചതാണ്. എല്ലാവരും അന്തം വിട്ട് നിൽക്കുക. അവിടെ 500 ആടിനെ മേടിച്ചിട്ടുണ്ട്. എവിടെ ആട് വില കുറച്ചിട്ടുണ്ടെന്ന് ഇവരോട് ആരോടും ചോദിച്ചിട്ടില്ല. 1 കോടിയുടെ കാറാ മേടിച്ചിട്ടേക്കണേ, എവിടെയാ കാറ് കുറഞ്ഞു കിട്ടണമെന്ന് ഇവരാരും അറിഞ്ഞിട്ടില്ല. അതുപോലെ 10 കിലോ സ്വർണം മേടിച്ചിട്ടുണ്ട്, എവിടെന്നാ കുറച്ച്, ഇതൊന്നും ആലോചിച്ചിട്ടില്ല. അപ്പൊ ഇങ്ങനെ അന്തം വിട്ടിക്കും ആരും വിടലില്ല. അപ്പൊ ഈ ഇളയ കൊച്ചാപ്പ പറഞ്ഞേ, ഒരു പണി, ആ ഖത്തീബ് ഉസ്താദിന് ഒരു 50 രൂപയും മുല്ലാക്കാക്ക് ഒരു 25 രൂപയും കൊടുക്കും. ഇത് പറയുമ്പോഴാണ് മൂത്ത കാർന്നവർക്ക് നീ എന്തുടി പറഞ്ഞേ, 50 രൂപ മുല്ലാക്കാർക്ക് ഒരു 25 രൂപ, ഈ നിനക്ക് പ്രാന്തത് അത്രയും കൊടുക്കണ്ട, മുല്ലാർക്ക് ഒരു 20 രൂപയും മുല്ലാക്കാക്ക് ഒരു 10 രൂപയും കൊടുക്കും, ധാരാളം മതി. കണ്ടോ? ഞാൻ ചോദിക്കട്ടെ എന്റെ പൊന്നാര ഹബീബന്മാരെ, ഇതൊക്കെ വളരെ മുമ്പല്ലായിരുന്നോന്നാ ചോദിക്കണേ, വളരെ മുമ്പല്ലേ ഇത്? ഇതിപ്പോ ഇന്നിപ്പോ അങ്ങനത്തെ ചർച്ച വല്ലതുണ്ടോ? ഉണ്ടാ? നിക്കാ കഴിഞ്ഞ് കഴിഞ്ഞാൽ കൈ കിട്ടുന്ന ഭാര്യ കൊണ്ട് കൊടുക്കില്ല തന്നെ. അപ്പൊ ഞാൻ ചോദിക്കാം, എവിടെയാണ് പിശുക്ക്? ഇവിടെ ഒന്നും ഒരു പിശുക്ക് നമുക്ക് ആർക്കും കാണില്ല. ദീനിന്റെ കാര്യത്തിലും കാണണില്ല, മറ്റോടത്തിലും കാണണില്ല, എല്ലാം ഭാര്യ കൊടുക്കും. പിന്നെ എവിടെയാണ് പിശുക്ക്? തങ്ങൾ പറഞ്ഞു, ഇവിടെയൊന്നും അല്ലടോ പിശുക്ക്. പിന്നെയോ, എന്റെ പേരിൽ സ്വലാത്ത് ചൊല്ലാത്തവനാണ് ലോകത്തെ ഏറ്റവും വലിയ പിശുക്ക്. അങ്ങനെയുള്ള പിശുക്ക് ഈ സമുദായത്തിന്റെ മേൽ വ്യാപകമാകുമെന്ന് മുത്ത് മുഹമ്മദ് റസൂലുള്ളാഹി. നിങ്ങൾ പറ, നിങ്ങളുടെ വീട്ടിലില്ലേ, നിങ്ങളുടെ നാട്ടിലില്ലേ, നിങ്ങളുടെ മഹല്ലിലില്ലേ? എവിടെ ബഹുമാനികളെ ഇപ്പൊ ഇല്ലാത്തത്? സലാത്ത്, ഏത് സലാത്തിന് എല്ലാവരും ചോദിക്കും, സലാത്തുണ്ടോ, ഇങ്ങനൊരു സലാത്തുണ്ടോ? ഇവൻ ചെല്ലൂല എന്ന് മാത്രമല്ല, ചെല്ലാത്തവരെ കൊണ്ട് ചെല്ലിപ്പിക്കില്ല. ലോകമെമ്പാടും വ്യാപിച്ചുകൊണ്ടിരിക്കുക. നിങ്ങൾ പറഞ്ഞോ, ഈ പിശുക്ക് ലോകമെമ്പാടും വ്യാപിക്കുന്നതാണ്. ഇതിന്ന് വ്യാപിച്ചോ വ്യാപിച്ചില്ലോ മാനുകൾ? ഒരു 10-50 കൊല്ലമൊക്കെ മുമ്പ് നമ്മുടെയൊക്കെ നാട്ടിൽ ശൈലി എന്നറിയോ? ഒരു കോളറ വന്നാൽ, അല്ലെങ്കിൽ ഒരു പ്രകൃതി ദുരന്തം വന്നാൽ, വരൾച്ച, അങ്ങനെയുള്ള വിഷയങ്ങളോ വന്നാൽ മൈതാനത്തങ്ങ് കൂടും നമ്മുടെ ആൾക്കാര്. എല്ലാം കൂടെ കൂടിക്കൊണ്ടിട്ട് അങ്ങോട്ട് ചെല്ലാൻ തുടങ്ങും. അസ്സലാത്തു അലൻ നബി വസ്സലാമു അലർ റസൂൽ അശ്ശഫീഉൽ അബ്തഹി വൽ ഹബീബിൽ അറബി. എല്ലാവരും ചെല്ലും. അപ്പൊ അവിടെ ചൊല്ലിക്കൊടുക്കുന്നയാള് അപ്പൊ എല്ലാവരും ചൊല്ലും അസ്സലാത്തു അലൻ നബി വസ്സലാമു അലർ റസൂൽ അശ്ശഫീഉൽ അബ്തഹി വൽ ഹബീബിൽ അറബി. ഇന്ന് ഇത് ഈ പറഞ്ഞത് എവിടെയെങ്കിലും ചെല്ലുവാണെങ്കിൽ, ഇന്ന് ബുദ്ധിമാന്മാരാണ്, പരിഷ്കാരികളാണ്, ലോകം അറിയുന്നവരാണെന്ന് അവകാശപ്പെടുന്ന നല്ലൊരു വിഭാഗം മാറി എന്നിട്ട് ആക്ഷേപിക്കില്ലേ? എവിടെയാണ് ഇതിനെ എതിർക്കുന്നവരില്ലാത്തത്? വ്യാപകമായിരിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ സലാത്ത് എന്താണെന്ന് അറിയില്ല. എന്താ മാനികളെ സലാത്ത് എന്ന് പറഞ്ഞാല്? അധികവും ഈ വിമർശനം വരാനുള്ള കാരണം അതാണ്. എന്താണ് സലാത്ത് എന്നറിയില്ല. കാരണം അത് തന്നെയാണ്. ഇത് ചെല്ലുമ്പോൾ ഇത് അന്നുണ്ടോന്ന് ചോദിക്കണേ. എന്റെ ബഹുമാനികളെ, അസ്സലാത്തു അലൻ നബി, ഞാനിപ്പോൾ ബൈത്തിന്റെ അർത്ഥം എന്താ? അല്ലാഹുവേ, മക്കയിൽ ജനിച്ച നിന്റെ ഹബീബാകുന്ന, നാളെ ഞങ്ങൾക്ക് മഹ്ശറിൽ ശഫാഅത്ത് ചെയ്യുന്ന ലോകാനുഗ്രഹി നബി മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മേൽ ഗുണം ചെയ്യണ റബ്ബേ, രക്ഷ ചെയ്യണ റബ്ബേ. അസ്സലാത്തു അലൻ നബി വസ്സലാമു അലർ റസൂൽ
അർത്ഥറിയില്ല. മലയാളത്തിലായാലും അല്ലാഹുവേ നീ റസൂലുള്ളാഹിക്ക് ഗുണം ചെയ്യ് റബ്ബേ, അല്ലാഹുവേ നീ റസൂലുള്ളാഹിക്ക് രക്ഷ ചെയ്യ് റബ്ബേ, ഇങ്ങനെ പറഞ്ഞാൽ അത് സലാത്താണ്. അങ്ങനെ ഒരാൾ ദുആ ചെയ്തു കഴിഞ്ഞാൽ പൊന്നാർ നബി തങ്ങൾ പറയാ റൗളായിൽ നിൽക്കുന്ന മലക്ക് ഏത് ഭാഷ എന്നല്ല ഇവിടെ പറഞ്ഞത്, ഏത് പറഞ്ഞാലും അത് സലാത്താണ്. പഠിപ്പുകൾക്ക് അറിയില്ല ബഹുമാനികളെ, ഇതിന്റെ അർത്ഥം അറിയില്ല. എന്നിട്ട് ചോദിക്കുകയാണെങ്കിൽ നബി തങ്ങളുടെ കാലത്തുണ്ടോ? ഏത് സലാത്ത് ഇല്ലാലും അത് സലാത്തല്ലേ? നബിയുടെ കാലത്തുണ്ടോ എന്ന് ചോദിക്കണെന്തിനാ? ഇപ്പൊ എന്റെ മോനൊക്കെ ഒരു തലവേദന, ഞാൻ ഇങ്ങനെ മലയാളത്തിൽ എഴുതി കൊടുത്തു, അല്ലാഹുവേ നീ റസൂലുള്ളാഹിക്ക് ഗുണം ചെയ്യ് റബ്ബേ, അല്ലാഹുവേ നീ റസൂലുള്ളാഹിക്ക് രക്ഷ ചെയ്യ് റബ്ബേ. മോനെ ഇതൊരു 100 പ്രാവശ്യം മോനോട് ചൊല്ലിയിട്ട് ആ നെഞ്ചത്തേക്ക് ഒന്ന് അങ്ങോട്ട് ഊതിക്കോ, അല്ലാഹു തആല പിന്നെ തലവേദനയൊക്കെ മാറിത്തരും. ഈ വെള്ളത്തിനകത്തേക്ക് ഊതിയിട്ട് ആ വെള്ളം അങ്ങോട്ട് കുടിച്ചു വെച്ചിട്ട് നെറ്റിയിലും പറ്റിക്കോ, ഇൻഷാ അല്ലാഹ് അല്ലാഹ് ശിഫ തരും. അങ്ങനെ എന്റെ മോനിങ്ങനെ ഈ കടലാസിനകത്ത് വെച്ചിട്ടുണ്ട്, അല്ലാഹുവേ നീ റസൂലുള്ളാഹിക്ക് ഗുണം ചെയ്യ് റബ്ബേ, അല്ലാഹുവേ നീ റസൂലുള്ളാഹിക്ക് രക്ഷ ചെയ്യ് റബ്ബേ. അപ്പൊ ചങ്ങാതി ഇത് സലാത്ത് ഈ റസൂലുള്ളാഹിയുടെ കാലത്തുള്ളതാ. ഇത് റസൂലുള്ളാഹിയുടെ കാലത്തുള്ള അങ്ങനെ ഇപ്പൊ എന്റെ വാപ്പ എഴുതി തന്നു. ഇത് റസൂലുള്ളാഹിയുടെ കാലത്തുള്ളവനെ ഇപ്പൊ എന്റെ വാപ്പ എഴുതി തന്നല്ലേ ഇത്? ഞാൻ ചോദിക്കട്ടെ, വാപ്പ എഴുതി തന്നായതുകൊണ്ട് സലാത്താവാണ്ടിരിക്കും ഹബീബന്മാർ? നിങ്ങൾ പറ. ഇന്ന് സലാത്ത് എന്താണെന്ന് ജനത്തിന് അറിയാത്തത് കൊണ്ടിട്ടാണ് ഈ വിമർശനങ്ങൾ വന്നേക്കുന്നത്. ഇതിനെങ്ങനെ എതിർക്കുകയാണ്? എല്ലാ ഭാഗത്തും ഈ വിമർശനങ്ങൾ കൂടിയ ബഹുമാനികളെ. സലാത്തിന് ആദരവില്ല. എല്ലാ സലാത്ത നമ്മളിൽ ചെല്ലുന്ന ഒക്കെ സലാത്ത. യാ നബി സലാം അലൈക്കും, യാ റസൂൽ സലാം അലൈക്കും, യാ ഹബീബ് സലാം അലൈക്കും, സലവാത്തുല്ലാഹി അലൈക്കും. പോയി ഇതൊക്കെ എത്ര ഈണത്തിൽ നമ്മുടെ മുൻഗാമികളൊക്കെ ചൊല്ലിക്കൊണ്ടിരുന്നറിയോ? പോയി ബഹുമാനോട്. ഇപ്പൊ ഇതൊക്കെ കേൾക്കാൻ കൊതിയാവുണ്ട്, കേൾക്കാൻ കൊതിയാവണം സാർ. കാരണം എന്താ, നാട്ടിൽ നിന്ന് പോയി, വീട്ടിൽ നിന്ന് പോയി. മുമ്പൊക്കെ റബീഉൽ അവ്വൽ മാസം കൂടെ വന്നു കഴിഞ്ഞാൽ എല്ലാ വീട്ടിലും കേൾക്കാം മൗലൂദുകളും സലാത്തുകളും. പോയി ഉണ്ടാവും. തങ്ങൾ പറഞ്ഞ എങ്ങനെയുണ്ട്? പിശുക്കന്മാർ ഈ സമുദായത്തിൽ അധികരിക്കുന്നതാണ്. സലാത്ത് ചെല്ലാത്ത പിശുക്കന്മാർ. ശരിയാണോ? നമ്മുടെയൊക്കെ മക്കളിൽ പലരും അങ്ങനെ ആയില്ലേ? മരുമക്കളിൽ പലരും അങ്ങനെ ആയില്ലേ? നമ്മുടെ കുടുംബത്തിലായില്ലേ? മഹലിലായില്ലേ? ഇങ്ങനെയുള്ളൊരവസ്ഥയിലേക്ക് സമുദായം എത്തിയാൽ ഇനി എന്താ വരാൻ പോണേ? അതാ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഇനി എന്താ വരാൻ പോണത്? ഇത് സംഗതി വ്യാപക എന്നുള്ളതിനെ സംബന്ധിച്ചൊരു സംശയമില്ല. ചെല്ലുന്നവരെക്കാൾ കൂടുതൽ ചെല്ലാത്തവരാണ്, ബഹുമാനിക്കുന്നവരെക്കാൾ കൂടുതൽ ഇതിനെ അവമതിക്കുന്നവരാണ്, കളിയാക്കുന്നവരാണ്. അങ്ങനെ എല്ലാ സലാത്ത ബഹുമാനികളെ മൊത്തം സലാത്ത. ബഹുമാനപ്പെട്ട ഇമാം ജസൂലി റളിയല്ലാഹു തആല അൻഹു ശിഷ്യഗണങ്ങൾ ഒരുമിച്ച് ഇങ്ങനെ യാത്ര പോകുമ്പോഴാ ജമ്മാക്കിയേക്കാ, നിസ്കാരം ജമ്മാക്കിയേക്കാണ്. ജസൂലി റളിയല്ലാഹു തആല അൻഹുവിന്റെ കൈപ്പട മദീനയില് നിങ്ങൾ ഇതിനകത്ത് പള്ളിക്കകത്ത് സൂക്ഷിച്ചു വെച്ചിട്ട് രേഖകൾ സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന കൂട്ടത്തിൽ കയറി നിങ്ങൾക്ക് കാണാം. ഫ്രെയിം ചെയ്ത് ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ബഹുമാനപ്പെട്ട ജസൂലി റളിയല്ലാഹു തആല അൻഹുവിന്റെ കൈപ്പട എന്നും പറഞ്ഞുകൊണ്ട്. ഈ ജസൂലി തങ്ങൾക്കൊക്കെ വലിയ പവർ കിട്ടിയത് എങ്ങനെയാണെന്നറിയോ? സലാത്തുകൊണ്ടാ പവർ കിട്ടിയത്. സലാത്തുകൊണ്ടാ പവർ കിട്ടിയത്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ നിന്ന് പോവാ ബഹുമാനികൾ. 5 വിഭാഗക്കാരുടെ ജനാസ ദ്രവിക്കൂലെന്ന്. അമ്പിയാക്കന്മാരാ 1, ശുഹദാക്കളാ 2, അള്ളാഹുവിന്റെ ഖുർആൻ മനഃപ്പാടമാക്കിയിട്ട് അതനുസരിച്ച് ജീവിക്കുന്നവരാ 3, അള്ളാഹുവിന്റെ ആരിഫ്യങ്ങളും ആരിഫത്തുകളോ 4. ഈ 4 എണ്ണത്തിനകത്ത് ഇവിടെ ഇരിക്കുന്ന സാധാരണക്കാർക്ക് പറ്റുമോ? നിങ്ങൾ ചുമ്മാ ചിന്തിക്കും. നബിയാവാർക്കാർക്കും പറ്റൂല്ലോ. ഷഹീദാവാൻ അള്ളാഹു ഒക്കെ പറയും. ഇപ്പൊ ഇഷ്ടംപോലെ മരണമൊക്കെ നടക്കുന്നുണ്ട്. പക്ഷെ അതിൽ ആരാ ബഹുമാനികളെ ഷഹീദാകണത്? കൊലപാതകങ്ങൾ അധികരിക്കുന്നു. പക്ഷേ അൽ ഖാതിലു വൽ മഖ്തൂലു ഫിന്നാർ നബിയുനാ റസൂലുള്ളാഹി. കൊലയാളിയും കൊല്ലപ്പെടുന്ന വ്യക്തിയും നരകത്തിലാണ്. ലോകമെമ്പാടും മുസ്ലിം ഉമ്മത്ത് കൂട്ടമായി ക്രൂരമായി കൊല ചെയ്യപ്പെടുമ്പോൾ ഈ സമുദായത്തിൽ നിന്ന് കൊല ചെയ്യപ്പെടുന്ന മനുഷ്യന്മാരും നരകത്തിലാണെങ്കിൽ പിന്നെ എന്തിനാ മാരിയുടെ ജീവിക്കുന്നത്? പറ. തങ്ങളുടെ വാക്യങ്ങളൊന്ന് പുകവലക്കെടുക്ക്. ഇന്ന് ലോകത്ത് മരിച്ചു വീഴുന്നത് മുസ്ലിം ഉമ്മത്തല്ലേ? കൊലയാളി ആരാണ്? ജൂതനും നസാറയും മജൂസിയുമല്ലേ കൊലയാളികൾ? കൊലയാളികൾ നരകത്തിലാന്ന് പറഞ്ഞെങ്കിൽ നമുക്ക് സമാധാനിക്കാമായിരുന്നു. പക്ഷേ കൊല്ലപ്പെടുന്നവരും വൽ മഖ്തൂലു ഫിന്നാർ, കൊല്ലപ്പെടുന്നവരും നരകത്തിലാണ്. എന്താ ബഹുമാനികളെ, ജീവിതം പോയി. അത് തന്നെ ജീവിതം പോയി. മുസ്ലിമാണെന്നുള്ള പേരിലാണ് കൊല ചെയ്യപ്പെടുന്നത്. പക്ഷെ ഇസ്ലാമിക ജീവിതമൊന്നും ഈ പഠിപ്പിലില്ല. പേരിൽ ഇസ്ലാമാണ്. അങ്ങനെയല്ല ഇപ്പൊ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ബഹുമാനികളെ, ആ ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിയെങ്കിൽ ശ്രദ്ധിച്ചോ, നബിമാരാകാൻ നമുക്ക് കഴിയില്ല,
അള്ളാഹുവിന്റെ ദീനിന്റെ പേരിൽ ശുഹദാക്കള എന്ന് പറയാൻ നമുക്ക് ധൈര്യം കിട്ടൂല. ഇതൊന്നും നമ്മൾക്ക് പ്രതീക്ഷിക്കാൻ പറ്റുന്നതല്ല. അള്ളാഹുവിന്റെ ഖുർആൻ പഠിച്ചിട്ട് അതനുസരിച്ച് ജീവിക്കുക. നമ്മളിപ്പോ ഖുർആൻ മനപ്പാടാക്കാൻ പോയി കഴിഞ്ഞാൽ നമ്മളെ കൊണ്ട് സാധിക്കുമോ? ഒരിക്കലും സാധിക്കണമല്ല. അള്ളാഹുവിന്റെ ആരിഫത്തുകൾ അല്ല, അങ്ങനെ ആയാൽ തന്നെ നമ്മൾ ആയിന്ന് അംഗീകരിക്കാനും പാടില്ല. അങ്ങനെയൊക്കെ മഹാന്മാര്. അല്ലാണ്ട് ഇവ പോസ്റ്റ് അടിച്ചിട്ട് ഞാൻ ഔലിയായ ശൈഖ കുത്തുബാന്ന് പറഞ്ഞുകൊണ്ട് അടിച്ചുവിടലല്ല. അള്ളാഹുവിന്റെ ഔലിയാക്കന്മാർ ആരിഫീങ്ങൾ അവർ വലിയാണെന്ന് അംഗീകരിക്കില്ലല്ലോ. അസർ നിസ്കാരം കഴിഞ്ഞിട്ട് എഴുന്നേറ്റ് എന്നിട്ട് പറഞ്ഞ് മഗ്‌രിബിന് വേറെ ആളെ ഇമാമായിട്ട് നോക്കിക്കോളാൻ പറഞ്ഞു. അള്ളാഹുവേ, ഇതെന്താ ബഹുമാനപ്പെട്ടവരിങ്ങനെ പറഞ്ഞു? ഏറ്റവും അടുത്തുള്ള ആൾക്കാരൊക്കെ ചെന്നിട്ട് ഉച്ചയ്ക്ക് കൊണ്ടുവന്ന ചോറ് കൂട്ടാനില്ലാത്തതുകൊണ്ട് മഗ്‌രിബിനേക്കാത്തെന്നല്ല ഈ പറഞ്ഞേ. എല്ലാ വേണ്ടപ്പെട്ടവരൊക്കെ അടുത്തുണ്ട്. ബഹുമാനപ്പെട്ടവരിങ്ങനെ തീരുമാനമെടുക്കാൻ കാരണം എന്താ? ഞാൻ സലാം വീട്ടിട്ട് വലത്തോട്ട് തിരിഞ്ഞെന്നിട്ട് നോക്കുമ്പോ ഒരു വലിയ ജനാവലി എന്റെ പിന്നിൽ നിസ്കരിച്ചിരിക്കുക. എന്റെ മനസ്സിലൊരു മന്ത്രം, ഈ ജനങ്ങളിലെല്ലാം ശ്രേഷ്ഠൻ ഞാനാണ്, അത് പൊളിക്കണം, ഞാനല്ല ശ്രേഷ്ഠൻ. ഈ പള്ളിയിൽ നിന്ന് ഏറ്റവും വലിയ പാപി പുറത്തു കടക്കണമെന്നൊരു പ്രഖ്യാപനം വന്നാൽ പള്ളിയിൽ നിന്ന് ആദ്യമായി പുറത്തു കടക്കുന്നവൻ ഈ പാപിയാണ്. അതുകൊണ്ട് ഞാൻ ഇമാമ നിൽക്കൂല. ഈ കിബിർ പൊളിക്കാൻ ആരിഫീങ്ങളുടെ പദവി അങ്ങനെയാണ്. ബഹുമാനികൾ ആരിഫത്തുകളുടെ പദവിയും അങ്ങനെയാണ്. അപ്പൊ നമുക്ക് ആ പദവിയിലേക്ക് എത്താം, പക്ഷെ അംഗീകരിക്കാൻ പറ്റൂല. 4 പോയോ നിങ്ങൾ പറ. 5ാമത്തെ അത് സലാത്തിനെ അധികരിപ്പിക്കുന്നവരാണെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റൂല. ജനങ്ങളെ നിങ്ങൾ ചിന്തിക്കും, നമുക്ക് ചെയ്യാൻ പറ്റൂലേ? നമ്മുടെ ജീവിതത്തിൽ മാക്സിമം ചെല്ലാവുന്നതിന്റെ അധികം. ഞാനൊരു കണക്ക് പറഞ്ഞുതരാം. ഞാൻ ചുമ്മാ കണക്ക് പറയല്ല, ഞാൻ നബിത്തങ്ങളുടെ ഹദീസ് വെച്ചുകൊണ്ടൊരു കണക്ക് പറഞ്ഞുതരാം. മൻ സല്ലലിയ മിഅത്തൻ കതബല്ലാഹു ബൈന ഐനൈഹി ബറാഅത്തുൻ മിനൻ നിഫാഖി വബറാഅത്തുൻ മിനൻ നാർ അസ്കനഹുല്ലാഹു യൗമൽ ഖിയാമത്തി മഅ ശുഹദാഇ നബിയിനാ റസൂലുള്ളാഹി. ശുഹദാ ഇവിടെ ഷഹീദൊന്നും ആവണ്ട, ഷഹീദിന്റെ പദവിയിലേക്ക് ഉയർത്തപ്പെടുകയാണ്. ഉന്നതമായ നിലവാരത്തിലേക്ക് നിങ്ങൾ എത്തിക്കപ്പെടുകയാണ്. അല്ലാഹുവിന്റെ റസൂല് സലാത്ത് ചൊല്ല് എന്ന് ധാരാളം പറയുമ്പോൾ ധാരാളം എങ്ങനെ പറയുന്നുണ്ട്? സയ്യിദുൽ അയ്യാമി യൗമുൽ ജുമുഅ, ദിവസങ്ങളുടെ നേതാവ് വെള്ളിയാഴ്ചയാണ്. അതുകൊണ്ട് നിങ്ങൾ കൂടുതൽ കിരിക്കുന്നല്ല പറഞ്ഞ് ആ വെള്ളിയാഴ്ച ദിവസം നിങ്ങൾ അധികരിപ്പിക്കുക. അസ്സലാത്തു അലയ്യ, എന്റെ പേരിലുള്ള സലാത്തിനെ അധികരിപ്പിക്കുക. വെള്ളിയാഴ്ചയുടെ പവർ വന്നിട്ട് സലാത്തിലേക്ക് അവിടെ നോട്ടിക്കണം. ഇങ്ങനെ ധാരാളം ഹദീസുകൾ സലാത്തിനെ പറ്റി കാണാം. അങ്ങനെ പറയുന്ന നബി പറഞ്ഞു, എന്റെ പേരിൽ ഒരാൾ 100 സലാത്ത് പതിവാക്കിയാൽ 100 സലാത്ത് പതിവാക്കിയാൽ കതബല്ലാഹു ബൈന ഐനൈഹി, ആ മനുഷ്യന്റെ മുഖത്ത് അല്ലാഹു തആല രേഖപ്പെടുത്തും ബറാഅത്തുൻ മിനൻ നിഫാഖ് വ ബറാഅത്തുൻ മിനൻ നാർ. ഈ വ്യക്തി നരകാവകാശിയല്ല, ഈ വ്യക്തി മുനാഫിഖല്ല, മുഖത്ത് രേഖപ്പെടുത്തും. 100 സലാത്ത്. ജനാസ ദ്രവിക്കാതിരിക്കുന്നതിനെ പറ്റി പറഞ്ഞു വന്നപ്പോ ഞാൻ പറയണതാ കേൾക്കണം. 100 സലാത്ത് ഡെയിലി പതിവാക്കുന്നവന്റെ മുഖത്ത് നോക്കിയാൽ അറിയാം. എനിക്ക് ഈ നാട്ടിലുള്ളവരെ മിക്ക ആൾക്കാരെ എനിക്ക് പരിചയമില്ല. ഞാൻ നിങ്ങളോട് പറയാം, എനിക്ക് പരിചയമില്ലാത്ത ഒരു 10 ആളെ നിങ്ങൾ എന്റെ മുമ്പിൽ കൊണ്ട് നിർത്തും. വേണമെങ്കിൽ 10 ആൾക്കും താടി വെപ്പിച്ചോ, അല്ലെങ്കിൽ 10 ആളെ ഷേവ് ചെയ്യിപ്പിച്ചോ, വേണമെങ്കിൽ തൊപ്പി ഇടിയിപ്പിച്ചോ, അല്ലെങ്കിൽ തൊപ്പി ഇടിയിപ്പിക്കണ്ട. 10 ആളെ എന്റെ മുമ്പിൽ കൊണ്ട് നിർത്ത്. അതിൽ 5 ആള് ഈ പറയപ്പെട്ട സലാത്തിനെയും കാര്യങ്ങളെയും ബഹുമാനിക്കാത്തവനാണ്. ഞാൻ അതിന്റെ ഒന്നും ആവശ്യമില്ല, അങ്ങനെ പറയുന്ന ആളാണ്. 5 ആളോ പരമാവധി സലാത്ത് ചെല്ലുന്നവരാണ്. ഞാൻ ഈ 10 ആളിൽ നിന്ന് ഈ ചെല്ലുന്ന 5 ആളെ മുഖത്ത് നോക്കിക്കൊണ്ട് മാറ്റി നിർത്തി കാണിച്ചു തരാം. നിങ്ങൾക്കും സാധിക്കുന്നത്. ചെല്ലാത്ത 5 ആളെ മുഖത്ത് നോക്കിക്കൊണ്ട് ഇവൻ ചെല്ലാത്ത ബിദ്അത്തുകാരനാണ്, മാറ്റി നിർത്തി അതും കാണിച്ചു തരാം. ഇതാ പറഞ്ഞ ഏതെല്ലാം നാട്ടിൽ ചെന്ന ഇഷ്ടം പോലെ. ഞാൻ ഈ റൂമിലൊക്കെ ഇങ്ങനെ കയറി വന്നിട്ട് ചിലരൊക്കെ ഇറങ്ങി പോകുമ്പോ കത്തവിനോട് ഇരിക്കും, പോയ സാധനം മറ്റതല്ലേ, എന്തിനാ വാസ്തവ ചോദിക്കണേ, അറിയാൻ പാടില്ല. ഇവിടെ വന്ന് കയറി പോകും, മുഖം കാണുമ്പോ അറിയാം നിസ്കാരം വേണ്ടായിട്ട് വരില്ല. കാരണം എന്താ? മുഖത്ത് നിന്ന് ഈമാൻ നീങ്ങിപ്പോയി. ബഹുമാനികളെ, ഇങ്ങനെ ഈമാൻ നീങ്ങിപ്പോയി നരകാവകാശി അല്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യന്റെ മുഖത്ത് രേഖപ്പെടുത്തുമെങ്കിൽ അത് ശരിക്കും തെളിയണത് എവിടെയാണെന്നറിയോ? തെളിയണത് മഹ്ശറിലാ. പക്ഷെ നമുക്കിവിടെ ഇത് ബോധ്യപ്പെടും. തെളിയണത് മഹ്ശറിലാണ്. 3 സ്ഥലത്താണ് തെളിയണത്. ഒന്ന് മീസാനിൽ. സലാത്ത് അധികരിപ്പിച്ച ബഹുമാനികളെ, ചുമ്മാതൊന്നുമല്ല, നഷ്ടപ്പെടാത്ത ഒരു നിധിയാണ് സലാത്ത്. ബാക്കിയൊക്കെ നഷ്ടപ്പെട്ടു പോവും, എല്ലാം നഷ്ടപ്പെട്ടു പോവും. ഞാൻ പറയാൻ ഇൻഷാ അല്ലാഹ് സൗകര്യം പോലെ.
മീസാനിലിങ്ങ് അതിന്റെ നാക്കിലേക്ക് നോക്കി നിൽക്കുക, അന്തം വിടുന്ന അവസ്ഥയാണ്. സർവ മനുഷ്യരെയും വിസ്മരിച്ചു പോകുന്ന 3 രംഗം മാഷറയിലുണ്ടെന്ന് അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി. ആ 3-ൽ ഒന്ന് ഇതാ, ഇങ്ങനെ ചാഞ്ചാടുകയാണ്. നന്മയുടെയും തിന്മയുടെയും തട്ടിന്റെ നാക്ക് വലത്തുവശത്തേക്ക് ഉറച്ചാൽ വിളിച്ചു പറയും ഇന്ന വ്യക്തിയുടെ മകൻ അല്ലെങ്കിൽ ഇന്ന വ്യക്തിയുടെ മകൾ ഒരിക്കലും പരാജയപ്പെടാതെ വിജയിച്ചിരിക്കുന്നു. ഇടത്തോട്ടാണെങ്കിലോ തിന്മയുടെ ഭാഗത്താണെങ്കിലോ ഒരിക്കലും വിജയിക്കാത്ത വിധത്തിൽ പരാജയപ്പെട്ടിരിക്കുന്നു. അതങ്ങനെ നോക്കി അങ്ങനെ ചാഞ്ചാടിക്കൊണ്ട് നിൽക്കുമ്പോൾ വലത്തുവശത്ത് നന്മയുടെ തട്ടിലേക്ക് ഒരു സമ്മാനം. പെട്ടെന്ന് നാക്ക് വലത്തോട്ട് ചായുന്നു, വിളിച്ചു പറയുന്നു ആരാണ് എനിക്ക് സമ്മാനം വെച്ച് സഹായിച്ചത്? അപ്പോഴാണ് അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി ഞാനായി കൊണ്ടുവന്ന് വെച്ചത്. ഇതെന്താണെന്നറിയോ? സലാത്തുക്കും അലിയ, നീ എന്റെ പേരിൽ ദുനിയാവിൽ ചൊല്ലിക്കൂറ്റ സലാത്ത ഞാനീ കൊണ്ടുവന്ന് വെച്ചത്. പോവില്ല. ഇതാ മഹ്ശറയിൽ രക്ഷപ്പെടുന്നത്. പിന്നെ ഹിസാബിൽ രക്ഷപ്പെടാൻ സലാത്ത് അധികരിപ്പിക്കുന്നു പറഞ്ഞ പോയിന്റ് ഇതിലേക്ക് പോയി മുട്ടണേ. രണ്ടാമത്തേത് നന്മത്തിന്മകൾ രേഖപ്പെടുത്ത 7 വരുമ്പോഴാണ്. നന്മ ചെയ്ത കൂടുതലുള്ള മനുഷ്യന്മാരുടെ മുൻകൈയിൽ ഊത്തിയ കിതാബ് ഹൂബി യമീനി, വലത്തെ കയ്യിലും മുൻവശത്തോടെ. അമ്മാമൻ ഊത്തിയ കിതാബ് വറാഅഹി, കുറെ ആൾക്കാരെയോ നേരെ പുറകിലേക്ക് ചെന്നിട്ട് ഈ ഇടത്തെ കൈക്കൂടെ. ഇങ്ങനെ വലത്തെ കൈയിലേക്ക് കിതാബ് വരുന്നതിന് പകരം ആ വലത്തെ കൈന്റെ അതിർത്തി വിട്ടുകൊണ്ട് കിടക്കുമ്പോൾ അവിടെ ഒരു കൈ ഇടപെടും. ആ കൈ ഇടപെട്ടിട്ട് ഈ നന്മ വലത്തെ കയ്യിൽ വെപ്പിക്കുമ്പോൾ ആരാണ് എന്നെ ഈ സന്ദർഭത്തിൽ സഹായിച്ചത്? ഉടനെ മറുപടി, നീ ചൊല്ലിയ സലാത്താണ് ഞാൻ നിന്നെ ഈ സന്ദർഭത്തിൽ സഹായിച്ചത്. മൂന്നാമത്തെ സിറാത്തിന്റെ അടുത്താ. ഇതൊക്കെ രക്ഷപ്പെടുന്നത് നമ്മ തമാശയിൽ ചെല്ലിയാലും കാര്യത്തിൽ ചെല്ലിയാലും ആളുകളെ കാണിച്ചോണ്ടി ചെല്ലാലും കാണിക്കാണ്ടി ചെല്ലാലും ഒരിക്കലും നഷ്ടപ്പെടാത്ത സലാത്ത് മാത്രമേ ഉള്ളൂ. അതേ പറഞ്ഞ തുല്യതയില്ലാത്ത അമല സലാത്ത്. ഒരു നിലയ്ക്കും ഒരമലിനെയും ഇതിനോട് തുല്യതപ്പെടുത്താൻ കഴിയില്ല അമ്മാനികളെ. ചുമ്മാതല്ല ഇതിന് വാർഷിക കാര്യങ്ങളൊക്കെ വെച്ചേക്കണം. സിറാത്തിന്റെ കവാടത്തിൽ മനുഷ്യർ അന്തം വിട്ടിരിക്കുക. അവിടെ കടക്കാൻ നിവൃത്തിയില്ല. കാരണം എന്താണ്? പലരും പല കോലത്തിലാണ് കാണുന്നത്. അഹദ്മിന സൈഫി, വാളിനേക്കാൾ മൂർച്ച പോലെ ചിലർക്ക് എങ്ങനെ കയറി ചവിട്ടും. ഇങ്ങനെ അന്തം വിടുമ്പോൾ ആദ്യമായി ആ പാലം കടക്കുന്നത് അഷ്റഫുൽ ഖൽഖ് നബിയുനാ റസൂലുള്ളാഹി. കടന്നിട്ട് അപ്പുറത്തേക്ക് പോവുമല്ല ബഹുമാനികളെ, മറുവശം കടന്നിട്ട്, മറുവശം സ്വർഗമാണ്, ഇവിടെ മഹ്ശറയാണ്, അടി നരകമാണ്, അതിന്റെ മുകളിലാ സിറാത്ത്. അവിടെ കടന്നിട്ട് ഇങ്ങോട്ട് തിരിഞ്ഞു നിൽക്കുകയാണ്. സഹീഹ് ബുഖാരി എടുത്ത് പരിശോധിച്ചാൽ കാണും, അങ്ങനെ തിരിഞ്ഞു നിൽക്കുമ്പോൾ അവിടെ കിടന്ന് ഇങ്ങനെ അങ്കലാപ്പിലാകുന്ന ആളുകളിൽപ്പെട്ട ചിലരുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് ആ മുഖത്താണ് ഈ പ്രകാശം. കതബല്ലാഹു ബൈന ഐനൈഹി ബറാഅത്തുൻ മിനൻ നിഫാഖി ബറാഅത്തുൻ മിനൻ നാർ. അത് എഴുതുന്നത് തെളിയുന്നത് അവിടെയാണ്. ചില മനുഷ്യരെ നോക്കിക്കൊണ്ട് അല്ലാഹുമ്മ സല്ലിം സല്ലിം സല്ലിം, അല്ലാഹുവേ ആ നിൽക്കുന്ന മനുഷ്യരെ നീ രക്ഷപ്പെടുത്തു റബ്ബേ. യാ റബ്ബി സല്ലിം സല്ലിം, ആ നിൽക്കുന്ന സഹോദരിയെ രക്ഷപ്പെടുത്തു റബ്ബേ. ഇങ്ങനെ നബിത്തങ്ങൾ ചൂണ്ടിക്കൊടുക്കുന്ന ആളുകൾ സിറാത്ത് കടന്ന് അപ്പുറത്തേക്ക് അങ്ങോട്ട് കടക്കുമ്പോൾ ഈ പ്രകാശം ആ മനുഷ്യന്റെ മുഖത്ത് നിന്ന് റസൂലുള്ളാഹി തങ്ങളിലേക്ക് പകരുന്നതാണ്. അപ്പൊ ചോദിക്കും, എന്തിനാ ഞാനിങ്ങനെ ഇവിടെ കടക്കാൻ ശുപാർശിക്കുന്നെന്നറിയോ? നീ എനിക്ക് സമർപ്പിച്ച സലാത്താണ് കാരണമെന്ന് അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി. എല്ലാ രംഗത്തും സലാത്താണ്. അപ്പൊ ബഹുമാനികളെ, ഈ സലാത്ത് ഒരു നിലയ്ക്ക് നമുക്ക് നഷ്ടപ്പെടാത്ത, ബാക്കി ഏത് അമലുകളും നഷ്ടപ്പെട്ടു. ഞാൻ പറഞ്ഞു വന്നത്, ബഹുമാനപ്പെട്ട ജസൂലി തങ്ങള് ശിഷ്യഗണങ്ങളടക്കം ഇങ്ങനെ നടന്നു പോവുകയാണ്. ഈ മഹാനവറുകളുടെ ജനാസ ദ്രവിച്ചില്ല. അടക്കിയിട്ട് 70 കൊല്ലം കഴിഞ്ഞപ്പോഴേ ബഹുമാനപ്പെട്ടവരെ കബറി എങ്ങനെയോ നിർമ്മാണത്തിന് എങ്ങനെയാവട്ടെ തുറന്നു പോയപ്പോൾ ജനാസ ഒന്നുകൊടുത്തതുപോലെ അനുയായികൾ കണ്ടവരെല്ലാം ഇങ്ങനെ നെറ്റിൽ ഇങ്ങനെ വിരൽ വെച്ചപ്പോഴ് ജീവനുള്ള മനുഷ്യന്റെ ശരീരത്തിൽ രക്തം നീങ്ങുന്നത് പോലെ അങ്ങനെ ഒന്നുകൊടുത്ത ശൈലിയിൽ കിടക്കുന്ന ആ മനുഷ്യനെ നോക്കിയിട്ട് അന്നത്തെ ഉലമാക്കൾ ഐക്യകണ്ഠേന കൊടുത്ത ഫത്വ, സലാത്തിന്റെ പവറാണ് ജസൂലി തങ്ങൾക്ക് അല്ലാഹു തആല മഹത്വം കൊടുത്ത്. എന്താ ഇതിന്റെ കാരണം എന്നറിയോ? ശിഷ്യഗണങ്ങളടക്കം ഇങ്ങനെ യാത്ര ചെയ്യുമ്പോൾ ളുഹ്ർ വസ്ത്രം ജമ്മാക്കിയേക്കാണ്. ജമ്മാക്കിയേക്കുന്നത് അസറിന്റെ ആഖിർ വക്കത്തിലേക്ക് എത്തി. ഇനി നമുക്ക് നിസ്കരിക്കാൻ നോക്കാം. വെള്ളം എവിടെയെങ്കിലും ഉണ്ടോ നോക്ക്. വെള്ളം ഇല്ലെന്ന് ഉറപ്പൊന്നല്ല തൈമം ചെയ്യാൻ പാടുള്ളൂ. വെള്ളം ഉണ്ടോ എന്നുള്ള അന്വേഷണത്തിൽ ശിഷ്യന്മാരിങ്ങനെ നടക്കുമ്പോഴേ ഒരു കിണർ കണ്ടു, അടിയിൽ കുറച്ച് വെള്ളമുണ്ട്, കോരിയെടുക്കാൻ മാർഗമൊന്നുമില്ല. അങ്ങനെ നോക്കുമ്പോ ഒരു പുല്ലുമാഞ്ഞ വീടിന്റെ കുറ്റത്തിൽ നിന്ന് വിളിച്ചോട്ട് വീട്ടുകാരെ, ഞങ്ങൾ ജസൂലി തങ്ങളുടെ കൂട്ടത്തിൽ വന്ന ശിഷ്യഗണങ്ങൾ അവരോട് ബഹുമാനപ്പെട്ടവർ ഇവിടെയുണ്ട്, ഞങ്ങളുടെ തമ്പ് കെട്ടിയിരിക്കുകയാണ്, നിസ്കരിക്കാൻ ഞങ്ങൾക്ക് ഒന്നുകൊടുക്കാൻ വെള്ളം കിട്ടിയിട്ടില്ല, ഇവിടെ ഒരു കിണർ കാണുന്നുണ്ട്, വെള്ളം കോരിയെടുക്കാൻ വല്ല പാളയോ കയറോ ഇവിടെ ഉണ്ടോ?
അപ്പോ ഒരു 6-7 വയസ്സ് പ്രായമുള്ള ഒരു പെൺകുഞ്ഞ് പുറത്തേക്ക് വന്നിട്ട്, ജസൂലി തങ്ങളുടെ ശിഷ്യന്മാരാണോ നിങ്ങൾ? അതെ. ഓഹോ, എന്റെ ജസൂലി തങ്ങൾ വന്നിട്ട് വെള്ളം കിട്ടിയില്ലേ കിണറിന്ന്? ഇല്ല. ശരി, എന്നവാ. ഈ കുട്ടി ഇങ്ങോട്ട് വന്നിട്ട് ആ കിണറിലേക്ക് നോക്കി എന്തോ ചെല്ലി ഒന്ന് ഇങ്ങനെ ഒന്ന് കാണിച്ചു. വെള്ളം പൊങ്ങി. ആവശ്യം പോലെ അവർ വെള്ളം എടുത്ത് സ്റ്റോക്ക് ചെയ്ത് അവിടെ ചെന്നു. മഹാനായ സയ്യിദ് അവറുകളുടെ വിവരം പറഞ്ഞു. ഇങ്ങനെ ഒരു അത്ഭുതം ഉണ്ടായിരുന്നു. നിസ്കാരം കഴിഞ്ഞ് നേരെ വീട്ടുമുറ്റത്തേക്ക് എന്നിട്ട് പറഞ്ഞു, മോളെ, ഞാനാണ് ഈ പറയപ്പെട്ട ജസൂലി. ഞാനിവിടെ വന്നത് മോളെ എന്ത് ചെല്ലിയിട്ടാണ് ആ കിണറിലേക്ക് ഊതിയത്, മന്ത്രിച്ചത്, ആ തുപ്പിയത്, വെള്ളം പൊങ്ങിയല്ലോ, അതൊന്ന് കേൾക്കാൻ വേണ്ടി ഞാൻ വന്നതാണ്. ഉടനെ ആ കുട്ടി പറഞ്ഞു, അങ്ങയുടെയൊക്കെ ഒരു ഇൽമു പറഞ്ഞു തരാൻ മാത്രം പാണ്ഡിത്യമുള്ളൊരു പണ്ഡിതയല്ല ഞാനൊരു പാവപ്പെട്ട പെൺകുട്ടിയാണ്. മോളെ, അള്ളാഹുവിനെ മുൻനിർത്തിക്കൊണ്ട് ഞാൻ നിന്നോട് ചോദിക്കുകയാണ്, എന്ത് ചൊല്ലിക്കൊണ്ടാ നീ അതിനകത്തേക്ക് തുപ്പിയത്? എന്നാൽ ഞാൻ അങ്ങയോട് പറയാം, ഞാൻ അതൊരു സലാത്താണ് ചൊല്ലിയത്. സലാത്ത് ചൊല്ലിയിട്ടാണ് ഞാൻ ആ വെള്ളത്തിലേക്ക് തുപ്പിയത്. അപ്പോഴാണ് വെള്ളം പൊങ്ങിയത്. അത് ഏത് സലാത്താണ് എന്ന് അള്ളാഹുവിനെ മുൻനിർത്തി ഞാൻ അങ്ങയോട് പറയുന്നു, എന്നോട് ചോദിക്കരുത്. ഇങ്ങോട്ട് പൂള് വെച്ചപ്പോ അങ്ങോട്ട് പൂള് വെച്ചു. അള്ളാഹിനെ മുൻനിർത്തി ഒന്ന് പറഞ്ഞാട്ടെ എന്ന് പറഞ്ഞപ്പോ പറഞ്ഞു കൊടുത്തു. ഏത് സലാത്താ ചോദിക്കരുത്. അന്ന് ജസൂലി തങ്ങൾ പേനയും കടലാസും കൊടുത്തു. അന്ന് ജസൂലി തങ്ങൾ പേനയും കടലാസും കൊടുത്തിട്ട് ലോകത്ത് ഏതെല്ലാം മഹാന്മാർ ഏതെല്ലാം നിലയ്ക്ക് സലാത്തിനെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് മൊത്തം രേഖപ്പെടുത്തി. ആ സലാത്ത് രേഖപ്പെടുത്തപ്പെട്ട ഗ്രന്ഥത്തിന്റെ പേരാണ് ദലായിലുൽ ഖൈറാത്ത്. നിങ്ങൾ മക്കത്തെ എന്നിട്ടൊരു ബുക്ക് സ്റ്റാളി കയറിയിട്ടേ ദലായിലുൽ ഖൈറാത്ത് എന്ന് തരാമെന്ന് പറഞ്ഞത് ചോദിച്ചു നോക്കി. ഏത് ലോകത്തേത് ബുക്ക് സ്റ്റാളിലും കിട്ടും. ആ ദലായിലുൽ ഖൈറാത്തിനകത്തുള്ള സലാത്ത് ഇന്ന് ചൊവ്വാഴ്ച ചെല്ലേണ്ട സലാത്ത് ഒന്ന്, ബുധനാഴ്ച മറ്റൊരു സലാത്ത്, 7 ദിവസവും 7 നിലയ്ക്ക് ചെല്ലേണ്ട സലാത്തുകൾ, ആയിരക്കണക്കിന് സലാത്തുകൾ ബഹുമാനപ്പെട്ട ജസൂലി തങ്ങൾ രേഖപ്പെടുത്തിയിരിക്കുകയാണ്. ആ സലാത്ത് ഇവിടെ കേരളത്തിൽ ഇജാസത്ത് കൊടുത്തുകൊണ്ടിരുന്ന മഹാനാ ഉലമാക്കൾക്ക് ബഹുമാനപ്പെട്ട കക്കിടിപ്പുറം ഷെയ്ഖ് അബൂബക്കർ മുസ്ലിയാർ അല്ലാഹു സുബ്ഹാനഹു വ തആല മഹാനവറുകളുടെ മഹത്വം ഏറ്റുകയും ബഹുമാനപ്പെട്ടവരോടൊപ്പം നാളെ സിറാത്ത് കിടക്കാൻ അല്ലാഹു നമുക്ക് ഭാഗ്യം നൽകി അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ. ആ മഹാനവറുകളുടെ സലാത്ത് ഇന്ന് കേരളത്തിൽ ഇജാസത്ത് കൊടുക്കുന്ന ആളാ മമ്മിക്കുട്ടി അസ്രത്ത് എന്ന് പറയുന്ന ആള്. ഈ ഇരിക്കുന്ന ഡോക്ടർക്ക് വലിയ ബന്ധമുണ്ട് ആളുമായിട്ട്. മമ്മിക്കുട്ടി അസ്രത്ത് അതിന്റെ ദലായിലുൽ ഖൈറാത്തിന്റെ ഞാൻ പറഞ്ഞു എന്താണെന്നറിയോ, ഇത് ചെല്ലിയ, അത് പതിവാക്കിയ, ഇത് രേഖപ്പെടുത്തി സമുദായത്തിന് സമർപ്പിച്ച ആ മഹാന്റെ ജനാസ 70 കൊല്ലം കഴിഞ്ഞ് ഖബർ തുറക്കേണ്ടി വന്നപ്പോൾ അത് യാദൃശ്യമായി തുറന്നുപോയതാണ്. പക്ഷെ നമുക്ക് അല്ലാഹു തആല ഇതിൽ കൂടെ പാടുന്നതാണ്, അതേപോലെ കിടക്കുന്നു എന്ന് പറഞ്ഞാൽ ചുട്ട കട്ട ഇവിടെ കൊണ്ടുവന്ന് വെച്ചാൽ അതിന് കേടൊന്നും പറ്റൂല. വർഷങ്ങൾ കഴിഞ്ഞാലും നമ്മൾ സ്വന്തം മണ്ണുകൊണ്ട് പിടിച്ച കട്ട ചുമ്മാ മൈതാനത്ത് വെച്ചാൽ ഒരാഴ്ച 4 ആഴ്ച കൊണ്ട് ഇല്ലാതെയായി പോകും. ഇത് തന്നെ സലാത്ത് പതിവാക്കാത്തവന്റെ ജനാസ ഖബറിലേക്ക് അങ്ങോട്ട് വെച്ചാൽ അത് 3ന്റെ ഒന്ന് കണ്ണ് താഴെ വീഴും, 7ന്റെ ഒന്ന് ഉദരം പൊട്ടും, അങ്ങനെ ചെയ്യും, മൊത്തം നശിക്കും. നേരെ മറിച്ച് സലാത്ത് ചെല്ലുന്ന വ്യക്തിയുടെ ജനാസ അതിനകത്ത് മറ്റേ 4 പെടും. ഹാഫിലിങ്ങൾക്ക് ചെറിയ സീറ്റൊന്നുമല്ല, 4 പെടും. അതിനകത്ത് അവസാനം പറഞ്ഞത് പാവങ്ങൾക്ക് ജീവിതത്തിൽ പകർത്താനുള്ളതാ ഞാൻ പറഞ്ഞത്. ബഹുമാനികളെ, ഇതേ നിലയ്ക്കുള്ള മഹത്വമുള്ള അമലാണ് സലാത്തെങ്കിൽ അല്ലാണ്ട് റസൂലിന്റെ വർത്താനം കണ്ടോ? ഇത് ഇല്ലാത്ത ഇത് കുറയുന്ന ഒരു സ്വഭാവം സമുദായത്തിന്റെ ഇടയിൽ വ്യാപകമാകുന്നതാണ്. അതാണ് യൽഖശുഹ് കാണാം, യബ്ഖശുഹ് എന്നും ഹദീസിനകത്ത് കാണാം. പിശുക്ക് വ്യാപകമാവുകയാണ്, പിശുക്കന്മാർ അധികരിക്കുകയാണ്. ഇതിന്ന് വ്യാപകമായി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുമല്ലോ ബഹുമാനികളെ. ആര് ചെല്ലിയാലും ആ ചെല്ലുന്നതിന്റെ പേരിൽ കിട്ടുവരുമല്ലേ? വ്യാപകമായിട്ട് ഇതിന്ന് വ്യാപകമായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് അല്ലേ? എല്ലാ സ്ഥലത്തും ഫിത്നയാണ്. ചെല്ലുന്നവരെ കൊണ്ട് ചെല്ലിപ്പിക്കില്ല, ഈ കക്ഷി ചെല്ലുകയില്ല. ഇങ്ങനെയുള്ള ഒരു സ്വഭാവമുള്ള ഒരു രാജ്യത്ത് വ്യാപകമായാൽ പിന്നെ അള്ളാന്റെ ഭാഗത്തുള്ള നടപടി എന്താന്ന് നോക്കിക്കോ. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഖിയാമത്ത് നാൾ അടുത്തു, വിജ്ഞാനം കുറഞ്ഞു, പിശുക്കന്മാര് കൂടി. ഇനി എന്താ വരാൻ പോണേ? ശ്രദ്ധിച്ച്, ഇനി വരാൻ പോണതാണ് തട്ട്. ഹർജ് അധികരിക്കുന്നതാണ്. സഹാബാക്കൾ ചോദിച്ചു, എന്താണ് ഹർജ് നബിയേ? കൊലപാതകങ്ങളാണ്, കൊലപാതകങ്ങളാണ്. അപ്പൊ അശ്ലീയായിട്ട് ഇന്ന് കാണുന്ന ഈ പ്രശ്നങ്ങളുടെ കാരണം എവിടെ ബഹുമാനികൾ? നമ്മുടെ ഈ നാട്ടിന് മാത്രമല്ല,
നിങ്ങൾ അഫ്ഗാൻ എടുക്ക്, ഫലസ്തീൻ എടുക്ക്, സിറിയ എടുക്ക്, പിന്നെ ഇറാഖ് എടുക്ക്, ഏത് രാജ്യം എടുത്താലും അവിടെ ഒന്നും ട്രംപിന്റെ ആൾക്കാർ വന്നല്ല കൊല്ലണേ. അവിടെ ഒന്നും നെതന്യാഹുവിന്റെ ആൾക്കാരും വന്നല്ല കൊല്ലുന്നത്. ജൂതനല്ല കൊല്ലുന്നത്, നസാരയല്ല കൊല്ലുന്നത്. ആരാ കൊല്ലുന്നത്? കൊല്ലുന്നത് ലിംഗാഗ്രഹം ചരിച്ചവൻ തന്നെ. പിള്ളേരെ കാണിച്ചു. എനിക്ക് ഈ ഒന്നുമില്ല, ഈ വാട്ടുസാപ്പും ഇച്ചിരി ഒരു ശകലം ചായ ഉണ്ടെങ്കിൽ അവരെല്ലാം സാധാരണ. എന്റെ കയ്യിൽ ആകെ ഈ കശു ഈ വാഗേറ്റി പോലത്തെ ഇത്രയേ ഉള്ളൂ. ഇതിനകത്ത് അങ്ങോട്ട് വിളിക്കും, ഇങ്ങോട്ട് വിളിക്കും, അത്രേ ഉള്ളൂ കേട്ടോ. എനിക്ക് ഡോക്ടർക്കൊക്കെ അത്രേ ഉള്ളൂ കേട്ടോ. ഈ വാട്ടുസാപ്പിനകത്ത് പിള്ളേര് കൊണ്ടുവന്ന് കാണിച്ചു തന്നു. എന്റെ പൊന്നാര ഹബീബെ സഹിക്കൂല കേട്ടോ. ലൈനായിട്ട് ഇങ്ങനെ ഇരുത്തിയിരിക്കുക, നല്ല ആപ്പിള് പോലുള്ള ചെറുപ്പക്കാര് ലൈനായിട്ട് ഇങ്ങനെ നിർത്തിയിരിക്കുകയാണ്. നല്ല നിസ്കാരത്തയുമ്പോ നല്ല മനോഹരമായ താടി, കൈ ഇങ്ങനെ പുറകോട്ട് കെട്ടിയേക്കാണ്. അവരുടെ ചുറ്റും നിൽക്കുന്ന ബഹുമാനികളെ അതുപോലുള്ള ചെറുപ്പക്കാര്, അത് നിങ്ങൾ മനസ്സിലാക്കണത്, അതുപോലുള്ള ചെറുപ്പക്കാര്. നല്ല മനോഹരമായ താടി, നല്ല നിസ്കാരത്തയുമ്പോ അതിൽ ഒരുത്തന്റെ കയ്യിലിരിക്കുക തോക്ക്. ഇങ്ങനെ നിരത്തിയിരിക്കുന്ന ആദ്യം ഇരിക്കുന്നവന്റെ ഇവിടത്തേക്കാ വെടി കൊടുക്കണേ. ഈ വെടി അങ്ങോട്ട് ഏറ്റപ്പോഴേ ഇതിലെ അങ്ങോട്ട് തെറിക്കുകയും ആളങ്ങ് മറിയുകയാണ്. പറഞ്ഞോട്ടെ മറിയണേ. മനസ്സിലാക്കിക്കോ. അൽ ഖാതിലു വൽ മഖ്തൂലു ഫിന്നാർ നബിയുനാ റസൂലുള്ളാഹി. യാ അല്ലാഹ് എന്ന് പറഞ്ഞങ്ങോട്ട് മറിഞ്ഞപ്പോഴാണ് ഈ സാധനത്തിന്റെ കാലും കൂട്ടി കെട്ടിയേക്കാന്നുള്ള മനസ്സിലാവണേ. കാലും കൂട്ടിയേക്കട്ടെ. കശാപ്പുശാലയിൽ കാളനെ ഇറക്കണമല്ലേ, പിടയ്ക്കാൻ പറ്റൂല്ലോ. കാലും കൂട്ടിയിട്ടിരിക്കുന്നു, കയ്യും കെട്ടിയിരിക്കുകയാണ്. അങ്ങനെ യാ അല്ലാഹ് എന്ന് പറഞ്ഞങ്ങ് മറിഞ്ഞപ്പോൾ തോക്കുമായിട്ട് നിൽക്കുന്ന, ചുറ്റും നിൽക്കുന്ന അതേ മുസ്ലിം നാമധാരികൾ ഇസ്ലാമിന്റെ യൂണിഫോം തന്നെ അവർക്കും ബാക്കിയുള്ളത് കാത്തിരിക്കുകയാണ്. ഓരോന്നിനും ഇതുപോലെ വെടികൊള്ളുമ്പോൾ വെടികൊള്ളുന്നവൻ യാ അല്ലാഹ് എന്ന് വിളിച്ചു പറയുമ്പോൾ വെടിവെക്കുന്നവരും കൂടെ നിൽക്കുന്നവരും പറയുന്നു അല്ലാഹു അക്ബർ. പറ ബഹുമാനികളെ, ആരാ കൊല്ലണത്? ആരാണ് കൊലയാളി? ട്രംപാണോ ഒന്ന് കൊല്ലണത്? ലോകത്തെ ഏറ്റവും വലിയ ധിക്കാരി. ചിലപ്പോ നിങ്ങൾ ധരിച്ചിരിക്കും നരേന്ദ്രമോദി ആയിരിക്കും. അല്ല, ലോകത്തെ ഏറ്റവും വലിയ ധിക്കാരിയെ അല്ലാഹു സുബ്ഹാനഹു വ തആല അധികാര സ്ഥാനത്തേക്ക് കയറ്റിക്കഴിഞ്ഞു. മണിക്കൂറുകൾക്കുള്ളിൽ യമനിലിതാ ചുമ്മാ വീട്ടിലേക്ക് കയറി 10 വെടിവെച്ച് കൊന്നു കഴിഞ്ഞു. ബഹുമാനികളെ, ലോകമെമ്പാടും നടക്കാൻ പോവുകയാണ്. എവിടെന്നാ സുഹൃത്തുക്കളെ ഇതൊക്കെ പറഞ്ഞു? ഞാൻ ചോദിക്കട്ടെ, പരിപാവനമായ റസൂലുള്ളാഹിന്റെ റൗള ശരീഫിന്റെ കവാടത്തിൽ ബോംബ് പൊട്ടിയ കഴിഞ്ഞ വർഷം ആരാ കൊണ്ടുവന്ന് പൊട്ടിച്ചത്? അമേരിക്ക പൊട്ടിച്ചത്? അത് ഇസ്രായേൽ പൊട്ടിച്ചത്? ആ സാക്ഷാൽ മുസ്ലിം നാമധാരികളല്ലേ പൊട്ടിച്ചത്? പരിപാവനമായ കഅബാലയത്തിന്റെ നിസ്സാര കിലോമീറ്ററുകൾക്ക് അടുത്ത് മിസൈൽ വന്ന് വീണു. ആരാടോ വിട്ടത്? അമേരിക്ക നിന്നാണോ വന്നത്? തെല്ലവീവിൽ നിന്നാണോ വന്നത്? തൊട്ടടുത്തുള്ള മുസ്ലിം സ്റ്റേറ്റിൽ നിന്നാണ് വന്നത്. ജനങ്ങളെ, മുസ്ലിം സമുദായം പരസ്പരം തല്ലിച്ചാവുന്ന ഒരു അവസ്ഥയിലേക്ക് കാലഘട്ടം എത്തിയെങ്കിൽ തല്ലാനുള്ള എല്ലാവിധ സാഹചര്യങ്ങളും ആസൂത്രണം ചെയ്തു കൊടുക്കുന്ന പണിയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ട്രംപിനും അതുപോലെ നെതന്യാഹുവിനും ഇങ്ങേയറ്റം നരേന്ദ്രമോദിക്കും അല്ലാഹു തആല വെച്ചു കൊടുത്തിരിക്കുന്നു. ഇതൊക്കെ ഇവിടെ വരാനിരിക്കുന്ന ബഹുമാനികളെ, ലോകം അതിന്റെ അവസാനത്തിലേക്ക് എത്തുമ്പോൾ വരുന്ന ഒരു മഹാവിപത്താണ് കൊലപാതകമെങ്കിൽ ആ കൊലപാതകത്തെ പറ്റി തങ്ങൾ വിശദീകരിച്ചും കൂടെ നമ്മൾ മനസ്സിലാക്കുക. ബഹുമാനികളെ, മരിക്കേണ്ടവരാ. മരിക്കുമ്പോൾ മുസ്ലിമായിട്ട് മരിക്കാൻ. വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. നിങ്ങൾ മരിക്കുമ്പോൾ മുസ്ലിങ്ങളായിട്ടല്ലാതെ മരിക്കല്ലേ മനുഷ്യരെ. ഇത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിലൂടെ നമുക്ക് താക്കീതെന്നെങ്കിൽ അങ്ങനെ മരിക്കാൻ വേണ്ടി ഒരിക്കലും ബഹുമാനികളെ മരണം ഉറപ്പാണ്. കാരണം ആഗോളതലത്തിൽ മുസ്ലിം ഉമ്മത്ത് അസ്വസ്ഥതയിലാണ്, ഭയപ്പാടിലാണ്, ഭീതിയിലാണ്. ചുമ്മാ മുസ്ലിം രാജ്യത്തുള്ളവർ അങ്ങോട്ട് കയറണ്ടെന്ന് പറഞ്ഞപ്പോ പ്രശ്നം തീർന്നായിരിക്കും നിങ്ങൾ ധരിച്ചത്. ഇപ്പൊ സൗദി അറേബ്യയിലെ എണ്ണയൊന്നും അമേരിക്ക കൊണ്ടുപോകില്ലല്ലോ, അങ്ങനെയൊക്കെ ധരിച്ചായിരിക്കും. അല്ല, സൗദി അറേബ്യയുടെ അധികാരവും ട്രംപിനാണ്, ഇറാഖിന്റെയും അവനക്കാണ്. ആഗോളതലത്തിലുള്ള അധികാരത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടുവന്ന് വച്ചട്ടാ അവിടെ നിന്ന് ആരും കൂടി വരണ്ടെന്ന് പറഞ്ഞു. ആ രീതിയിലേക്കുള്ള അവസ്ഥയിലേക്ക് എത്തിയെങ്കിൽ ഇനി നമ്മൾക്ക് കാണാനിരിക്കുന്നതും കേൾക്കാനിരിക്കുന്ന കൊലപാതകങ്ങളാണെങ്കിൽ ബഹുമാനികളെ, മരണം ഉറപ്പാണെന്ന് മനസ്സിലാക്കിക്കോ. ഈ അവസ്ഥയിലേക്ക് മനുഷ്യൻ എത്തിച്ചേരുന്നത് ഈ ഒരു ദുസ്വഭാവത്തിന്റെ പേരിലാണെങ്കിൽ ബഹുമാനികളെ, ഇതും അല്ലാഹുവിന്റെ റസൂലിന്റെ താക്കീതിൽ പെട്ടതാണ്. നിങ്ങൾ മനസ്സിലാക്കിക്കോ. ലോകം അതിന്റെ അവസാനത്തിലേക്ക് എത്തുമ്പോൾ യുസല്ലത്തുല്ലാഹു അലൈക്കും സുൽത്താനം വാലിമൻ, ധിക്കാരിയായ ഭരണാധികാരിയെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ സമുദായത്തിന്റെ മേൽ ഭാരമേൽപ്പിക്കും. എന്നിട്ടോ ആ ഭരണാധികാരി യസൂമൂനക്കും സൂഅൽ അദാബ്,
ലോകത്തൊരു മനുഷ്യനും അനുഭവിക്കാത്ത വിധത്തിലുള്ള വേദന കൊണ്ടും ദുരിതം കൊണ്ടും ഈ സമുദായത്തിനെ വേദനിപ്പിക്കുന്നതാണ്, ദുരിതപ്പെടുത്തുന്നതാണെന്ന് 1400 കൊല്ലം മുമ്പ് ലോകാനുഗ്രഹി ഈ സമുദായത്തിന് മുന്നറിയിപ്പെങ്കിൽ ഞാൻ ചോദിക്കട്ടെ, ഈ ലോകത്ത് വേറെ ആരെങ്കിലും ഇങ്ങനെ മരിക്കണ്ടോ? പച്ചയായ മനുഷ്യരെ ജീവനോടെ പിടിച്ചിട്ട് രണ്ടെണ്ണത്തിന്റെയും ആണിന്റെയും പെണ്ണിന്റെയും പരിപൂർണമായും തുണി ഉരിഞ്ഞു കൊടുത്തിട്ട് ഒരു പച്ച മരത്തേക്ക് അവിടെ ചേർത്ത് വെച്ചിട്ട് ഇരുമ്പിന്റെ ആണി പുറത്തേക്ക് വെച്ചിട്ട് ഉരുക്കിന്റെ കൂടം കൊണ്ട് അടിച്ചങ്ങോട്ട് കയറ്റുമ്പോൾ ബഹുമാനികളെ അനങ്ങാൻ പറ്റാതെ രണ്ടെണ്ണവും ആ മരത്തേലിങ്ങനെ ചേർന്നിരുന്ന് അങ്ങോട്ട് മരിച്ചു. ലോകത്തൊരു ക്രിസ്ത്യാനിക്കുന്നുണ്ടായിട്ടുണ്ടോ? ഒരു ഹിന്ദുവിനുണ്ടായിട്ടുണ്ടോ? ഒരു ജൂതനുണ്ടായിട്ടുണ്ടോ? യസൂമൂനക്കും ഷൂ അല്ലതാ, നിങ്ങൾക്ക് കിട്ടാതിരിക്കുന്നതാണ്. ജീവനോടെ കുഴികുത്തി കുഴിക്കാത്തേക്ക് അങ്ങോട്ട് വെച്ചിട്ട് പണ്ടൊക്കെ കേട്ടിട്ട് ചെറുപ്പക്കാരെ പിള്ളേരൊക്കെ ചോദിക്കാറുണ്ട്, വാസ്താദ് ബഹുമാനപ്പെട്ട ആസിയ ബീവിനല്ലേ ഇതുപോലെ ചെയ്തു നമ്മൾ കേട്ടിട്ടുള്ളൂ, അതിനേക്കാൾ ക്രൂരതയല്ലേ വാസിലർ ഇപ്പൊ ഈ കേട്ടത്? ഉണ്ട്. നബി തങ്ങൾ പറഞ്ഞു, ക്ഷമയുടെ ഒരു കാലഘട്ടം ഈ സമുദായത്തിന് വരാനുണ്ട്. ആ ക്ഷമയുടെ കാലഘട്ടത്തിൽ അല്ലാഹുവിന്റെ ദീനിനെ മുറുകെ പിടിച്ചുകൊണ്ട് ജീവിക്കുന്ന ഒരു മനുഷ്യന് അല്ലാഹു സുബ്ഹാനഹു വ തആല കൊടുക്കുന്നത് മിസ്ല അജ്രി 50 റജുലൻ മിൻകും കമാ ഖാല റസൂലുള്ളാഹി, നിങ്ങളെപ്പോലുള്ള 50 മനുഷ്യന്മാരുടെ പ്രതിഫലമാണ് അല്ലാഹു കൊടുത്തായിരിക്കുന്നത്. സഹാബാക്കൾ പ്രത്യേകം എടുത്തു വെച്ചപ്പോ ഞങ്ങളെപ്പോലുള്ള 50 പേരെയാണോ, അത് ആ കാലത്ത് ജീവിക്കുന്ന 50 ആളുടെ കൂലിയാണോ? ഇങ്ങനെ ഈ കാലഘട്ടത്തിൽ റസൂലുള്ളാഹിന്റെ സുന്നത്ത് മുറുകെ പിടിച്ച് ജീവിക്കുന്ന ഒരു മനുഷ്യന് കൊടുക്കുന്ന നബി എന്ന് വെച്ചപ്പോ നബി തങ്ങൾ പറഞ്ഞു, മിങ്കും, നിങ്ങൾ എന്നെ കണ്ടിട്ട് എന്നെ വിശ്വസിച്ച് എന്നോടൊപ്പം നിസ്കരിച്ച് എന്നോടൊപ്പം ജിഹാദ് നടത്തി ജീവിക്കുന്നവരാണ്. എന്നെ കണ്ട് എന്നോടൊപ്പം ജീവിക്കുന്ന നിങ്ങളെപ്പോലുള്ള 50 മനുഷ്യന്മാരുടെ മഹത്വമാണ് ആഖിറസമാനിലെ ക്ഷമയുടെ. എന്താ ക്ഷമ? ദീനനുസരിച്ച് ജീവിക്കാനുള്ള ക്ഷമ. വീട്ടിൽ തരാത്തെല്ലാം മുള്ളാൻ വയ്ക്കില്ല. പക്ഷെ ഇന്ന് ഞാനിങ്ങോട്ട് പോരുമ്പോ വണ്ടിയെ കയറിയപ്പോ ഒരു ഫോൺ, വേറെ അങ്ങനൊന്നുമല്ല, ഇവിടെ അടുത്തുനിന്നാണ്. ഞാൻ ഈ അടുത്ത ഒരു 3-4 ദിവസം മുമ്പ് ഒരു സ്ഥലത്ത് പോയി പ്രസംഗിച്ചു. അവിടെ നിന്നാണ് ഈ വിളിക്കണേ. ഉസ്താദിന്റെ ഫോൺ നമ്പർ സംഘടിപ്പിച്ചില്ല. ഞാൻ അങ്കമാലിൽ വന്നാൽ ഒരു താത്തായെ വിളിക്കണേ, അങ്കമാലിയിൽ വന്നായിരുന്നു ഉസ്താദിനെ കാണാം. അപ്പൊ അവിടെ അത്രത്തോളം ചെയ്യുന്നത് കാക്കയുടെ മുമ്പിൽ ഇപ്പൊ ഉണ്ടാവും. ഇപ്പൊ പറഞ്ഞു വെള്ളിയാഴ്ച വരുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ നമ്പർ സംഘടിപ്പിച്ച് വിളിക്കാം ഉസ്താദെ, വീട്ടിൽ അങ്ങനെയാണ് ഇങ്ങനെയാണ് കൊങ്ങനെയാണ് മറ്റതാണ് മറിച്ചതാണ്. അപ്പൊ ഞാൻ പറഞ്ഞു, അപ്പൊ ഒരു പണി, നിങ്ങൾ ഞാനവിടെ പ്രസംഗിച്ചത് കേട്ടായിരുന്നല്ലോ. ഉസ്താദെ അങ്ങനെയൊക്കെ കേട്ടെങ്കിലും ആ വക കാര്യങ്ങളൊക്കെ ചെയ്യാൻ എന്റെ ചെറുക്കൾ സമ്മതിക്കൂല ഉസ്താദെ. നോക്കി കണ്ടോ, എന്തോരം കാരണവന്മാരെ എടങ്ങേറ് പിടിച്ച് ജീവിതകാലം മൊത്തം ഇങ്ങനെ വെച്ച് കെട്ടിയാക്കായ എടങ്ങേറ് പിടിച്ചിട്ട് എന്തിനാ അവന്മാരെ കഞ്ഞി കിട്ടൂല? വൈകുന്നേരം ആകുമ്പോ വീട്ടിൽ കിടത്തണ്ടേ? എന്തോരം തള്ളമാരാ പൊക്കണ സഞ്ചി എടുത്തോണ്ട് വെള്ളിയാഴ്ച ഇറങ്ങിപ്പോണത്. എന്തിനാ? അവരുടെ ജീവിതത്തിൽ പള്ളിയിൽ പോയിക്കോണോ എനിക്ക് താല്പര്യമില്ല, ചെറുക്കം കിടത്തൂല. എന്തോരം വീട്ടിലെ അവമാനികളെ ദുരിതാനുഭവങ്ങൾ പറ. വീട്ടിൽ ചെല്ലാൻ അനുവദിക്കോ? ചെല്ലാൻ സാധിക്കില്ലോ. അപ്പൊ അങ്ങനെ വരുമ്പോൾ, എടാ നീ എനിക്ക് കഞ്ഞി തന്നില്ലെങ്കിൽ നിന്റെ കഞ്ഞി വേണ്ട, എനിക്ക് നിന്റെ മരുന്ന് വേണ്ട, എനിക്ക് നിന്റെ ചികിത്സ വേണ്ട, നിന്റെ സൗകര്യങ്ങൾ വേണ്ട. എന്റെ റസൂലുള്ളാഹി തങ്ങൾ കാണിച്ചതുപോലെ, എന്റെ കാരണന്മാർ നിഷ്കരിച്ച പോലെ 20 റക്അത്ത് ജമാഅത്തുള്ള പള്ളിയിലെ ഞാൻ തറാവിന് പോണുള്ളൂ. നീ ഉണ്ടാക്കിയ പള്ളിയിലേക്ക്, നീ പറയുന്ന പള്ളിയിലേക്ക് ഞാനില്ല. എന്റെ അവമാനികളെ പിടിച്ചേക്കണമെങ്കിൽ ക്ഷമ വേണ്ട. ഇതാ നബി തങ്ങളുടെ ഇങ്ങനെയുള്ള ക്ഷമയുടെ കാലഘട്ടത്തിൽ എന്റെ സുന്നത്തിനെ പിടിക്കുന്ന ആൾക്ക്, ഒരു സുന്നത്തിനെ പിടിക്കുന്ന ആൾക്ക് നിങ്ങളെപ്പോലുള്ള 50 മനുഷ്യന്മാരുടെ കൂലിയാണെന്ന് അത് നബി തങ്ങൾ മറ്റൊരു രീതിയിൽ പറഞ്ഞിട്ടുണ്ടല്ലോ. അജ്റു മിഅത്ത് ഷഹീദ് മൻ അഹബ്ബ സുന്നത്തി ഇൻദ ഫസാദി ഉമ്മത്തി ഫലഹു അജ്റു മിഅത്ത് ഷഹീദ്. എന്റെ സുന്നത്തിനെ ജനങ്ങൾ യാതൊരു വിലയും കൽപ്പിക്കാത്തൊരവസ്ഥയിലേക്ക് എത്തുമ്പോൾ എന്റെ ഒരു സുന്നത്തിനെ മുറുകെ പിടിക്കുന്ന വ്യക്തിക്ക് 100 രക്തസാക്ഷിയുടെ കൂലി. ഇതൊക്കെ പറഞ്ഞേക്കണല്ലോ മാനുകളെ. ഈ കാലഘട്ടത്തിൽ സലാത്ത് ചെല്ലാൻ നമ്മൾ തയ്യാറായാൽ, ഈ കാലഘട്ടത്തിൽ റസൂലുള്ളാഹിന്റെ സുന്നത്തെടുക്കാൻ തയ്യാറായാൽ നമുക്ക് കിട്ടുന്നത് 50 സിദ്ദീഖുൽ അക്ബറിന്റെ കൂലിയാ, 50 ഖദീജ ബീബി റളിയല്ലാഹു തആലയുടെ കൂലിയാ, 50 ആയിഷ ബീബിയുടെ കൂലിയാ. ചെറിയ കൂലിയല്ല ബഹുമാനികളെ. അങ്ങനെയുള്ളൊരു കാലത്തല്ലേ ഇപ്പൊ നമ്മൾ ജീവിക്കണം. ചിന്തിച്ചു നോക്കി. അങ്ങേയറ്റം ക്ഷമിച്ചാലല്ല നടക്കൂല. ഏത് സുന്നത്തിനും പ്രശ്നമുള്ളോ? ഞാൻ പല സ്റ്റേജിലൊക്കെ ചോദിക്കാറുള്ളത് പോലെ, മരിച്ച മയ്യത്ത് മര്യാദയ്ക്ക് സുന്നത്തനുസരിച്ച് അടക്കാനെന്ന് സമ്മതിക്കോ? എന്നൊരു ഏതിലപ്പം നമുക്ക് സുന്നത്ത് പിടിക്കാൻ പറ്റണ? സലാത്തിലും മാത്രമല്ല, ഒരു കാര്യത്തിലും പറ്റണില്ല. മരണപ്പെട്ടു കഴിഞ്ഞാൽ ആ മനുഷ്യരെ ഇട്ടുകൊണ്ട് കാട്ടിക്കൂട്ടുന്ന കോലാഹലങ്ങൾ നമ്മൾ കാണണില്ലേ ബഹുമാനികളിലൊക്കെ? എത്രയോ സമയം ഒരു വീട്ടിലൊരു മനുഷ്യൻ മരിച്ചു കഴിഞ്ഞാൽ കിടത്തുന്നത്. കളമശ്ശേരിലും മറ്റുണ്ടാവില്ലായിരിക്കും. കാശിന്റെയും പവറിന്റെയും അനുസരിച്ച് ഇങ്ങനെ ദിവസങ്ങൾ കൂടുക. ഈ വന്യ ആൾക്കാരെ എല്ലാം ഇങ്ങനെ കാണിക്കാൻ വേണ്ടി, ഇങ്ങനെ തുറന്ന് കാണിക്കാൻ വേണ്ടി ആളെ നിർത്തിയേക്കോൺ. കാണില്ല ഇതൊക്കെ.
മയ്യത്തിന്റെ തലയ്ക്കും ഭാഗത്ത് ഒരുത്തൻ നിർത്തിയൊക്കെയുണ്ട്. അവന്റെ ഇടങ്ങേറ് അള്ള കൊടുത്തതിന് ശേഷം അവനക്ക് അതാണ്. ഇങ്ങനെ ഈ മൂടിയിട്ടേക്കണേനെ ഇങ്ങനെ തുറന്ന് കാണിച്ചു കൊടുക്കലാണ്. മൊത്തം മൂടി എന്നിട്ട് ഇങ്ങനെ തുറന്നിട്ട് ഇവനിങ്ങനെ കാലയിലേക്ക് നോക്കും, ഇയാള് പോകണ്ടോ. കാലടക്കിട്ടില്ലെങ്കിൽ കശി മൊത്തേക്ക് പോകും. അപ്പൊ ഇങ്ങനെ സുന്നത്ത് നിങ്ങൾ പറയാമാനികളെ. ഇതാണ് ഞങ്ങൾ ഇപ്പോഴും മക്കയിലും മദീനയിലും ഒക്കെ മരിച്ച ജനാസ കൈകാര്യം ചെയ്യണം എങ്ങനെയാ നിങ്ങൾ നോക്കി. എന്താ അത് നമ്മുടെ നാട്ടിലേക്ക് ഒന്ന് വരുത്തിയാല് അവിടെയൊക്കെ മരണപ്പെട്ടാൽ ആ നിമിഷം സംഗതി അടക്കേണ്ട വഴിയിലേക്ക് നീങ്ങി. മോനെവിടെ കിടന്നാലും വേണ്ട, മോളെവിടെ കിടന്നാലും വേണ്ടില്ല. മരണപ്പെട്ടോ ഉടനെ അടക്കേണ്ട പണിയിലേക്ക് നീങ്ങി. അത് തന്നെയല്ല ബഹുമാനികളെ വേണ്ടത്. കബറിലേക്ക് അങ്ങ് വെച്ച് മൂടപ്പലക വെച്ചാൽ മുമ്പെടുക്കാൻ പോകണ്ടെന്ന് കൈയും കൊണ്ടങ്ങ് വാരിയിടാന്ന്. എന്തിനാ? ജനാസയുടെ കരച്ചിൽ നിൽക്കട്ടെ എന്ന്. ഇതല്ലേ സുന്നത്ത് നബിത്തങ്ങൾ കാണിച്ചെന്നേക്കണ് നമ്മുടെയൊക്കെ നാട്ടിൽ. ഞാൻ ചോദിക്കട്ടെ, നബിത്തങ്ങൾ കാണിച്ചെന്ന സുന്നത്തനുസരിച്ച് ഇന്ന് നമ്മളൊരു മയ്യത്ത് പരിപാലനക്ക് നടത്താൻ നോക്കിയാൽ നമ്മൾ ഒറ്റപ്പെടൂലേ നാട്ടില്? എല്ലാത്തിനും ഒറ്റപ്പെടട്ടെ ബഹുമാനികളെ. ഇങ്ങനെ ഒറ്റപ്പെടുമ്പോഴാണ് ക്ഷമയുടെ അഹ്ലിയാരെന്ന് പറയുന്നത്. അപ്പോഴാണ് ആ സുന്നത്തെടുത്ത് നമുക്ക് 100 ഹംസാർ റളിയല്ലാഹുവിന്റെ ഒക്കെ കൂലി കിട്ടുന്നത്. അവരൊക്കെ ഷഹീദായിട്ട് കിട്ടിയതാ, നമ്മൾ സുന്നത്തെടുത്താ കിട്ടുന്നതാണ്. അപ്പൊ അങ്ങനെയുള്ളൊരു കാലഘട്ടത്തിൽ നമ്മൾ ജീവിക്കുന്നത്. മയ്യത്തങ്ങോടെ കൊണ്ടു നിങ്ങൾ അടക്കി കഴിഞ്ഞാലോ നമ്മുടെയൊക്കെ നാട്ടിലുള്ള അവസ്ഥ എന്താ? എല്ലാവരെയും കാണിച്ച് യാസീനൊക്കെ ഓതിയതിന്റെ ശേഷം പിന്നെ ലൈനായിട്ട് നിന്ന് കാണിച്ചു. അതിനെന്തോരം വാളണ്ടിയേഴ്സാണ്. ട്രാഫിക്കിന്റെ ജോലിയൊക്കെ ഇന്നോട് വരരുന്ന് പറഞ്ഞില്ല, അങ്ങനെ പോകണമെന്ന് പറഞ്ഞില്ല. ഇവിടുന്ന് അങ്ങോട്ട് പോണ വഴിയാണ്, അതിലെ വാ ഇറങ്ങി അതിലെ വാ. അങ്ങനെ എല്ലാം തീർന്നു കഴിയുമ്പോ ഒരു അനൗൺസ് ഉണ്ട്, എടുക്കാൻ പോകണ്ട, അതെ പൊയ്യാൻ പോവാ. ഇനി ആരെങ്കിലും ഉണ്ടോ കാണാനുണ്ടോ? ഉണ്ടെങ്കിൽ അത് എടുക്കാൻ പോകണ്ട. ഒടുക്കത്തെ സുന്നത്ത് ഇതൊക്കെ എവിടത്തെ കിട്ടിയതാണ്. നിങ്ങളത് പറ, ഇത് നബിത്തങ്ങളുടെ സുന്നത്തിലുണ്ടോ? നിങ്ങൾ ഇതിനൊന്ന് എതിർത്ത് നോക്കി. ഇവിടെ അങ്ങനെ ജനാസ എല്ലാവരും കാണിക്കാൻ വേണ്ടി കിടത്തുന്നില്ല. കാണൽ ഹലാലായ ആണുങ്ങൾക്ക് കാണാം, ഹലാലായ പെണ്ണുങ്ങൾക്ക് കാണാം. നിങ്ങളത് പറഞ്ഞു നോക്കി, നിങ്ങൾ ഒറ്റപ്പെടും. മയിലുകൾ ഓടി വണ്ടി ഓടിച്ച് വന്നതായിരിക്കും കാണാൻ. പെണ്ണുമ്പിള്ളേ മരിച്ചു കിടക്കണേ. പുറകെ കൂടെ വന്നിട്ട് മറ്റേ പെണ്ണുങ്ങൾക്ക് കാണാനുള്ള സൗകര്യം നിങ്ങൾ കൊടുത്തിട്ടുണ്ട്. പെണ്ണുങ്ങളൊക്കെ അവിടെ നിന്ന് കാണുന്നുണ്ട്. ആണ് കാണാൻ വേണ്ടി വരുമ്പോ നിങ്ങൾ വാദിക്കുന്നിട്ട് വരെ ജനാസ കാണണ്ട. എങ്ങനെയുണ്ടാവും? 100-600 മൈല് ചിലപ്പോ ഓടി വന്ന ആളായിരിക്കും. അവിടെ നിന്നിട്ടേ ജനാസ കാണണ്ട, എന്റെ ഭാര്യയുടെ ജനാസയാണ്. എടാ നീ പിന്നെ ജനാസ കാണിക്കില്ല, പിന്നെ നീ മരിച്ച അറിയിച്ചെന്നില്ലടാ. അവിടുന്ന് തുടങ്ങി. ഇത് ഒരാളല്ല, വന്നതൊക്കെ പുറത്തേക്ക് ഇറങ്ങും. അപ്പൊ വാപ്പ അവിടെ വിടും. വാപ്പ എടാ മോനെ, നീ ആ കസേര അവിടെ നിർത്തി, നിന്നും മാറിക്കാൻ ബാധിക്കണം. എന്ത് ഇവിടെ ഇപ്പൊ ഈ ജനാസ ഈ വന്നോര് കണ്ടു നിർത്ത ആകാശം ഇടിഞ്ഞാടൊന്നുമില്ല. നീ ഇവിടെ ഇപ്പൊ വലിയ സുന്നത്തൊന്നും ഉണ്ടാക്കണ്ട, ഈ നാട്ടിലില്ലാത്ത പതിവൊന്നും നീ ഉണ്ടാക്കണ്ട. ജനാസ കണ്ടോരെ കണ്ടോട്ടെ, ഞാനിവിടുന്ന് എനിക്കൂല, വാപ്പേനകത്ത് ഇടപെടണ്ട. എന്റെ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞ അനുവദിച്ചേക്കണ ആരൊക്കെയുണ്ട്, അവരൊക്കെ എന്റെ ഭാര്യയുടെ ജനാസ കണ്ടോട്ടെ. പിന്നെ അവിടെ ഭയങ്കര ഒച്ചപ്പാടും വർത്താനം കിടക്കാണ്ട്, ആൾക്കാരൊക്കെ പോയിക്കൊണ്ടിരിക്കുക. ആൾക്കാർ നീ തന്നോണ്ടേ ഞാൻ തന്നോണ്ടേ അടയ്ക്കോളാം. പാപ്പ ഇടഞ്ഞോ നിങ്ങൾ പറ. ലായോ ഇതൊക്കെ ഈ ഹദീസൊക്കെ അന്ന് ചുമ്മാ പറഞ്ഞല്ല. ലായോക്കും വാപ്പയുടെയും മക്കളുടെയും കുടുംബക്കാരുടെയും നാട്ടുകാരുടെയും ആരെല്ലാരും എന്റെ സുന്നത്തിനെ മുറുകെ പിടിക്കാൻ തയ്യാറായാൽ അയാളാണ് മൂമിന്, അവളാണ് മൂമിനത്ത്. നിങ്ങളൊന്ന് പറ, ഇന്ന് ഏത് സുന്നത്താ നമുക്ക് പിടിച്ചു നിർത്താൻ പറ്റുന്നത്? ഇടഞ്ഞോ കൊച്ചാപ്പ വരും, കൊച്ചാപ്പായോടെയും അളിയൻ വരും, അളിയനോടെയും എല്ലാം. ഈ ഇടയിൽ ഒറ്റ പ്രാവശ്യം കൊണ്ട് അവന് തീരുമല്ല, ജീവിതകാലം മൊത്തം ആ ഇടച്ചിൽ നിലനിൽക്കുകയാണ്. കൈ ഇങ്ങനെ കാണിച്ചോണ്ട് ഇറങ്ങിപ്പോയവൻ അതോടുകൂടി അങ്ങോട്ട് പോയില്ല. അവന് കൊടുക്കാനുള്ള കാശൊക്കെ അവൻ കണക്ക് പറഞ്ഞ് 24 മണിക്കൂർ എന്റെ കാശ് കിടന്നുള്ളതെന്ന് പറഞ്ഞേ. ആകെ കുടുങ്ങിയോ? കുടുക്കണ്ടോടത്തിൽ കുടിക്കുക. അവൻ പിന്നെ മിണ്ടണുണ്ടോ? എന്തുകൊണ്ട് മിണ്ടണില്ല? റസൂലുള്ളാഹിന്റെ സുന്നത്ത് നീ പിടിച്ചു, ഒറ്റ കാര്യം. അതാ പറഞ്ഞ ആകെ ക്ഷമയുടെ കാലഘട്ടമാണ്. ബഹുമാനികളെ, ആ ഒരു അവസ്ഥയിലേക്ക് നിങ്ങളൊന്ന് കൊണ്ടുവന്നു നോക്കിയേ. എല്ലാ രംഗത്തും ഇതുപോലെ ഞാൻ ഈ പ്രവർത്തനം ചെയ്യുമ്പോൾ ഇതിൽ അള്ളാഹിന്റെ റസൂലിന്റെ വീക്ഷണം എന്താണ്? അതിലേക്ക് വരട്ടെ നമ്മുടെയൊക്കെ ജീവിതം ബഹുമാനികളെ. അതാ അള്ളാഹിന്റെ റസൂലിനെ സംബന്ധിച്ച് ഖുർആൻ പറഞ്ഞത്, വമാ കാനല്ലാഹു യുഅദ്ദിബുഹും. നിങ്ങളുടെ കൂടെ നബി ഉണ്ടെങ്കിലേ നിങ്ങളെ ആരും കൈകാര്യം ചെയ്യില്ല, നിങ്ങളെ ആരും ശിക്ഷിക്കുക. നമ്മൾ നബീനെ വിട്ടു. നബീനെ വിട്ടപ്പോൾ പിന്നെ നമുക്ക് 4 ഭാഗത്തുനിന്ന് ഇടിയായി. ബഹുമാനികളെ, അങ്ങനെ ജനാസ കൊണ്ട് നമ്മൾ അടക്കി കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ നാട്ടിലേക്ക് ശൈലി എന്താ? ഞങ്ങളുടെ നാട്ടിലെ ശൈലി എന്ന് പറഞ്ഞാൽ മരിച്ച വീട്ടിൽ വല്ല കഞ്ഞ കൂട്ടാനോ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ എല്ലാവരും കൂടെ അങ്ങോട്ട് ചെന്നിട്ട് കുമ്പളങ്ങ ഉണ്ടാവും, പപ്പടം ഉണ്ടാവും, ചോറും ഉണ്ടാവും. കുഴിക്കഞ്ഞി എന്നാ പേര്. എല്ലാവരും തിന്നാൻ വേണ്ടി അങ്ങോട്ട് ഇല്ല. തീറ്റ കഴിഞ്ഞാൽ ഹലാസ്.
ഇതാണോ സുന്നത്ത്? അതേ പറയോ? അതെയോ? എന്നിട്ട് പിന്നെ എല്ലാവരും മഞ്ഞപ്പഴന്നറിയോ? 3-ന്റെ അന്നല്ല എന്റെ പേര് 3-ാമത്തെ അല്ലേ? എന്നിട്ട് അവിടെ എന്താ പരിപാടി? 3-ാമത്തിന് കുറെ തേങ്ങാച്ചോറുണ്ടാക്കും, 2-3 പോത്തിനെ ഇറക്കും. അതെല്ലാവരും ഒക്കെ അവിടെ കൂടി അവിടെ വട്ടം കൂടി എന്നല്ലേ പന്തലിലേക്ക് ഇട്ടിട്ടൊക്കെ. അപ്പൊ ഈ മരിച്ചാക്ക് വേണ്ടിയോ? അതവിടെ കത്തിയുമില്ലാക്കാൻ വേണ്ടി യാസിനോന്നുണ്ടാവും. അത് അത്രയുള്ള ഇടപാടിൽ തീർന്നു. എന്നിട്ട് എന്താ നമ്മൾ പറയാ? നമ്മളാണ് ഉറച്ച സുന്നത്ത്. നിങ്ങൾ ചുമ്മാ മക്കത്തേക്കൊന്ന് ചെന്ന് നോക്കും, മദീനത്തേക്കൊക്കെ. അവിടെ മരണപ്പെട്ടാൽ ജനാസ അടക്കിയാൽ ഒരൊറ്റ ബന്ധുക്കളും പിന്നെ പോവില്ല. മക്കള്, മരുമക്കള്, പേരക്കിടാങ്ങള്, കുടുംബത്തിലുള്ളവര് എല്ലാം കുടുംബത്തില് പന്തലിട്ടു, ലൈറ്റിട്ടു, രാപകലില്ലാതെ ആളുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. വരുന്നവര് ആണിനെ കെട്ടിപ്പിടിക്കുകയാണ്. അല്ലാഹു നിന്റെ മഹൽ പ്രതിഫലം ഏറ്റിത്തരട്ടെ പടപ്പ്, നിന്റെ ക്ഷമിക്കല്ലാത്തല കൂലി കൂട്ടിത്തരട്ടെ പടപ്പ്. നിന്നിൽ നിന്ന് മൗത്തായി പോയ മരണപ്പെട്ട വ്യക്തിക്ക് അല്ലാഹു തആല പുറത്തു കൊടുക്കട്ടെ സഹോദര. ഇങ്ങനെ ഓരോരുത്തരും കെട്ടിപ്പിടിച്ച് ദ്വാരക്കുന്നതിന്റെ പുറമെ കൂട്ടമായിട്ടുള്ള ദ്വായം കബറിങ്ങനെ ചെയ്യാറുത്തും. ബഹുമാനികളെ, 3-ന്റെ അന്നല്ല വന്നെ, എല്ലാ സമയത്തും ഇങ്ങനെ 3-ന്റെ അന്ന് എത്തിക്കഴിഞ്ഞാൽ പിന്നെ അതൊന്ന് ശമനമായി എന്ന് പറഞ്ഞാൽ എന്താ? 3 ദിവസമാണ് സാന്ത്വനപ്പെടുത്തല്, 3 ദിവസമാണ് തഴ്സിയത്ത്. ഇത് നേരെ തിരിഞ്ഞില്ലേ? ഒറ്റ പോകെല്ലാം കൂടെ പോയി 3-ന്റെ അന്ന് തിരിച്ചു വരും. എല്ലാ രംഗത്തിങ്ങനെ സുന്നത്ത് അങ്ങാണ്ട് കിടക്കുകയാണ്. നമ്മളൊക്കെ ഇങ്ങനെ പുതിയ പുതിയ സുന്നത്തുകൾ ഉണ്ടാക്കുകയാണ്. ഇതല്ല വേണ്ടത്. റസൂലുള്ളാഹി തങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് വരട്ടെ. ജനങ്ങളെ പറഞ്ഞു വന്നതെന്താ? നമ്മൾ ഈ ചെല്ലുന്നതായ സ്വലാത്ത് തുല്യതയില്ലാത്ത അമലാണ്. എല്ലാ നിലയ്ക്കും നമുക്ക് രക്ഷപ്പെടാനുള്ളതാണ്. അതുകൊണ്ട് ജനങ്ങളെ, നാളെ മുഫ്ലിസീങ്ങളായിട്ട് മാശറയിൽ കുറെ ആൾക്കാർ വരുന്നത് അതീതിൽ കാണാം. അൽ മുഫ്ലിസു മിൻ ഉമ്മത്തി മയ്യത്തി യൗമൽ ഖിയാമ. മാശറയിൽ കുറെ പരാജയപ്പെട്ട ആൾക്കാർ. സലാത്തിന്റെ പവറുകൾ നോക്കിക്കോ. ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നല്ലോ, ഡെയിലി 100 സലാത്ത് നിങ്ങൾ മുടങ്ങാതെ പതിവാക്ക്. നിങ്ങളിവിടെ ചെല്ലണ്ടാവും, ഡെയിലി ചെല്ലണവരോട് ഉണ്ടാവും. എന്തായാലും ഇവിടെ ഈ പിന്നെ വാർഷികത്തിന് ചുമ്മാതെയല്ലോ, ഡെയിലി നിങ്ങൾ ചൊല്ലിക്കൊണ്ടിരിക്കണ്ടല്ലോ. അത് മുടങ്ങാതെ നിങ്ങൾ പതിവാക്കിയാൽ നിങ്ങൾക്ക് കിട്ടാനുള്ള പദവി വലിയ. ഈ ശുഹദാക്കളുടെ പദവിയിലേക്ക് നമ്മൾ എത്ര എങ്ങനെയാ? സലാത്ത് പതിവാക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിലേക്ക് പിന്നെ സുന്നത്ത് കടന്നു വരുള്ളൂ, പിന്നെ ബിദ്അത്ത് കടന്നു വരില്ല. മൊത്തം സുന്നത്തുകളാണ്. അങ്ങനെ വരുമ്പോൾ നബിത്തങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വന്നു. അപ്പൊ നമ്മൾ രക്ഷപ്പെട്ടു. അതുകൊണ്ട് ബഹുമാനികളെ, ജീവിതത്തിൽ ആകമാനം അല്ലാഹുവിന്റെ റസൂലിന്റെ സുന്നത്തിനെ മുറുകെ പിടിച്ചാൽ പരാജയപ്പെട്ടുമില്ല. മനുഷ്യരയിൽ പരാജിതര് വരിക. ഞാൻ ഈ അതീതോളം പറഞ്ഞു നിർത്തിക്കോളാം. പരാജിതര് മനുഷ്യരയിൽ വരികയാണ്. നിസ്കരിക്കാത്തവരല്ല. മുഫ്ലിസ് എന്ന് പറഞ്ഞ വാക്കിന്റെ അർത്ഥം പരാജിതർ. നിസ്കരിക്കാത്തവരല്ല, നോമ്പൊഴിക്കാത്തവരല്ല, ഹജ്ജ് ചെയ്യാത്തവരല്ല. അവർ വരുന്നത് ബിസ്വലാത്തിഹിം വബിസകാത്തിഹിം വബിസിയാമിഹിം. അല്ലാഹുവേ, എല്ലാ അമലുകളും ചെയ്തവരാണ്. റബ്ബിന്റെ കോടതിയിലേക്ക് വന്നിട്ട്, റബ്ബേ ഞങ്ങളത് ചെയ്തവരാണ്, ഇത് ചെയ്തവരാണ്, നിന്റെ അടുക്കൽ നിന്നുള്ള പ്രതിഫലം ലഭിക്കാൻ ഞങ്ങൾ ഇതാ വന്നെത്തിയിരിക്കുകയാണ്. ഇങ്ങനെ അവർ വരുമ്പോൾ ഇവിടെ ശ്രദ്ധിച്ചോട്ടോ, സലാത്തിന്റെ പവറുകൾ മനസ്സിലാക്കിക്കോ. മറ്റൊരു വിഭാഗം എതിർഭാഗത്തുനിന്ന് വരികയാണ്. എന്നിട്ട് ചൂണ്ടും അത് ശത്തമഹാദ. ഈ മനുഷ്യൻ എന്നെ ചീത്ത പറഞ്ഞു കൊടുത്തോളെ. തിരിച്ച് ചീത്ത പറയാനുള്ള എല്ലാ കഴിവും എനിക്കുണ്ടായി. ഞാൻ തിരിച്ചു പറഞ്ഞില്ല. പറയാത്തതെന്നറിയോ? നിന്റെ കോടതിയിൽ കേസ് തരാനാണ്. ഇയാൾ എന്നെ ചീത്ത പറഞ്ഞത്. ഇത് പറയാൻ കഴിയണം. നിങ്ങളുടെ കളമശ്ശേരിലും ഡിയാദി പടപ്പുകൾ ഇത് നിങ്ങളെ സൂക്ഷിച്ചോളണം. നിങ്ങളുടെ ഈ കളമശ്ശേരിൽ ഇങ്ങനത്തെ പടപ്പുകളുണ്ട്. മുഖത്ത് നോക്കി 101 തെരു പറഞ്ഞാലും തിരിച്ച് കമാന്നൊരു അക്ഷരം പറയില്ല. എന്നിട്ട് നിങ്ങൾ ചായക്കടയിൽ നിന്ന് പറഞ്ഞാന്നറിയോ? എടോ എന്നിട്ട് കീറിയാൻ പെങ്കൂഷൻ ഒരക്ഷരം ഞാൻ പറഞ്ഞില്ല. പേടിക്കൂറാണ് മിണ്ടൂലാന്ന് അന്ന് ഞാൻ നിന്നോട് പറഞ്ഞല്ലോ. മിണ്ടൂലാന്ന് നീ 101 തെരു പറഞ്ഞ ഒരു അക്ഷരം പറഞ്ഞില്ലാന്ന് ഞാൻ പറഞ്ഞില്ലേ? അത് തന്നെ ഇപ്പൊ ഉണ്ടായത്. നിങ്ങൾ ധരിക്കാൻ പൊട്ടനാന്നല്ലേ, ബോധമില്ല. അവള് ഭയങ്കര ബുദ്ധിമാനാ. തിരിച്ചു പറയാത്തന്നറിയോ? അവന്റെ മനസ്സിൽ അള്ളാഹുവിന്റെ കോടതിയാ. അവൻ മനസ്സുകൊണ്ട് പറയാ, അയാള് പറഞ്ഞോടാവേ, ഞാൻ കൊടുക്കൊണ്ടോടത്തി കൊടുത്തോളാം. ഇതാണ് അങ്ങോട്ട് പറയാൻ എനിക്ക് ശേഷിയുണ്ടായി റബ്ബേ, ഞാൻ തിരിച്ചു പറഞ്ഞില്ല. ശത്തമഹാദ. അല്ലാണ്ട് ഈ പറഞ്ഞ് കിട്ടാണ്ടായി കഴിയുമ്പോ പടച്ചോൻ ചോദിക്കട്ടെ എന്നുള്ള ശൈലി അല്ല കേട്ടോ. അങ്ങനെയുണ്ട് ചില ആൾക്കാര്. ഇന്നോടവൻ എന്താടാ അങ്ങനെ ചോദിക്കുമ്പോഴത്തേക്കും എണിച്ചു എന്നിട്ട് ആ തുണിയൊക്കെ കുടഞ്ഞ് 4 കുത്തങ്ങൾ കുത്തിയിട്ട് എന്താടാ മറ്റവന്റെ മറിച്ചവന്റെ എന്റെ ഉമ്മാടെ വാപ്പാടെ ഇതെല്ലാം പറഞ്ഞിട്ട് എന്നോട് അല്ല വീഴും. അതിൽ കാര്യമില്ല. പറയാൻ കിട്ടാണ്ട് വന്നപ്പോഴാ വലിയ അള്ളാഹ് കൊടുക്കണേ.
അങ്ങനെയല്ല, പറയാനെല്ലാം നമ്മുടെ കയ്യിലുണ്ട്, പറയാനുള്ള തന്റെയോടെ ഉണ്ട്, അപ്പം തിരിച്ചു പറയാതിരിക്കുക. അതാ ഇവിടെ വന്നിട്ട് പറയണേ ചീത്ത പറഞ്ഞു. അള്ളാഹുവിന്റെ പണി എന്താണെന്നറിയോ? ഈ മനുഷ്യന്റെ നമസ്കാരം കൊണ്ട് എടുത്തിട്ട് ഈ പരാതിക്കാരന് കൊടുത്തിട്ട് അയാളുടെ പരാതി പരിഹരിക്കും. നോക്കിക്കേ, കോളാമ്പി കട്ടുകൊണ്ട് ഈ ആരിഫ്യങ്ങളിൽപ്പെട്ടൊരു മഹാന്റെ ഉസ്താദെ കോളാമ്പി ആരോ കട്ടോണ്ട് പോയല്ലോ എന്ന് പറഞ്ഞു. ശിഷ്യന്മാര് വന്നിട്ട്, പടച്ചവന് എന്റെ കോളാമ്പി കട്ടോനക്ക് നീ പുറത്തു കൊടുക്കണേ അല്ലാ. ഈ പിള്ളേർ അന്തം വിട്ടിരിക്കുകയാണ്. ഉസ്താദെ ഈ കട്ടോണ്ട് പോയവർക്ക് വലിയ പുറത്തു കൊടുക്കാൻ വേണ്ടി പറയണെന്തിനാ? അതെ മക്കളെ, ഈ കോളാമ്പി കട്ടവനെ നാളെ അള്ളാഹു മഹ്ശറയിൽ കൊണ്ടുവരുമല്ലോ. അവനെ കൊണ്ടുവരുമ്പോൾ ഈ കോളാമ്പി മോഷണം പോയതിന്റെ പേരിൽ ഞാൻ ക്ഷമിച്ചാൽ, എനിക്ക് ആരോടും പരാതിയൊന്നുമില്ല, ഞാൻ ക്ഷമിച്ചാൽ, കാരണം അള്ളാഹുവിന്റെ തീരുമാനമാണ്, ഞാൻ അങ്ങനെ ക്ഷമിച്ചാൽ ആ കള്ളന്റെ ഭാഗത്തുനിന്നുള്ള നന്മ അള്ളാഹു തആല ഈ ക്ഷമിക്ക് പകരമായിട്ട് എനിക്ക് കിട്ടും. അവന്റെ അടുത്ത് നന്മ ഉണ്ടാകണമെങ്കിൽ അവനക്ക് നന്മ കിട്ടണ്ടേ, എന്റെ അടുത്ത് കിട്ടുന്നുണ്ടെങ്കിൽ. അതിനാ ഞാൻ പറഞ്ഞ അള്ളാഹുവേ നീ അവനക്ക് പുറത്തു കൊടുക്കണേ അള്ളാഹു. നിങ്ങളിത് പഠിപ്പിക്കാൻ വന്ന ഈ ബാബാവസ്ലാരുടെ സൈക്കിള് ഈ രാത്രി ഒന്ന് മോഷണം പോട്ടെ. നേരെ വെളുക്കുമ്പോ ഈ വൈകാരെന്താ പറയണവരോ, കള്ളാശ്രദ്ധ എടുത്തുണ്ട. ബഹുമാനപ്പെട്ട നെടുമ്പാശ്ശേരി പോലീസ് സർക്കിൾ എസ് ഐ ഒന്നും കൊടുക്കണ്ട, സർക്കിൾ ഇൻസ്പെക്ടർ മുമ്പാകെ എന്റെ ഇത്ര ശൈലിയിൽ ഇന്ന നമ്പറിലുള്ള സൈക്കിള് മോഷണം പോയി, അതുകൊണ്ട് അത് കണ്ടെത്തി തിരിച്ച് തരുന്നതിനുള്ള നടപടി ബഹുമാനപ്പെട്ട സമക്ഷത്തിൽ നിന്നുണ്ടാകണം എന്ന് ഇത് കൊണ്ടേ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടേ കൊടുക്കണം. എന്നെങ്കിലും ഏതെങ്കിലും കള്ളനെ പിടിക്കുമ്പോ അതിനകത്ത് സൈക്കിളിൽ നമുക്ക് ഇത് കിട്ടും. പരാതി കൊടുക്കണ ആ ഉദ്ദേശത്തിലല്ല, ഇത്ര സൈക്കിൾ കിട്ടാനല്ല. എന്നെങ്കിലും ഒരു കള്ളനെ പിടിക്കുമ്പോ അയാൾക്കൊരു അടുത്ത സൈക്കിൾ ഉണ്ടെങ്കിൽ നമുക്ക് ആ സൈക്കിൾ കിട്ടും. ആ വിലരപ്പം നിങ്ങളോട് ഇത് പറഞ്ഞല്ലേ, ക്ഷമിച്ചോളൂത്. വലിയ പാടാടാ എങ്ങാതി. പറയാനൊക്കെ എളുപ്പമുണ്ട്, ഇത് ചെയ്യാൻ വലിയ പാടാ, ബുദ്ധിമുട്ടാ. തഖ്വ വലിയ വിഷമമുള്ളതാണ്. പോട്ടെ വിഷയം മാറിപ്പോവും. ഇവിടെ ശ്രദ്ധിച്ചോ. അപ്പൊ എന്താ പറഞ്ഞു വന്നു ബഹുമാനികളെ? നിസ്കാരം അങ്ങ് പോയി. നിസ്കാരം പോയാലേ ഇയാൾ രക്ഷപ്പെട്ടു എന്നാണോ? ദേവനും അടുത്തത് നബി തങ്ങൾ പറയാൻ ശത്തമഹാദ പറഞ്ഞത് തീർന്നത് അടുത്ത ആൾ വരികയാണ്. അക്കലമാലഹാദ, പഠിച്ചവനെ ഇവനെന്റെ മുതല് തിന്നവനാണ് റബ്ബേ. കടം മേടിച്ചു ഫെബ്രുവരി അല്ലെങ്കിൽ ജനുവരി 31-ാം തീയതി തന്നേക്കാന്നും പറഞ്ഞു, ഡിസംബർ 30-ാം തീയതി തന്നേക്കാന്നും പറഞ്ഞു കാശ് കടം മേടിച്ചു. ഡിസംബർ 30 ആയിട്ടുമില്ല, അപ്പൊ ജനുവരി 25 ആയിട്ടുമില്ല, ജനുവരി 30 ആയിട്ടുമില്ല. ഈ മൂപ്പന അതിലെങ്ങാനും പോണ്ടെങ്കിൽ ഇവരിങ്ങനെ ഇങ്ങനെ മാറിപ്പോവാണ്. ചോദിക്കൂല. എന്നിട്ട് ഇവൻ പറഞ്ഞറിയാം മറ്റവന്റെ അടുത്തുണ്ട്, എടാ ഡിസംബർ 30-ാം തീയതി കൊടുക്കാതെ 10,000 രൂപ മേടിച്ചാ ചോദിക്കല. അതിന് അങ്ങേർക്ക് പോകുന്നുണ്ടോ? കാശ് കടം മേടിക്കണേ അങ്ങേരോട് മേടിക്കണം. കാരണം എന്താ? തിരിച്ചു ചോദിക്കൂല. പൊട്ടനാ മരിച്ചവനല്ലേ, അവന് ഭയങ്കര ബുദ്ധിമാനാ. ഈ ദുനിയാവൊന്നും ശാശ്വതമല്ല റബ്ബേ, എന്റെ കയ്യിലേക്ക് ഇപ്പോ നീ കുറെ തന്നു പഠിച്ചവന്, അതിൽ നിന്നും ചിലരിന്റെ അടുക്കൽ വന്ന് ചോദിച്ചു റബ്ബേ, ഞാനത് കൊടുത്തു പഠിച്ചവരാണ്, തരാന്നും പറഞ്ഞാ കൊണ്ടുപോയത് റബ്ബേ, തിരിച്ച് കുത്തിനു പിടിച്ച് മേടിക്കാൻ എനിക്ക് ശേഷിയുണ്ട് റബ്ബേ. എവിടെയാണാ നീ ആ 30-ാം തീയതി തരാമെന്ന് പറഞ്ഞാൽ കാശ് എവിടെ? ഒരടി അപ്പുറത്തേക്ക് കാശ് വിളിച്ചിട്ട് മതി. അത് പറഞ്ഞ് മേടിക്കാൻ എനിക്ക് കഴിവുണ്ട്. ഞാൻ ചോദിക്കുന്നില്ല പഠിച്ചവനെ. എന്തിനാ ചോദിക്കാറുണ്ട്? നിന്റെ കോടതിയിൽ പരാതി തരാനാണ് പഠിച്ചവനെ ഈ മനുഷ്യനെന്റെ സ്വത്ത് തിന്നു തമ്പുരാനെ. ഭയങ്കര ലാഭകച്ചവട ബഹുമാനികളെ. പലരിക്കടെ ചെന്ന് കഴിയുമ്പോ അപ്പൊ ഈ ഒരു മാസത്തെ കാശം കന്നേക്കാന്നോർത്ത് വന്നതാണ്. നോക്കടാ, അപ്പൊ 18,565 18,000 അല്ല. അപ്പൊ ഇയാൾക്കൊരു കണക്ക് കറക്റ്റ് ഉണ്ട്. 8,000 രൂപ പറ്റിയിട്ടില്ല. 18,000 എത്ര പറഞ്ഞു? അപ്പൊ എന്താ ആവശ്യമില്ല. എന്റെ കൊടുക്കണ എന്താ? കള്ളക്കണക്ക് മേടിക്കണ നീ മേടിച്ചോടാ, ഞാൻ തിരിച്ചു തന്നെ കോടതിന്റെ അവിടെ ഞാൻ തിരിച്ചു മേടിച്ചോളാം. ഇഷ്ടം പോലെ ഉണ്ട് മാനികളെ, ഇഷ്ടം പോലെ ഉണ്ട്. എന്നോടൊരാൾ ചോദിച്ചു, മുസ്ലിം ഇങ്ങനെ ഫ്ലവർ മില്ല് തുടങ്ങിയത്. എനിക്ക് മില്ലുണ്ട്, മല്ലിമുളകും വജളൊക്കെ പഠിക്കണം മില്ല്. അതിന് 10-25 കൊല്ലായി തുടങ്ങിയിട്ട് 10,000 രൂപ ആചാര്യോട് കടം മേടിച്ചൊക്കെ തുടങ്ങിയത്. അള്ളാഹു അദ്ദേഹത്തിന്റെ ഖബറിടം സന്തോഷാക്കി കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. കാരണം അന്ന് നിവൃത്തി ഉണ്ടായില്ല, അതുകൊണ്ടാണ് അങ്ങനെ കടം മേടിച്ചു തുടങ്ങി. അപ്പൊ എന്നോട് പലരും ചോദിച്ചു, മുസ്ലിം എന്തിനാ ഫ്ലവർ മില്ല് തുടങ്ങിയെന്ന് ചോദിച്ചു. അതെ, പലചരക്കട തുടങ്ങണ കാര്യമല്ല, ഫ്ലവർ മില്ല് തുടങ്ങി നമുക്ക് ലാഭമുണ്ട്. എന്താ?
10 കിലോ പൊടിക്കാൻ വേണ്ടി അരി കൊണ്ട് വന്ന പൊടിച്ച് എത്ര കിലോ ഉണ്ട്? 8 കിലോ ഉണ്ട് സാധനം. അന്ന് 40 കിലോ നേരം. അപ്പോ 2 കിലോ ആഗ്രഹത്തിലേക്ക് കിട്ടി. ഇത് പലചരക്കടെ കിട്ടൂല, വേറെ ഒരു കച്ചവടത്തിലും കിട്ടില്ല. ഫ്ലവർ മില്ല് ഞാൻ നിങ്ങളോട് പറയാ, തുടങ്ങാൻ പറ്റി തുടങ്ങിക്കോട്ടോ. ആഹാരത്തിലേക്ക് 1.5 കിലോ മുളക് പൊടിക്കാൻ കൊണ്ടുവന്നു കഴിഞ്ഞാൽ 85% ആൾക്കാർ 1 കിലോ എന്ന് പറയുള്ളൂ. അപ്പൊ 1/2 കിലോ നമുക്ക് അങ്ങോട്ട് കിട്ടി. 1 കിലോ ഇവിടെ കിട്ടിയാതില്ല, 1/2 കിലോ അപ്പുറത്തേക്ക് കിട്ടിയില്ലേ? ഇങ്ങനെ ഭയങ്കര ലാഭമുള്ള കച്ചവടം ഇത്. സൂക്ഷിക്കണോട്ടോ. നാളെ ചോദിക്കുക, പഠിച്ചവന് എന്നെ പറ്റിച്ചത് അല്ലാഹുവേ അക്കലമാലഹാദ. ബഹുമാനികളെ, ഇവൻ കൊടുത്ത സദഖയും ധർമ്മവും സക്കാത്തും എല്ലാം ഈ കക്ഷിക്ക് പകരം കൊടുക്കുകയാണ്. അപ്പൊ അതും പോയി, നിസ്കാരം പോയി, സക്കാത്ത് പോയി. അടുത്ത ആള് പറയാണ്, യാ റബ്ബി ഖദ് ഫഹാദ. ഈ മനുഷ്യൻ എന്നെ പറ്റി അപവാദം പറഞ്ഞു പഠിച്ചവനെ. കേട്ടോ, സലാത്തിന്റെ പവർ നിങ്ങൾ നോക്കിക്കോ. സലാത്തിന്റെ പവർ, അപവാദക്കഥ എന്ത് രസാന്നറിയോ ആൾക്കാർക്ക് പറയാൻ. ഏറ്റവും കൂടുതൽ രസമുള്ളൊരു കാര്യം ഇപ്പൊ ഇത് അപവാദക്കഥ. ഗൾഫിലേക്ക് അങ്ങോട്ട് പോയ ചെറുക്കൻ ഗൾഫിലേക്ക് പോയി. അപ്പൊ കളമശ്ശേരി അങ്ങോട്ട് ജംഗ്ഷനിലേക്ക് മീൻ മേടിക്കാൻ പോണ കാക്കയാണ്. അപ്പൊ ഈ വീട്ടിലേക്ക് ഒരു ചെറുക്കൻ കയറി പോവാണ്. ഇന്നലെ പോയി വീട്ടുകാരൻ ചെറുക്കൻ, ഇന്ന് വേറെ ചെറുക്കൻ കയറി പോവാണ്. മീനൊക്കെ മേടിച്ച് കൊണ്ടുപോയി സുബീസ്കാരമൊക്കെ കഴിഞ്ഞ് നേരെ ചായക്കടയിലേക്ക് ഇറങ്ങും. എന്റെ അല്ല, എന്നിട്ട് ഡബിൾ സ്റ്റോക്കിൽ ഓരോ നാട്ടാ കോയാനെന്ന് പറയും. എന്നിട്ട് ഈ ചായ കണ്ടിട്ട് ഇങ്ങനെ ഒരു തൂക്കലുണ്ട്. ഇങ്ങനെ എന്തിനാ തൂക്കണതറിയോ? ഈ നാരയും കൊണ്ടാ തുടങ്ങേണ്ടത്. അതാണ് ആലോചിക്കണേ. അവലും ഒക്കെ ഇതിന് പള്ളിയിലൊന്ന് സുബീകരിച്ചാക്കായ പേര്. എന്നിട്ട് ഇവിടത്തെ കാര്യം അല്ലാട്ടോ പൊന്നാ, ഇവിടെ ചായക്കടയില്ല, അങ്ങനെ ഒരു കുടിക്കലും ഇല്ല. എന്നിട്ട് ഇതിങ്ങനെ തിരുമ്മിട്ടേ അടുത്തിന് അപ്പൊ എന്തോരാൾക്കാരുണ്ട്. അയ്യപ്പനുണ്ട്, പത്രോസുണ്ട്, കുഞ്ഞാരായനുണ്ട്, പരീക്കുട്ടിയുണ്ട്, ഇബ്രാഹിം, എല്ലാവരും ഉണ്ട്. ഇപ്പൊ ചായക്കടാന്ന് പറഞ്ഞാൽ അങ്ങനെയാണല്ലോ. അപ്പൊ പരീക്കുട്ടി, എടാ നമ്മളെ സൈദാലി ഗൾഫിലേക്ക് പോയോ? ഏത് സൈദാലി? അപ്പൊ നീ ഇപ്പൊ ഏതാണ്ട് ആകാശത്തുനിന്ന് ഇറങ്ങി വന്ന കാര്യമാണല്ലോ. ഉള്ള അവിടെ നാരായണന്റെ അപ്പുറം ആ സൈദാലി മിനിഞ്ഞാന്ന് പോയല്ലോ. അങ്ങനെ അടി എന്തിനാ ഡെസ്കിലേക്ക് അടിക്കണേ? എല്ലാരും കൂടെ ശ്രദ്ധിക്കാൻ. അങ്ങനെ വരട്ടെ. എന്തേ എടാ ഉവേ, മിനിഞ്ഞാന്ന് സൈദാലി ഗൾഫിൽ പോയെങ്കിലേ ഇന്നലെ ഞാൻ അതിനെ കൂടെ പോകുമ്പോ കാണാടാങ്ങാതി മറ്റവനങ്ങോട്ട് കയറിപ്പോണു. ഏത് മറ്റവൻ? ഇനി അവൻ തന്നെ. അല്ലോ, ഞാൻ മീൻ മേടിക്കാൻ പോയപ്പോ കയറി പോണൂടാ. അത് കഴിഞ്ഞ് ഞാൻ 6 മണിക്ക് തിരിച്ചു വരുമ്പോ കാണാം കട്ടിന്റെ ബട്ടൺസൊക്കെ ഇട്ടുകൊണ്ട് ഇറങ്ങി വന്നു. ഓ, ഒരു വല്ലാത്ത പൊന്നുമോള് തന്നെ. കഴിഞ്ഞ ദിവസം പുതിയാപ്പിളനെ വിട്ടിട്ട് ഡ്യൂപ്ലിക്കേറ്റ് പുതിയാപ്പിളയ്ക്ക് 24 മണിക്കൂർ എത്തുന്നതിന് മുമ്പ് വീണ്ടും സ്വീകരണം. പോയാലേ ഒരു ഇത്തിരി കടുപ്പം കുറച്ച് ഓർമ്മ കാട്ടിക്കട. ഇത് കേട്ടോണ്ടിരിക്കുക അവിടെ ആൾക്കാർ. കാശ് മുടക്കി ദുബായിലേക്ക് ഫോൺ ചെയ്യും. എടാ, നിന്റെ കെട്ടിയോക്കടെ കൂടെ ഇത്രാം തീയതി ഇന്ന സമയത്ത് ഇന്നയാൾ എത്ര മണിക്കൂർ താമസിച്ചൂടാ, ഇന്നയാൾ അതിന് തെളിവാണ്. പേപ്പർ എടുത്തു, ലെറ്റർ പേഡ്, 3 തലാക്കും ചൊല്ലി, ഒന്ന് ഔക്ക്, ഒന്ന് ഔക്കടെ വാപ്പാക്ക്, ഒന്ന് മഹല്ല് കമ്മിറ്റിക്ക്. എവിടെന്നാ ഇത് പോയത്? എവിടെന്നാ ഇത് പോയത്? ബഹുമാനികളെ, രസമല്ല ഞാൻ ചോദിക്കുക, രസമല്ല ഇത്. രസത്തിൽ നബിത്തങ്ങൾ പറയാണ്, പൊറുക്കാത്ത 7 പാപമുണ്ട് കേട്ടോ, നിങ്ങൾ അതിനെ ഒഴിവാക്ക്. നബിത്തങ്ങൾ പറയാണ്, ഈ പൊറുക്കാത്ത 7 പാപത്തിനകത്ത് ഉമ്മാനെ തല്ലലൊന്നും കാണണില്ല. ബഹുമാനികളെ, കള്ളുകുടിക്കൽ കാണണില്ല, പന്നിയിറച്ചി തിന്നൽ കാണണില്ല, പാപ്പാനെ തല്ലൽ കാണണില്ല. അതിനകത്ത് കാണുന്നു പതിവ്രതയായ പെണ്ണിനെയോ പരിശുദ്ധനായ പുരുഷനെയോ സംബന്ധിച്ച് വ്യഭിചാരത്തിന്റെ ആരോപണം വയ്ക്കുക. ഈ സബുൽ മൂബിഖാത്തില് ശരീരത്തിന്റെ അവയവം കൊണ്ട് വരുന്ന ഒറ്റ തെറ്റിത് മാത്രമേ ഉള്ളൂ. പാടില്ല ബഹുമാനികളെ. ഉമർ ഫാറൂഖ് റളിയല്ലാഹു തആല സുബഹിസ്കാരം കഴിഞ്ഞിട്ട് എഴുന്നേറ്റിട്ട്, നിങ്ങളുടെ ഖലീഫ ഈ രാത്രിയിൽ ഒരു അന്യ സ്ത്രീയും പുരുഷനും വ്യഭിചരിക്കുന്നത് നേരിട്ട് കണ്ടിരിക്കുകയാണ്. എന്ത് ശിക്ഷയാണ് അവർക്ക് കൊടുക്കേണ്ടത്? സദസ് ഒന്നടങ്കം പറഞ്ഞു, ഖലീഫയ്ക്ക് ഉചിതമായത് കൊടുക്കാം. അലിയാരങ്ങൾ എഴുന്നേറ്റിട്ട് പറഞ്ഞു, പറ്റൂല. കണ്ടോ, ഇത് അലിയാരങ്ങൾക്ക് വിവരം കൂടിയതുകൊണ്ട് ഉമർ റളിയല്ലാഹു തആലയ്ക്ക് വിവരം കുറഞ്ഞുകൊണ്ട് അടുത്തുണ്ട്. അങ്ങനെ നിങ്ങൾ മനസ്സിലാക്കരുത്. ഇത് ഈ സമുദായത്തിനെ പഠിപ്പിക്കാനാണ്. അലിയാരങ്ങൾ എന്ത് പറഞ്ഞു? അങ്ങനെ അവിടത്തേക്ക് ശിക്ഷിക്കണമെങ്കിൽ ആ അന്യ സ്ത്രീ പുരുഷന്മാർ വ്യഭിചരിക്കുന്നത് 4 ആളുകളെ കൊണ്ടുവന്ന് കാണിക്കണം. അവര് വന്ന് കാണുമ്പോൾ അവർ ഈ വൃത്തികെട്ട പരിപാടി ചെയ്യുന്നില്ലെങ്കിൽ ഖലീഫയ്ക്ക് മിണ്ടാൻ വകുപ്പില്ല. വ്യഭിചാരത്തിന്റെ വാർത്ത പുറത്തൊരു മനുഷ്യനോട് പറയണമെങ്കിൽ 4 ആളുകൾ അതിന് സാക്ഷി നിൽക്കണമെന്ന് പറഞ്ഞാൽ ഇത് പുറത്ത് മിണ്ടാൻ പാടില്ലെന്ന്. അത്ര ഗൗരവമുള്ള കേസ്. ബഹുമാനികളെ, ഈ അപവാദ കഥ കൊണ്ടിട്ട് എന്ത് സംഭവിച്ചു ജനങ്ങളെ? കുടുംബം ശിഥിലമായില്ലേ?
നിഷ്കളങ്കയായ പെൺകുട്ടി വല്ലാതെ വേദനിച്ചില്ലേ? തലാക്ക് ചെല്ലേണ്ട അവസ്ഥയിലേക്ക് എത്തിയില്ലേ? പാപ്പ തലാക്കിന്റെ കടലാസം മേടിച്ചോണ്ട് വീട്ടിലേക്ക് വരുമ്പോൾ ചോദിക്കുകയാണ്, എടി മോളെ, ഈ ഭിത്തിയാല് വേശ്യാലെന്ന് നിനക്കെന്നങ്ങ് എഴുതി വെക്കാൻ പാടില്ലായിരുന്നോ? അതിന്റെ ചങ്കിന് കത്തി കയറും ബഹുമാനികളെ. ശരിക്കും ഇത് ഉണ്ടായതാണോ? അതാണ് മനസ്സിൽ. ഇന്ന ബഅദല്ലന്നി ഇസ്മുൻ. ഖുർആൻ പഠിപ്പിക്കുകയാണ്, നിങ്ങൾ ഭാവിച്ചുകൊണ്ടൊരു വർത്തമാനം പറയരുത് കേട്ടോ. ബഹുമാനികളെ, ഭാവിച്ചുകൊണ്ടൊരു വർത്താനം പറയരുത്. ഇത് ഭാവനയെ കൂടെ ഈ കക്ഷി പറഞ്ഞത്, കണ്ടിട്ടില്ല. കണ്ടാൽ തന്നെ ഇതിന്റെ ശിക്ഷകളൊന്നും നോക്കിക്കേ. പുറത്ത് പറയാൻ പറ്റിയ കേസാണത്. നമുക്കങ്ങനെ പറയണമെങ്കിൽ ഇത്ര ആൾക്കാരെ കാണിക്കണമെന്ന്, എന്നിട്ടേ പുറത്ത് പറയാൻ പാടുള്ളൂ. പിന്നെ ഇതിനകത്തപ്പോ നമുക്ക് ചെയ്യാവുന്ന ഒരു ക്രിയ എന്താ? അങ്ങനെ ഒരാളുണ്ടെങ്കിൽ അയാളെ നിങ്ങൾ വിളിച്ചിട്ട് ഏത് ശൈലിയിലാണ് ഉപദേശിക്കാൻ പറ്റുക? പുറത്തൊരാളറിയരുത്. ശൈലി ഏതാണ് ആ നിലയ്ക്ക്. മോനെ, നീ അവിടെ ആ പെണ്ണ് മാത്രമല്ലേ ഉള്ളൂ? അതെ, ഇന്നലെ നീ അങ്ങോട്ട് കയറി പോണേ കണ്ടാറുന്നല്ലോ. അത് നമുക്ക് നല്ലതല്ല. ഒരു സ്ത്രീയും പുരുഷനും ഒരു സ്ഥലത്ത് ഒരുമിക്കുന്നതുകൊണ്ടിട്ട് ശൈത്താൻ അവിടെ കൂടും. ഇങ്ങനെ നമ്മൾ ഉപദേശിക്കാൻ പറ്റുകയാണ്, ഉപദേശിക്കണം. അതല്ല തന്റേതായിട്ട് പറയാൻ പറ്റുമോ? നീ ഇന്നലെ അങ്ങോട്ട് കയറി പോകണുണ്ടല്ലോ, മേലാലിങ്ങനെ കണ്ട എന്റെ കാലിന്റെ കുറുകാലും കണ്ടില്ല. അങ്ങനെ പറയേണ്ടത് അങ്ങനെ പറഞ്ഞോ. ഇത് വേറൊരാളോട് പറയാൻ പാടില്ല. ഇത് ഇവിടെ ഇങ്ങനൊരു പരിപാടിയും ഉണ്ട്. ഉണ്ടോ ഇവിടെ? എന്തായാലും ഇതെല്ലാം ഇൻഷാ അല്ലാഹ് ഈ നല്ല കാര്യത്തിലേക്കാണല്ലോ ഉപയോഗപ്പെടുന്നത്. ബഹുമാനപ്പെട്ട നമ്മുടെ പരീതാജി എന്റെ കയ്യിൽ ഒരു ഇത് തന്നിട്ടുണ്ട്, ഒരു കുറിപ്പ്. ഇവർക്ക് കാര്യപ്പെട്ട നിലയ്ക്ക് ഈ സദസ്സ് ഒരു സമ്മാനം കൊടുക്കണം. എന്താ സമ്മാനം എന്നറിയോ? വേറൊന്നുമില്ല, നമ്മുടെ ഈ സ്ഥാപനത്തിലേക്ക് ഒരാള് 1000 രൂപയും, ഒരു സഹോദരിയാണ്. പിന്നെ നമ്മുടെ വാഫി കോളേജിന്റെ നിർമ്മാണ ഫണ്ടിലേക്ക് ഒരാൾ 1,00,000 രൂപയും, വേറൊരാൾ 10,000 രൂപയും. ഇങ്ങനെ ഒരു 3 സംഭാവന ഇവിടെ കിട്ടിയിട്ടുണ്ട്. ഈ സദസ്സ് ഒരു നിഷ്കളങ്കമായ സദസ്സാണ്. ഈ സദസ്സിൽ നിന്ന് ഇവർക്ക് കൊടുക്കാനുള്ള എന്താണെന്നറിയോ? ചെറിയ കാര്യമല്ല. ഒരാള് ഒരു സലാത്ത് ചൊല്ലിയാൽ നബിത്തങ്ങൾ പറഞ്ഞു 10 പാപം പൊറുക്കുന്നു, 10 പദവികൾ ഉയർത്തുന്നു, 10 ഇടങ്ങേറുകൾ മാറ്റുന്നു. ഇന്ന് അസ്വസ്ഥതകൾ കൂടുതലാണല്ലോ. കാശും സൗകര്യങ്ങളും ഇല്ലാഞ്ഞിട്ടല്ല, പക്ഷെ സ്വസ്ഥതയില്ല. ഈ ഒരവസ്ഥയിൽ നിന്നും 10 അസ്വസ്ഥതകൾ മാറ്റുന്നു. ഇങ്ങനെ നബിത്തങ്ങൾ പഠിപ്പിച്ചെങ്കിൽ അതിന്റെ ഏറ്റവും കുറഞ്ഞ എണ്ണ ഇപ്പൊ ഞാൻ എടുക്കണേ, അല്ലാണ്ട് കൂടിയ എണ്ണത്തിലേക്കല്ല. അങ്ങനെ തങ്ങൾ പഠിപ്പിച്ചെങ്കിൽ ഇത്രയും ജനം ഈ 3 വ്യക്തികളുടെ പേരിൽ പരിശുദ്ധ റൗദയിലേക്ക് ഓരോ സലാത്ത് സമ്മാനിക്കണം. എന്റെ ഒരു ശൈലി അങ്ങനെയാ. ഈ ഒരു നല്ല കാര്യത്തിലേക്ക് ഇങ്ങനെ ഒരു സഹായം തരുമ്പോൾ ഈ സദസ്സിൽ നിന്ന് ഇത്രയും ജനങ്ങൾ ഒരു സലാത്ത് ചൊല്ലി പരിശുദ്ധ റൗദയിലേക്ക് ഈ 3 പേരുടെയും പേരിൽ സമ്മാനിക്കണം. എന്നിട്ട് ഇൻഷാ അല്ലാഹ് ദുആ ചെയ്യണം. എന്റെ ശൈലി എങ്ങനെയാണ്. അപ്പൊ ഇൻഷാ അല്ലാഹ് ഞാനത് നടത്തും. അത് ഇത് ഒന്നോട് തീർത്തോട്ടെ. ഏതായാലും നാക്കേലും ഒന്നല്ലോ, ഈ ഹദീസ് ഒന്നും കൂടി തീർത്തോട്ടെ. നമുക്ക് മുഫ്ലിസീങ്ങളാകാതെ രക്ഷപ്പെടാനുള്ള വഴിയുണ്ടെങ്കിൽ ആ വഴിയും കൂടെ നമ്മൾ എടുക്കണമല്ലോ. അതിന് വേണ്ടി പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. എല്ലാ നന്മകളും പോവുക. അപവാദം പ്രത്യേകം സൂക്ഷിക്കണം ബഹുമാനികളെ. സബുൽ മുബിക്കാത്ത് 7 എണ്ണം പറയുന്നതിൽ ശരീരം കൊണ്ട് വരുന്ന ഒരേ ഒരു സബുൽ മുബിക്കാത്ത് ഇത് മാത്രമേ ഉള്ളൂ. പരിശുദ്ധനായ പുരുഷനെ സംബന്ധിച്ച്, പരിശുദ്ധയായ സ്ത്രീയെ സംബന്ധിച്ച് വ്യഭിചാരക്കുറ്റം പറയല് അല്ലാഹു തആല പൊറുക്കാത്ത തെറ്റാണെന്ന് നബിയുനാ റസൂലുള്ളാഹി. അതൊക്കെ ഊഹിച്ചു പറയണതാണ്. യഥാർത്ഥത്തിൽ ആ ചെറുപ്പക്കാരനിപ്പോ എന്തിനാ കയറി ചെന്നത്? അയാൾ കയറി ചെന്നു, ഇപ്പൊ ഈ പെൺകുട്ടി അകത്തുണ്ട്, ജനലേക്കൂടെ കണ്ടു. ഇവിടെ ആരാ ഉള്ളത്? ഇവിടെ ഞാൻ മാത്രമേ ഉള്ളൂ. ഞാൻ ഈ ഷർട്ടേലൊന്ന് ഡിസൈൻ ചെയ്യാൻ വേണ്ടി, ഇവിടെ ഡിസൈൻ മെഷീൻ ഇവിടെ കിടപ്പുണ്ടല്ലോ, അതൊന്ന് തയ്ച്ചോട്ടെ എന്ന് ചോദിക്കാൻ വേണ്ടി. ഇവിടെ വേറെ ആരും ഇല്ല. എല്ലാവരും ഞാൻ ഇവിടെ ഇരുന്ന് തയ്ച്ചോളാം, അതിനിവിടെ വേറെ ആളുടെ ആവശ്യമില്ലല്ലോ. ഈ കുട്ടി അപ്പുറത്തേക്ക് പോയി, ജനലടച്ചോണ്ട് ഈ കുട്ടി അപ്പുറത്തേക്ക് പോയി. അയാൾ ഷർട്ട് ഊരി അതിൽ ഡിസൈൻ ചെയ്തു. 1 മണിക്കൂർ കൊണ്ട് ഡിസൈൻ തീർത്തു. ഷർട്ട് ഊരി ഇട്ടു, ബട്ടൺസ് ഇട്ടുകൊണ്ട് ഇറങ്ങി വരികയാണ്. മീൻ മേടിക്കാൻ അങ്ങോട്ട് പോയവൻ അങ്ങോട്ട് കയറുന്നു കണ്ടു. തിരിച്ചിങ്ങോട്ട് വന്നു കഴിഞ്ഞപ്പോൾ ഷർട്ടിന്റെ ബട്ടൺസ് ഇട്ടുകൊണ്ട് ഇറങ്ങണേ കണ്ടു. ഇവൻ ഇങ്ങനെ ഭാവിച്ചു. ഇവൻ അകത്ത് കയറി ആ പെണ്ണുമായി ബന്ധപ്പെട്ടു, ഷർട്ടൊക്കെ ഇട്ടോണ്ടിട്ട് ഇറങ്ങി വരികയാണ്. നിങ്ങൾ ചിന്തിച്ചൊക്കെ ചുമ്മാ അല്ല പറഞ്ഞതാണോ? ഇന്ന ബഅദല്ലന്നി ഇസ്മുൻ. ഭാവിച്ച് നിങ്ങളൊരു വർത്തമാനം പറയരുത്, അത് മഹാപാപമാണ്. ബദറുദ്ദീൻ ആജിയ നേരത്തെ സൂചിപ്പിച്ചല്ലോ, മൂപ്പര് ഖബറിലാണ്. ഞാനും ആജിയാരും ഈരാറ്റുപേട്ടയ്ക്ക് പള്ളിയുടെ പിരിവിന് വേണ്ടിയിട്ട് ഇങ്ങനെ പോവാ കാറിൽ. അപ്പൊ ഈരാറ്റുപേട്ടയ്ക്ക് പോകണമെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോ നമ്മുടെ അവിടെ അടുത്തുള്ള ഒരു കാക്ക പറഞ്ഞു, ഉസ്താദെ ഞാനും എന്നാ നിങ്ങളുടെ കാറയിലൊന്ന് പോന്നോട്ടെ. എന്തേ? അങ്ങോട്ട് പോണ വഴിക്ക് ഒരു ഒറ്റമൂലി ചികിത്സ ചെയ്യണ ആളുണ്ട്, ഈ മൂലക്കുരുവിന്. അപ്പൊ ഞാന് വല്ലാതെ വേദനയായി വിഷമിച്ചിരിക്കുകയാണ്. അയാളുടെ ഒറ്റമൂലിയും കൂടെ ഒന്ന് പരിശോധിക്കാൻ, ഒരു പരീക്ഷിക്കാൻ തരികയാണ്. അതിനിപ്പോ എന്താ കുഴപ്പമൊന്നുമില്ല, ഞാനും ആചാര്യം മാത്രമേ ഉള്ളൂ.
പിന്നെ ഡ്രൈവർ വർഗീസും ഉണ്ട്, വേറെ ആരും ഇല്ല. ആയിക്കോട്ടെ. അപ്പൊ ഇയാള് വണ്ടിയെ കയറി, ഒരു ഓയിലിന്റെ കഷ്ണം അയാളുടെ തോളത്ത് കിടപ്പുണ്ട്. ഒരു പാവപ്പെട്ട കാക്ക. അങ്ങനെ വണ്ടിയെ കയറി കഴിഞ്ഞപ്പോ കാക്ക പറയാണ്, അവിടെ ഈ ഒറ്റമൂലി ആ മരുന്ന് ഈ ബ്രാൻഡിയിലെ അവസ്ഥ തരുള്ളൂ, ബ്രാൻഡി കൊണ്ടുപോയി ചെല്ലണമെന്ന് അയാൾ പറഞ്ഞിട്ടുള്ളൂ. ഇന്നാലും എന്റെ പൊന്നു കാക്ക, ഈ ബ്രാൻഡിക്കകത്തൊന്നും രോഗശമനം ഇല്ല എന്ന് പറഞ്ഞാലേ ഉസ്താദ് ഇതൊന്ന് പരീക്ഷിക്കാൻ വേണ്ടിയാണ്. ബ്രാൻഡി എന്ന് പണ്ടാരെങ്കിലും ആവട്ടെ, ഷൂക്കേട് മാറുമെങ്കിൽ. ഞാൻ ഇപ്പോൾ ഉള്ളത് പറഞ്ഞൊന്നുമില്ല, കാക്കയുടെ ഇഷ്ടം പോലെ ചെയ്യും. അപ്പൊ എനിക്കൊരു ഇത്തിരി ബ്രാൻഡി വാങ്ങണമല്ലോ. അപ്പൊ വർഗീസ് പറഞ്ഞു, ബ്രാൻഡി ഇവിടെ റോട്ടി കിട്ടൂല, അത് വിദേശ മദ്യം വിൽക്കണ സ്ഥലത്ത് ബ്രാൻഡി കിട്ടുള്ളൂ എന്ന് പറഞ്ഞു. എന്നാ വിദേശ മദ്യം ഉള്ളോടത്തിൽ ഒന്ന് നിർത്തണോട്ടോ എന്ന് പറഞ്ഞു വർഗീസിനോട്. ഞാൻ പറഞ്ഞേ, എടാ വർഗീസേ, നീ വിദേശ മദ്യം നോക്കി വണ്ടി വല്ലോടത്തിലും പോയി നീ വണ്ടി പിടിക്കും, ഞാൻ വേണമെങ്കിൽ നോക്കാം വിദേശ മദ്യം, ആരാക്ക് പിടിക്കാൻ ഇപ്പൊ എന്ത് ചെയ്യാനാ. അങ്ങനെ വണ്ടിയുടെ തൊടുപുഴയിലൊക്കെ കൂടെ എത്താറായി. ഇപ്പൊ ഈ ഇടത്തെ സൈഡിൽ വിദേശ മദ്യം എന്ന് പറഞ്ഞു. ഇവ പെട്ടെന്ന് വണ്ടി ഒതുക്കി. ഞാനും ആചാര്യം വേറെ എന്തോ ഗൗരവമായ ചർച്ചയിലാണ്. ഈ കാക്കതേ തോളത്ത് അത് ഇട്ടുകൊണ്ടിട്ട് ഓടി വിദേശ മദ്യശാലയിൽ ചെന്നു. അയാള് ബ്രാൻഡി മേടിക്കാൻ വേണ്ടി അവിടെ നിൽക്കുകയാണ്. അപ്പൊ ഈ കാറയിലേക്ക് ഇടയ്ക്കിടയ്ക്ക് ആൾക്കാർ വിളിച്ചു നോക്കുന്നുണ്ട്. ഇത് ആരെ വിളിച്ചു നോക്കണേ? അവിടെ ഈ ചോട്ടൂലാളികൾ നിരന്നിരിപ്പുണ്ട്. അവരാണ് ഈ രാവത്തന്മാരാണല്ലോ, അവർ ഓരോരുത്തരും എന്തെങ്കിലും വിളിച്ചു നോക്കുകയാണ്. അങ്ങനെ അപ്പൊ നമ്മൾ ശ്രദ്ധിക്കണില്ല. ഒളിഞ്ഞു നോക്കിയാലും ഒരാള് പറഞ്ഞേ, എടാ മൊയിലാരും ആചാരും ഒക്കെയാണ്. അപ്പളാ എനിക്ക് സ്വയബോധം ഉണ്ട്. അവിടെ പടച്ച തമ്പുരാനെ ആചാര, ഓ ആചാക്കാര് പറഞ്ഞു കേട്ടോ, എന്ത് മൊയിലാരും ആചാരം എന്ന് പറഞ്ഞ കാര്യം മനസ്സിലായോ? ഇല്ല, കാക്ക ബ്രാൻഡി മേടിക്കാണ്, വണ്ടിയില് മുസ്ലിയാരും ആചാരം എന്നാ ഇപ്പൊ വിളിച്ചു പറഞ്ഞത്. ഞാൻ ചോദിക്കട്ടെ പൊന്നാര ഹബീബന്മാരെ, ആ കാക്ക മേടിച്ച ബ്രാൻഡി ഞാനും ആചാരം തമ്മിൽ വല്ല ബന്ധമുണ്ടോ? ഇതാണ് അല്ലാഹ് പറഞ്ഞ ഇന്ന അത് അങ്ങനെ പോയപ്പോ അങ്ങനെ ആവാൻ സാധ്യതയുണ്ട്. ഇങ്ങനെ നീങ്ങിപ്പോ ഇങ്ങനെ ആവാൻ സാധ്യത. ഈ രീതിയിലുള്ള വർത്തമാനം മുസ്ലിം ഉണ്ടാകരുത്. കുണ്ടിക്കൊണ്ട് പറയാ, പഠിച്ചവനെ എന്നെ പറ്റി ഇങ്ങനെ പറഞ്ഞു വന്ന എന്റെ വാപ്പ എന്റെ മുഖത്ത് നോക്കിക്കൊണ്ട് ചോദിച്ചു, റബ്ബേ എന്റെ ആങ്ങളെ എന്റെ മുഖത്തേക്ക് ചങ്കിന് കത്തി കയറുന്നു നിനക്ക് സംസാരിച്ചു, റബ്ബേ മറ്റൊരു വിവാഹത്തിന് ഞാൻ തയ്യാറായില്ല, പഠിച്ചവനെ രോഗിയായി ഞാൻ മരണപ്പെട്ടു. അല്ല എന്നെ സംബന്ധിച്ച് അപവാദപ്രദ കഥ പറഞ്ഞത് ഈ മനുഷ്യനാണല്ലോ എന്ന് റബ്ബിന്റെ മുന്നിൽ ചൂണ്ടിക്കാണിക്കുമ്പോൾ നോമ്പെടുത്തുകൊണ്ടിട്ട് ആ സഹോദരിക്ക് കൊടുക്കുന്നു. കണ്ടാ ഇങ്ങനെ തട്ടുകയാണ്. കണ്ടോ ബഹുമാനികളെ സഹോദരിമാരെ, സൂക്ഷിക്കണം, എല്ലാവരും സൂക്ഷിക്കണം. നമ്മുടെയൊക്കെ എല്ലാ നാടുകളിലും ഉള്ള ചില ആളുകളെ പറ്റി മറുഭാഗം ഉണ്ടട്ടോ, ഇല്ലാന്നല്ല ഞാൻ പറഞ്ഞത്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, എന്തോരം തെറി മുഖത്ത് നോക്കി പറഞ്ഞാലും തിരിച്ചു പറയില്ല എന്ന് പറഞ്ഞല്ലോ. ഇതുപോലെ സങ്കല്പിച്ച് പറയണവരും ഉണ്ട്. കാക്ക കളമശ്ശേരി എന്ന് പറഞ്ഞപ്പോ താത്താടെ മുഖം എങ്ങനെ കടന്നിൽ ഒത്തിരി ഇങ്ങനെ ഇരിക്കുകയാണ്. എന്തേടി നീ ഏതാണ്ട് എന്തേടിന്ന് വെച്ചാൽ അവിടെ മനുഷ്യർ കിടക്കാൻ പറ്റണ്ടേ? അല്ല കിടക്കാനല്ലേ നല്ല ഒന്നാമതും വീടുണ്ടാക്കി തന്നേക്കണ്. വീടുണ്ടാക്കി തന്നെ ഇവിടെ കിടക്കാൻ പറ്റണ്ടേ? എന്റെ കാര്യം എന്താന്ന് പറയടി? ആ മമ്മാലി അവിടെ വന്നു നിന്നോണ്ടിട്ട് ഇവളെ അറക്കണം, ഇവിടെ ചങ്കെടുക്കണം, കരലെടുക്കണം. ഞാൻ കുറെ കേട്ട് കഴിഞ്ഞപ്പോ ഞാൻ പരക്ക ഏതോമാലി രക്കാലമ്മാലി ഞാൻ വിട്ടില്ല. മമ്മാലി യഥാർത്ഥത്തിൽ ഉണ്ടാകത്തത്ര മമ്മാലി ആടിനവിടെ മോളിൽ കൂടുന്ന് കിട്ടിയിട്ടുണ്ടായി. ഉച്ചയ്ക്ക് വന്നു കഴിഞ്ഞപ്പോ നല്ല ബെസ്പോടുകൂടിയ മമ്മാലി വന്നേക്കണം. വന്നു കഴിഞ്ഞപ്പോ പെണ്ണുമ്പിള്ള പറഞ്ഞു ആടിന് വെള്ളം കൊടുത്തില്ല എന്ന് പറഞ്ഞു. മമ്മാലി ചെന്ന് നോക്കിയപ്പോ കാലയിൽ ചിറ്റാവുന്ന കയറ് തീർത്തിട്ട് അപ്പുറത്തുള്ള കുറ്റിയേക്കൂടെ ഒക്കെ ചിറ്റേക്കും ആട്. ഇതെല്ലാം അഴിക്കണേന്റെ ഇടയിൽ ആട് പിന്നും പിടിച്ച് വലിക്കുക. അപ്പോഴാ മമ്മാലി പറഞ്ഞ, എടി നിനക്ക് തീറ്റ ഇതില്ലേ, നിന്നെ അറക്കണ്ടേ ആദ്യം. അപ്പൊ മറ്റേ താത്ത താഴെന്ന് കേട്ടോണ്ടിരിക്കുന്നു. ഈ ആടിനാടി മമ്മാലി പറയണത്. താത്ത താഴെന്നുണ്ട്. താത്ത വന്നതോടി കാക്കാട്ട ഇതങ്ങോട്ട് പറഞ്ഞു, വെട്ടും കുത്തും ആയോ? ഇങ്ങനെയുള്ള ഒരു കളമശ്ശേരിയിലല്ല, തൊട്ടപ്പുറത്തേക്ക് മാറി. ഉണ്ടോ? ഇല്ല സഹോദരിമാരെ, പറ ചുമ്മാ അങ്ങ് പറഞ്ഞു കൊടുക്കല്ലേ. മറ്റതെങ്ങനെയാ? മറ്റത് ഞാൻ ആദ്യം പറഞ്ഞ അങ്ങനെയല്ല, നേരെ പറഞ്ഞാലും കിട്ടുമെന്നാ മിണ്ടൂല, ഒരു അസ്വസ്ഥതയും കാണിക്കില്ല. അയാൾ പറഞ്ഞെങ്കിൽ എനിക്കത് ചോദിക്കാനുള്ള രീതിയുണ്ട്, ഞാൻ അവിടെ വെച്ച് ചോദിച്ചു മേടിക്കും. തീർന്നു ബഹുമാനികളെ, നിസ്കാരം തീർന്നു, നോമ്പ് തീർന്നു, സക്കാത്ത് തീർന്നു. ഇങ്ങനെ ഇതാ ഫനിയത്ത് ഹസനാത്തുഹും തങ്ങൾ പഠിപ്പിക്കാൻ എല്ലാ നന്മകളും ഈ പടപ്പിന്റെ തീർന്നു എന്ന് പറഞ്ഞാൽ ഒക്കെ കൊണ്ടുപോയി, എല്ലാ അവകാശങ്ങളും കൊണ്ടുപോയി. പക്ഷേ പരാതിക്കാര് ബാക്കിയാണെന്ന് നബിയുനാ റസൂലുള്ളാഹി. പരാതിക്കാരിങ്ങനെ നിൽക്കുമ്പോൾ ഈ പരാതിക്കാരുടെ പാപങ്ങളെ അല്ലാഹു തആല എടുത്തിട്ട് ഇവനിലേക്ക് അല്ലാഹു തആല നിക്ഷേപിക്കുകയാണ്. സർവ്വ ഇബാദത്തുകൾ ചെയ്ത ആ മനുഷ്യനെ നരകത്തിലേക്ക് സബാനിയാക്കൾ മുഖം കുത്തി എറിയുമെന്ന് അഷ്റഫുൽ ഖൽഖ് നബിയുനാ റസൂലുള്ളാഹി.
എല്ലാം പോയില്ലേ? നിസ്കാരം പോയി, നോമ്പ് പോയി, സക്കാത്ത് പോയി, ഹജ്ജ് പോയി. ഇങ്ങനെ എല്ലാം അവകാശികൾക്ക് പോകുമ്പോൾ നമ്മളിൽ നിന്ന് ആർക്കും പിടിച്ചെടുക്കാൻ പറ്റാത്ത ഒരേ ഒരു അമലാണ് അഷ്റഫുൽ ഖൽഖിന്റെ പേരിൽ ചെല്ലിയ സ്വലാത്ത്. ഉണ്ടോ? ആരും കൊണ്ടുപോയില്ല. അധികരിപ്പിക്കാൻ പാടില്ല ബഹുമാനികളെ. ഞാൻ നിങ്ങളോട് പറയാ, ഡെയിലി 100 എണ്ണം നിർബന്ധമായിട്ടും പതിവാക്ക്. നമ്മുടെയൊക്കെ കുടുംബത്തിന്റെ ശൈലി മാറുന്നത് ഞാൻ കാണാം, നമ്മുടെ ജീവിതത്തിന്റെ അവസ്ഥ മാറുന്നത് കാണാം, സുന്നത്ത് കടന്നു വരുന്നത് കാണാം. എല്ലാത്തിലും ഉപരി അന്ത്യനാളിൽ അന്ത്യസമയത്ത് നന്നായി മരിക്കാം. ബഹുമാനപ്പെട്ട ഒസാലിമാമങ്ങൾ എഴുതി വെച്ചേക്കണം ഞാൻ ഈ പറയുന്നത് കേട്ടോ, ഞാൻ അല്ലാണ്ട് ചുമ്മാ ഉണ്ടാക്കി പറയല്ല. മരണസമയത്ത് നമ്മുടെ സക്രാത്തിന്റെ സന്ദർഭത്തിൽ നമ്മളെ സമാധാനിപ്പിക്കാൻ നമ്മുടെ വാപ്പ വരും, നമ്മുടെ ഉമ്മ വരും. ആ 50-100 കൊല്ലൊക്കെ മുമ്പ് മരിച്ചുപോയാലോ എന്നത്, മോനെ നീ വല്ലാത്ത ദുരിതത്തിലാണെന്ന് എനിക്കറിയാം, വല്ലാത്ത പ്രതിസന്ധിയിലാണ് മോളെ എനിക്കറിയാം. ഈ പ്രതിസന്ധിയിൽ വിഷമത്തിൽ നിന്നെ സമാശ്വസിപ്പിക്കാൻ അല്ലാഹു എനിക്ക് അവസരം തന്നതാ മോളെ. മോനെ അപയുമായ എന്ന് പറയുന്നത് എന്താണെന്നറിയോ? ഇപ്പൊ നിന്നോട് എനിക്ക് പറയാനുള്ളത്, നിന്റെ മലം പോകുകയാണ്, നിന്റെ മൂത്രം പോകുകയാണ്. ഈ സന്ദർഭത്തിൽ എനിക്ക് നിന്നോട് പറയാനുള്ള ഒരു സത്യം എന്താണെന്നറിയോ? ലോകത്ത് വന്ന എല്ലാ മതവിശ്വാസങ്ങളിൽ നിന്നും ഹൈറായ മതവിശ്വാസം നസാറ വിശ്വാസമാണ്, അല്ലെങ്കിൽ യഹൂദ വിശ്വാസമാണ്. അതുകൊണ്ട് ഈശായി വരുന്ന ഇതൊന്ന് പറഞ്ഞോ മോളെ, ഇതൊന്ന് പറഞ്ഞോ മോനെ, നിനക്ക് നന്നായിട്ട് മരിക്കാം. എന്റെ അനുഭവം കൊണ്ടിട്ട് വാപ്പിച്ചീപ്പന് പറഞ്ഞതാണ്, ഉമ്മിച്ചി ഇത് പറഞ്ഞതാണ്. ബഹുമാനികളെ, ഇത് പറയുമ്പോഴേ സർവ പടപ്പുകളും വാപ്പായും ഉമ്മായും പറഞ്ഞത് ഏറ്റു പറഞ്ഞു പോവും, ജീവൻ പോവും. ഡെയിലി ഈ പറയപ്പെട്ട സലാത്ത് പതിവാക്കിയവരുടെ അടുക്കലേ അഷ്റഫുൽ ഖൽഖ് നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നിൽക്കുകയാണ്. എന്നിട്ട് തങ്ങൾ നിന്നിട്ട് എന്ത് പറയുന്നു? ഖുൽ ലാ ഇലാഹ ഇല്ലല്ലാഹ്. നമ്മുടെ മുഖത്ത് നോക്കിക്കൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുമ്പോൾ പൊന്നാർ നബി തങ്ങളുടെ മുഖം കണ്ടുകൊണ്ടിട്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞു മരിക്കാൻ ബഹുമാനികളെ 100 സലാത്ത് ഡെയിലി തങ്ങൾ പറഞ്ഞു. പാപ്പാനങ്ങൾ കണ്ടില്ലേ, ഉമ്മാനെ കണ്ടില്ലേ, എന്നെ കണ്ടല്ലോ. എന്നാൽ മൻ റആ ഫിൽ മനാമി ഫഖദ് റആനി നബിയുനാ റസൂലുള്ളാഹി. നിങ്ങൾ അവിടെ കണ്ട വാപ്പായുമായുണ്ടല്ലോ, അത് വാപ്പായുമായോ അല്ല, അത് മറ്റേയാൾ അവിടെ കരാർ ചെയ്തിട്ടുണ്ടായി. ഈ ആദമിന്റെ സർവ്വ മക്കളെ ഞാൻ പഠിപ്പിക്കും. അപ്പൊ അള്ളാ തിരിച്ചു പറഞ്ഞു, ഇല്ലാ ഇബാദല്ലാഹിൽ മുഖ്ലിസീൻ. ഇഖ്ലാസുള്ള ഒരെണ്ണത്തിനെ നിനക്ക് പിടിക്കാൻ പറ്റൂല. ഈ പിഴപ്പിക്കൂ എന്ന് പറഞ്ഞതാണ് ഈ അന്ത്യസമയത്ത് വന്നിട്ട് ഉമ്മാടെ കോലത്തിൽ രൂപപ്പെട്ടിരിക്കുകയാണ്. ആരാണ്? ലാനത്താക്കപ്പെട്ട ഇബ്ലീസ് വാപ്പാടെ കോലത്തിൽ രൂപപ്പെട്ടിരിക്കുകയാണ്. എന്നിട്ട് വാപ്പ പറയുന്ന പോലെ പറയുന്നു, ഉമ്മ പറയുന്ന പോലെ പറയുന്നു. ആ സ്ഥലത്ത് റസൂലുള്ളാഹിനെ നിങ്ങൾ കാണുകയാണെങ്കിൽ, റസൂലുള്ളാഹിനെ നിങ്ങൾ കണ്ടാൽ ഫഖദ് റആനി, ശൈത്താനെ അല്ല നിങ്ങൾ കാണുന്നത്, എന്റെ രൂപപ്പെടാൻ ശൈത്താനിന് സാധ്യമല്ല എന്നാണ് മുത്തു മുഹമ്മദ് റസൂലുള്ളാഹി തങ്ങൾ അസൽ നബിയാണ് നമ്മൾ കാണുന്നത്. ആ നബിത്തങ്ങളെ കണ്ടുകൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞു മരിക്കാൻ ബഹുമാനികളെ ജീവിതത്തിൽ നിർബന്ധമാക്ക്. നമ്മുടെ ആണ്ടിന് മാത്രം പോരാ, അല്ലെങ്കിൽ ഇവിടെ വരുമ്പോ മാത്രം പോരാ, ഡെയിലി നമ്മുടെ ജീവിതത്തിലേക്ക് സലാത്ത് കടന്നു വരട്ടെ. എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമാണ് ബഹുമാനികളെ. മരിക്കുമ്പോൾ ഈമാനോടെ മരിക്കാൻ, നമ്മുടെ ദർജ ഏറ്റിക്കിട്ടാൻ. അങ്ങനെയല്ലേ നമുക്ക് കിട്ടുന്നത്? പദവി നമുക്ക് പറയാൻ പറ്റാണ്ടാവുകയാണ്. നിസ്കാരം നോമ്പ് സക്കാത്ത് കൊണ്ടല്ല, ഈ രീതിയിൽ മലക്കുകൾ ഇങ്ങനെ കൊണ്ട് സൃഷ്ടിക്കപ്പെട്ടിട്ട് ആ മലക്കുകൾ നമുക്ക് വേണ്ടി ദുആ ചെയ്യുമ്പോൾ മൊത്തം മലക്കുകൾ ദുആ ചെയ്യുന്നതെന്നാ അല്ലാഹുമ്മ ഗ്ഫിർ ലി അബ്ദിക ഹാദാ. നമുക്ക് എണ്ണാൻ പറ്റുന്ന മലക്കുകളെല്ലാം അത് സൃഷ്ടിക്കുന്നത് ഓരോ സലാത്ത് കൊണ്ടും. അങ്ങനെ സൃഷ്ടിക്കപ്പെടുന്ന എണ്ണമറ്റ മലക്കുകൾ നമുക്ക് വേണ്ടി ഇബാദത്ത് ചെയ്ത് ഹദിയ ചെയ്യുമ്പോൾ നമ്മൾ ഒരു അമൂല്യമായ സൃഷ്ടിയായിട്ട് മാറും. നമുക്ക് വിലമതിക്കാൻ കഴിയില്ല. അങ്ങനെ വിലമതിക്കപ്പെടാൻ കഴിയാത്തൊരു സൃഷ്ടിയായിട്ട് നമ്മൾ എത്തുമ്പോഴേ വിലമതിക്കപ്പെടാൻ കഴിയാത്ത അള്ളാഹുവിന്റെ ലിഖാഇന് നമ്മൾ അർഹരാവുള്ളൂ. അപ്പൊ സലാത്താണ് നമ്മുടെ അള്ളാഹുവിനെ നേരിട്ട് കാണുന്ന ലിഖാഇന്, സ്വർഗപ്രവേശനത്തിന് കാരണമാക്കപ്പെട്ട ഒരേ ഒരു അമല്. അതുകൊണ്ട് ബഹുമാനികളെ, ജീവിതത്തിൽ അത് നിർബന്ധമാക്കാൻ പ്രത്യേകമായി നിങ്ങളോട് ഞാൻ ഉണർത്തിക്കൊണ്ട് എല്ലാ പരിശുദ്ധ ഖുർആൻ എടുത്ത് പരിശോധിച്ച് നോക്കി, ഒരമലും ഇതുപോലെ സാദൃശ്യമുള്ളതില്ലല്ലോ. ഞാൻ ചെല്ലുന്നു, എന്റെ മലക്കുകളെ കൊണ്ട് ചെല്ലിപ്പിക്കുന്നു, അതുകൊണ്ട് നിങ്ങൾ ഏത് നിലയ്ക്കും ചെല്ലാൻ ബഹുമാനികളെ. ഇതൊക്കെ സലാത്താണ്, ഇന്ന സലാത്തൊന്നില്ല. പക്ഷേ വസാലിമാമ് ഈ 100 പതിവാക്കാനും അങ്ങനെ നബിത്തങ്ങൾ കാണാനുള്ള മഹാഭാഗ്യം കിട്ടാനും വസാലിമാമ നിങ്ങൾ എഴുതി വെച്ചിരിക്കുന്ന സലാത്ത് അസ്സലാമു അലൈക അയ്യുഹൻ നബിയു റഹ്മത്തുള്ളാഹി ബറകാത്തു. അതാണ് പതിവാക്കാൻ പറ്റുമെങ്കിൽ അത് പതിവാക്കും. അതായത് അല്ലാഹുവിന്റെ മുന്നിലേക്ക് അഷ്റഫുൽ ഖൽഖ് നബിയുനാ റസൂലുള്ളാഹി തങ്ങൾ അങ്ങ് ചെന്നിരുന്നപ്പോഴാണ് അത്തഹിയ്യാത്തുൽ മുബാറകാത്തുസ് സ്വലവാത്തു തയ്യിബാത്തു ലില്ലാഹ്.
ഇത് നബിത്തങ്ങൾ റബ്ബിന്റെ മുന്നിൽ സമർപ്പിച്ചതാണ്. അപ്പൊ അല്ലാഹു തആല തിരിച്ച് അസ്സലാമു അലൈക അയ്യുഹൻ നബിയ്യു വറഹ്മത്തുള്ളാഹി വബറകാതുഹു, അല്ലാഹു തആല നബിത്തങ്ങൾക്ക് സമർപ്പിച്ച സലാത്താണ് ഈ സലാത്ത്. എങ്ങനെ? അസ്സലാമു അലൈക അയ്യുഹൻ നബിയ്യു വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഡെയിലി 100 പതിവാക്കുക. ഗസാലി ഇമാം തങ്ങൾ പറഞ്ഞതുപോലെ മരണസമയത്ത് റസൂലുള്ളാഹിനെ കണ്ട് മരിക്കാൻ അല്ലാഹുമ്മ അമൽ കാരണമാക്കി തന്ന അനുഗ്രഹിക്കുമാറാകട്ടെ. ഞാൻ എന്തായാലും ഇത്ര നേരം നിങ്ങളോട് ഈ വിഷയത്തെ സംബന്ധിച്ച് വർത്താനം പറഞ്ഞല്ലോ. എല്ലാവരും അങ്ങനെയൊന്നും മനസ്സിലൊന്ന് നെയ്യത്താക്കിക്കുക. ഇൻഷാ അല്ലാഹ് ജീവിതകാലം മുഴുവൻ എത്ര ദിവസം അല്ലാഹുവേ നീ എന്നെ ജീവിപ്പിക്കുന്ന അറിയില്ല പഠിച്ചോനെ, എത്ര ദിവസം ഈ ഭൂമുഖത്ത് ഞാൻ ജീവിച്ചാലും എന്റെ റസൂലുള്ളാഹിന്റെ സമക്ഷത്തിലേക്ക് അസ്സലാമു അലൈക അയ്യുഹൻ നബി റഹ്മത്തുള്ളാഹി വബറകാതുഹു എന്ന് 100 പ്രാവശ്യം ഞാൻ സമ്മാനിച്ചേക്കാം റബ്ബേ എന്നിവിടെ ഇരിക്കുന്ന മുഴുവൻ എന്റെ സഹോദരിമാരും സഹോദരന്മാരും ഒന്ന് നെയ്യത്താക്കി. അല്ലാഹു സുബ്ഹാനഹു വ തആല നെയ്യത്താക്കിയവർക്ക് ഒറ്റ ദിവസവും മുടങ്ങാതെ നിലനിർത്താൻ അല്ലാഹു മഹാഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരു ദിവസം മുടങ്ങിപ്പോയാൽ അടുത്ത ദിവസം 200 എണ്ണം ചൊല്ലി ഖളാ വീട്ടി